This call is now being recorded. Assalamu alaikum wa rahmatullah. Bismillah, alhamdulillah. Assalatu wassalamu ala rasulillah wa ala alihi wa sahbihi ajma'in amma ba'd. എൻ്റെ വോയിസ് ഓക്കെ ആണോ? അതേപോലെ സ്ക്രീനും ഓക്കെ ആണെങ്കിൽ അജു സാറെ ഒന്ന് അറിയിക്കോ? വോയിസും സ്ക്രീനും ഓക്കെ ആണെങ്കിൽ ഓക്കെ. അൽഹംദുലില്ലാ. ആദ്യമായിട്ടാണ് ഇത്ര പേര്, അതായത് ഇപ്പോൾ ഞാൻ കയറുന്ന സമയത്ത് 250 ആളുകളുണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് ഇത്ര അധികം ആളുകൾക്ക് ക്ലാസ് എടുക്കുന്നത്. ഓക്കെ, അപ്പൊ കൂടുതൽ ഇൻട്രോ പറയുന്നില്ല. ആവശ്യത്തിലധികം ഉള്ളതും ഇല്ലാത്തതൊക്കെ അജൂസ് സാറൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഇൻഷാ അല്ലാഹ് നമ്മള് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ അറിയുന്ന ഭാഗവും അതോടൊപ്പം നമ്മളെ നമ്മുടെ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങോടെ നമ്മൾ പിന്നെ ഉത്തരം തെറ്റിക്കുന്നതുമായിട്ടുള്ള ഒരു ഭാഗമാണ് ഇസ്ലാമിക് ലിറ്ററേച്ചർ. അതായത് നമ്മളിപ്പോ ഇത് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് തോന്നിപ്പോവും ഇത്ര സിമ്പിൾ ആണല്ലേ, അതായത് നമ്മൾ ഇനി ഇസ്ലാമിക് സെപ്പറേറ്റ് നമ്മൾ നോക്കേണ്ടതില്ല എന്നൊക്കെ നമുക്ക് തോന്നിപ്പോവും. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ചില ചോദ്യങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, മനഃപൂർവ്വം നമ്മൾ ആ സമയത്ത് ചെറിയ കൺഫ്യൂഷൻ ഒക്കെ വന്ന രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യും, മിസ്സായി പോവുകയും ചെയ്യും. അപ്പോൾ നമ്മൾ മറ്റെല്ലാ ഭാഗങ്ങളും നോക്കുന്ന പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഇസ്ലാമിക് കൂടെ നമ്മൾ പഠിക്കണം. കാരണം ഇത് നമ്മൾ ചെറുപ്പത്തിൽ തന്നെ നമ്മൾ മദ്രസയിലും അതോടൊപ്പം നമ്മൾ ഇപ്പോൾ പ്രസംഗങ്ങൾ കേൾക്കുന്നതാണ്. ഇതിലൊക്കെ നമ്മൾ കേൾക്കുന്ന പല സംഭവങ്ങളുമാണ് നമ്മൾ പഠിക്കുന്നതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇസ്ലാമിക് എനിക്ക് എല്ലാതും അറിയാം, അതപ്പോ സെപ്പറേറ്റ് നോക്കേണ്ട ആവശ്യമില്ല എന്നൊരു തോന്നൽ പലർക്കും ഉണ്ടായേക്കാം. പക്ഷെ നിങ്ങളോട് പറയാനുള്ളത്, ഇൻഷാ നമ്മൾ കാറ്ററ്റിൽ വന്ന PYQ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം നമുക്ക് ഈ ക്രാഷ് കോഴ്സ് ആയതുകൊണ്ട് തന്നെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ക്ലാസ് സാറിന്റെ ഇത് റെക്കോർഡ് ഇത് ഓഫായിട്ടുണ്ട്, സ്ക്രീൻ പോയിട്ടുണ്ട്. ഒന്നും കൂടി ഒന്ന് ഷെയർ ആക്കണേ. വേറെ ഒന്നുമല്ല, ആരും ഇടയ്ക്ക് ഒന്ന് സ്ക്രീൻ ഓൺ ആക്കിയായിരുന്നു. അജു, ഞാനൊന്ന് ഇടപെടണ്ടേ. സെൻസർ സാറെ കുറച്ചൊന്ന് വോയിസിന്റെ വോളിയം കൂട്ടാൻ പറ്റുമോ സാറേ? സ്ക്രീൻ ഷെയർ പോയിട്ടുണ്ടോ? സ്ക്രീനും പോയിട്ടുണ്ട്. സാറിന്റെ വോയിസ് ഇടക്ക് ഭയങ്കരമായിട്ട് വോളിയം കുറയാണ്. കുറച്ചൊന്ന് സൗണ്ട് കൂട്ടാൻ പറ്റുമോ? ക്ലിയർ ചെയ്യാം. ഓക്കെ. മക്കളെ സ്ക്രീൻ ഷെയർ കൊടുക്കല്ലേ കേട്ടോ. കാരണം സ്ക്രീൻ ഷെയർ നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ അത് ശ്രദ്ധിക്കൂല. അതിന് മൊബൈലാണെങ്കിലും ലാപ്പാണെങ്കിലും സ്ക്രീൻ ഷെയർ മാറിക്കഴിഞ്ഞാൽ വീണ്ടും പോയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ചെയ്യാൻ. അപ്പൊ നോക്കിട്ടാ, ശ്രദ്ധിക്കണേ. നിങ്ങൾ ഫോണിൽ തൊടണ്ട മക്കൾ, ആ ഫോൺ അങ്ങോട്ട് മാറ്റി വെക്ക്, എന്നിട്ട് ക്ലാസ് കേക്ക്. ഓക്കെ, ഇപ്പൊ ഓക്കെ ആണോ? സ്ക്രീൻ ഓക്കെ അല്ലേ? ആ സ്ക്രീൻ ഓക്കെയാണ്. സാറിന് വോയിസ് ഷൂട്ട് ചെയ്യാൻ മതി. അപ്പൊ ഇൻഷാ അല്ലാഹ് അപ്പൊ നമ്മള് നമ്മുടെ ഡിസ്കഷനിലേക്ക് പ്രവേശിക്കാം. അപ്പൊ നിങ്ങളോട് പറയാനുള്ളത്, നമ്മള് ഈ വിഷയത്തിൽ വന്ന PYQ നമ്മുടെ സെഷനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം നമ്മൾ ചർച്ച ചെയ്യുന്ന ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് എന്ന് കരുതിയിട്ട് നമ്മൾ ആ ഭാഗം നോക്കാതെ പോവരുത്. കാരണം നമ്മൾ ജാഹിലി നോക്കണ പോലെ തന്നെ, അബ്ബാസി നോക്കണ പോലെ തന്നെ, ഉമവി നോക്കണ പോലെ തന്നെ ഇതൊക്കെ നോക്കണ അതേ പ്രാധാന്യത്തോടു കൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഇസ്ലാമിക് ലിറ്ററേച്ചർ നോക്കണം. പിന്നെ ഇത് നോക്കുമ്പോഴുള്ള ഒരു സുഖം എന്ന് പറഞ്ഞാല് നമുക്ക് ഓൾറെഡി നമ്മളെ മൈൻഡിലുള്ള ഒരു കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് റിവൈസ് ചെയ്തെടുക്കുക എന്നുള്ളൊരു മെച്ചുണ്ടാവും. അപ്പോൾ ആ റിവൈസിങ് എന്ത് ചെയ്യണം, നടക്കണം. അത് നടന്നിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, എക്സാമിൽ കൺഫ്യൂഷൻ ആയിട്ട് നമുക്ക് പിന്നെ ഉത്തരം തെറ്റിക്കാനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളോട് പറയാനുള്ളത്, ഒരു ക്രാഷ് കോഴ്സ് ആയതുകൊണ്ട് നമുക്ക് എല്ലാ ഭാഗവും ഒന്ന് ടച്ച് ചെയ്ത് പോകാനേ കഴിയുള്ളൂ. ഇൻഷാ അല്ലാഹ് ഫോക്കസ് ചെയ്യേണ്ട ഏരിയകൾ പറഞ്ഞുതരാം. അതോടൊപ്പം PYQ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഏതൊക്കെ ഭാഗങ്ങളാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടതെന്നുള്ളത്.
ഇൻഷാല്ലാ. അപ്പൊ നമ്മള് ഡിസ്കഷനിലേക്ക് കടക്കാണ്. ആദ്യമായിട്ട് നമ്മള് ഓക്കെ, ജസ്റ്റ് നമുക്കൊരു ചോദ്യത്തിലൂടെ നമുക്ക് തുടങ്ങാം. അൽ മഖ്സൂദു ബി അസ്രി സ്വദ്രിൽ ഇസ്ലാം, അതായത് ഇസ്ലാമിന്റെ ഒരു ബിഗിനിങ്ങിലെ, ഇസ്ലാമിന്റെ ഒരു പ്രാരംഭ കാലഘട്ടം എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് എന്താണെന്നുള്ളതാണ്. നിങ്ങൾ ജസ്റ്റ് ടൈപ്പ് ചെയ്താൽ മതി. വോയിസിൽ വന്നാൽ ഇത്രയും ആളുകൾ വോയിസിൽ വന്നാൽ പ്രയാസമാവും. ജസ്റ്റ് ടൈപ്പ് ചെയ്താൽ മതി. ഓക്കെ. അൽ ഫത്രത്തുൽ മുംതദദു മിൻ ബിഅസത്തി നബി ആഖിരി ഹയാത്തി, നബി തങ്ങളുടെ നുബുവത്ത് മുതൽ നബി തങ്ങളുടെ അവസാന കാലഘട്ടം വരെ. രണ്ടാമത്തത് നബി തങ്ങളുടെ ബൈസത്ത് മുതൽ ബനി ഉമയ്യ കാലഘട്ടം വരെ. 3, നബി തങ്ങളുടെ ബൈസത്ത് മുതൽ അബ്ബാസിയ കാലഘട്ടത്തിന്റെ അവസാനം വരെ. 4, നബി തങ്ങളുടെ ബൈസത്ത് മുതൽ ഖുലഫാഉർ റാഷിദീങ്ങളുടെ കാലഘട്ടത്തിന്റെ അവസാനം വരെ. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് ടൈപ്പ് ചെയ്താൽ മതി. ഓക്കെ, നമുക്കറിയാം ഇസ്ലാമിക കാലഘട്ടം എന്ന് പറഞ്ഞാൽ അതിന്റെ സ്വദർ, അതിന്റെ ഒരു പ്രാരംഭഘട്ടം എന്ന് പറയുന്നത് തന്നെയാണ് നബി തങ്ങളുടെ ബൈസത്ത് മുതൽ ഖുലഫാ പിന്നെ 23 വർഷവും അത് കഴിഞ്ഞിട്ടുള്ള പിന്നെ നമ്മുടെ ഖുലഫാഉർ റാഷിദീങ്ങളുടെ ഹിജ്റ 11 മുതൽ ഹിജ്റ 40 വരെ. അതായത് ഹിജ്റ 40 വരെ നബി തങ്ങളുടെ നബുവത്ത് മുതൽ നബി തങ്ങളുടെ ഖുലഫാഉർ റാഷിദീങ്ങളുടെ ഭരണത്തിന്റെ അവസാന സാറേ, കാലഘട്ടം. ഞാൻ ഒന്ന് ഇടപെട്ടോട്ടെ. സാറിന്റെ സിസ്റ്റവും മൊബൈലും 2 മൈക്കും ഓൺ ആണോ? സാർ അവിടെ 2 സിസ്റ്റം ഉപയോഗിക്കണോ? ഫോണും ലാപ്പും ഉപയോഗിക്കുന്നുണ്ടോ? ഇല്ലല്ല, ഫോൺ ഉള്ളിയാണ്. അത് വേറെ സൗണ്ടാണ് വരുന്നത്. അജു ഒന്ന് ഓൾ മ്യൂട്ട് കൊടുത്തേ. സൻഫീർ സാറിന്റെ ഒഴികെ ബാക്കി എല്ലാം ഓൾ മ്യൂട്ട് കൊടുത്ത അജു ലൈനിലുണ്ടോ? അല്ലെങ്കിൽ മൈക്ക് ഓൺ ആയ ആളെ റിമൂവ് ചെയ്തേക്ക് കേട്ടോ. അല്ലെങ്കിൽ സാറിനും ബാക്കിയുള്ള കുട്ടികൾക്കും ബുദ്ധിമുട്ടായിരിക്കും. മൈക്ക് ഓൺ ആയവരെ റിമൂവ് ചെയ്തേക്ക്. അവര് പിന്നീട് റെക്കോർഡ് ക്ലാസ് കേട്ടോട്ടെ. സാർ ഓക്കെ സാർ, കണ്ടിന്യൂ ചെയ്തോളൂ. അപ്പോ നബി തങ്ങളുടെ ആ ബിഅസത്ത് മുതൽ ഖുലഫാഉർ റാഷിദീങ്ങളുടെ ഭരണം നമുക്കറിയാം ഹിജ്റ 11 മുതൽ ഹിജ്റ 40 വരെയുള്ള കാലഘട്ടം. അപ്പൊ ഹിജ്റ 40 വരെയുള്ള ഈ കാലഘട്ടത്തിനാണ് നമ്മൾ പിന്നെ എന്ത് പറയാ, അസ്റു സ്വദ്രിൽ ഇസ്ലാം, ഇസ്ലാമിന്റെ പ്രാരംഭ കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പോ ചോദ്യം കറക്റ്റ് മനസ്സിലാക്കണം. ഇസ്ലാമിന്റെ സ്വദ്ർ എന്നാണ് ചോദിച്ചത്. ഇസ്ലാമിന്റെ ഒരു ബിഗിനിങ് സ്റ്റേജ് എന്ന് പറയുന്നത് അതാണ് ഈ നബി തങ്ങളുടെ ബൈസത്ത് മുതൽ ഖുലഫാഉർ റാഷിദുകളുടെ അവസാന സമയം, അതായത് ഹിജ്റ 40 വരെയാണ്. ഈ കാലഘട്ടം ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഓക്കെ. അൽ അദബുൽ അറബി ഫിൽ അസ്റിൽ ഇസ്ലാമി, ഇസ്ലാമിക കാലഘട്ടത്തിലുള്ള അറബിക് സാഹിത്യം. ഇതാണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്, ഇസ്ലാമിക് ലിറ്ററേച്ചർ. ഓക്കെ. ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ചോദ്യം പിന്നെ ഒരു POക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇസ്ലാമിക കാലഘട്ടത്തിലുള്ള നസ്റിന്റെ ഇനങ്ങൾ, ടൈപ്സ് ഏതൊക്കെയാണ്? അൻവാ ഉൻ നസ്രി ഫിൽ അസ്റിൽ ഇസ്ലാമി, ഇസ്ലാമിക കാലഘട്ടത്തിലുള്ള ഗദ്യത്തിന്റെ വ്യത്യസ്ത ഇനങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് ചോദ്യം മുമ്പ് POക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ നോട്ടിൽ ഈ പോയിന്റ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒന്നാമത് നമുക്കറിയാം അൽ ഖുർആൻ കരീം, അൽ ഹദീസ് അല്ലെ, അതുപോലെ തന്നെ ഖിത്വാബത്ത്, പ്രസംഗങ്ങള്, അത്തൗസിയാത്ത്, വസിയത്തുകള്, റസായില്, കത്തുകള്, പിന്നെ അന്നക്കത്, നമ്മളെ ക്രിറ്റിസിസം, വിമർശനം. ഇതൊക്കെ ഇസ്ലാമിക കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഗദ്യത്തിന്റെ വ്യത്യസ്ത ഇനങ്ങളാണ്. അപ്പൊ ചിലപ്പോ ഇങ്ങനെ ചോദ്യങ്ങൾ വന്നേക്കാം. ലൈസ മിൻ അൻവായി നസ്രി ഫിൽ അസ്റിൽ ഇസ്ലാമി, ഇസ്ലാമിക കാലഘട്ടത്തിലുള്ള നസ്റിന്റെ നോവുകളിൽ പെടാത്തത് ഏത് എന്നൊരു ചോദ്യം വന്നേക്കാം. അപ്പൊ ജസ്റ്റ് നോക്കി വെക്കുക, ഏതൊക്കെയാണ് ഇസ്ലാമിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന നസ്റിന്റെ നോവുകൾ, ഏതൊക്കെ ഇനങ്ങളന്ന് ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ. കാരണം അന്ന് കൂടുതൽ ഉണ്ടായിരുന്നു നമുക്കറിയാം ഖുർആനും ഹദീസിനുണ്ട്. റസൂലുള്ളാഹിന്റെ ഹിക്മത്തുകളും പിന്നെ ഹിക്കമുകളും അംസാലുകളും അതുപോലെ തൗസിയാത്ത്, റസായിലുകൾ, ഇതാണ് കൂടുതൽ ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അൻവാ ഉൻ നസ്രി ഫിൽ അസ്റിൽ ഇസ്ലാമി എന്താണ്, ഈ പോയിന്റുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഓക്കെ. ഇതിൽ വന്ന PYക്കുകളൊക്കെ ഉണ്ടായിരുന്നു, അത് ഉൾപ്പെടുത്താതെ നമ്മുടെ സമയം വളരെ കുറവായതുകൊണ്ടാണ്. അടുത്തൊരു PYക്ക് 2019 കാറ്റഗറി 3 ചോദിച്ച ഒരു ചോദ്യമാണ്. ഇഖ്തരി ഷാദ് മിനൽ മജ്മുഅ,
ഇതിൽ ഒറ്റപ്പെട്ടത് ഏത് എന്നുള്ളത് ജസ്റ്റ് നിങ്ങളൊന്ന് ടൈപ്പ് ചെയ്യാം. ഓക്കെ, അൽ ഇബാദാണോ, അതുപോലെ റഊഫ് ആണോ, അർ റഹീം ആണോ, അർ റഹ്മാൻ ആണോ? പെട്ടെന്ന് ടൈപ്പ് ചെയ്യാം. ഓക്കെ, ടീച്ചറെ വോയിസോ അല്ലെങ്കിൽ സ്ക്രീൻ എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് അറിയിക്കണം കേട്ടോ. കാരണം ഞാൻ പിന്നെ സാധാരണ ബ്രൈറ്റിൽ ക്ലാസ് എടുക്കുന്ന ഒരു സ്ഥലത്തല്ല ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും മിസ്സിങ് ഉണ്ടെങ്കിൽ അറിയിക്കണേ. ഓക്കെ ഓക്കെ, ഇതിൽ നമുക്കറിയാം ബിയും സിയും ഡിയും എന്ന് പറയുന്നത് നമുക്ക് അസ്മാഉൽ ഹുസ്ന ആണ് അല്ലേ, അള്ളാഹുവിന്റെ പേരാണ് അല്ലേ. ഏത്? റഊഫ്, അതുപോലെ റഹീം, റഹ്മാൻ എന്നൊക്കെ. അപ്പോൾ ഓപ്ഷൻ എ ആണ് ഏത് ഇതിൽ കറക്റ്റ് ആയിട്ട് വരുന്നത്. അപ്പൊ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അള്ളാഹുവിന്റെ പേരുകൾ അസ്മാഉൽ ഹുസ്നയൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, അസ്മാഉൽ ഹുസ്ന ഓൾറെഡി നമുക്ക് അത് ഹിഫ്ള് ഉണ്ടായി കഴിഞ്ഞാൽ അതിന്റെ പവിത്രതയൊക്കെ നമ്മൾ പറയേണ്ട ആവശ്യമില്ല. നമുക്കറിയാം അസ്മാഉൽ ഹുസ്ന ഒരാൾക്ക് ഹിഫ്ളായിട്ടുണ്ടെങ്കിൽ പലവിധ പിന്നെ നേട്ടങ്ങൾ ഹദീസിൽ വ്യക്തമായിട്ട് വന്നതാണ്. ഓക്കെ, അപ്പൊ അത് നമ്മളൊന്ന് അറിഞ്ഞിരിക്കല് നിർബന്ധമാണ്. ഓക്കെ, അതുപോലെ തന്നെ അമ്പിയാക്കൾക്ക് കുറെ ലക്കബുകൾ ഉണ്ട്. നമുക്കറിയാം കലീമുള്ള ഉണ്ട്, ഖലീലുള്ള ഉണ്ട്, അതുപോലെ നമ്മൾ റസൂലുള്ളാഹിക്ക് തന്നെ സല്ലല്ലാഹു അലൈഹി വസല്ലം കുറെ ലക്കബുകളുണ്ട്. അങ്ങനെ ധാരാളം ലക്കബുകൾ നമ്മുടെ അമ്പിയാക്കൾക്കുണ്ട്. ഇത് 2022 ചോദിച്ചതാണ്. അതുകൊണ്ട് നമുക്ക് ഇപ്പോഴും പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഏത്, അമ്പിയാക്കളുടെ ലക്കബുകൾ. ഇൻഷാ അല്ലാഹ് നമ്മളെ നോട്ട്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അമ്പിയാക്കളുടെ ലക്കബുകൾ പിന്നെ ചോദിക്കാറുണ്ട്. ഇതൊരു PYK ആണ്. മൻ ഖതീബുൽ അംബിയ, ഖതീബുൽ അംബിയ എന്ന് പറയുന്നത് ആരാണ്? ഷുഐബ് നബി ആണോ, സുലൈമാൻ നബി ആണോ, ഈസാ നബി ആണോ, മൂസ നബി ആണോ അലൈഹിസ്സലാം? ഈ 4 നബിമാരിൽ ആരാണെന്നുള്ളത് ഒന്ന് നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുക. ഓക്കെ, ഷുഐബ് നബി ആണോ, സുലൈമാൻ നബി ആണോ, ഈസാ നബി ആണോ, മൂസ നബി ആണോ ഖതീബുൽ അംബിയ എന്ന് പറയുന്നത്? ഇതൊക്കെ നമ്മൾ മദ്രസകളിൽ തന്നെ പഠിച്ചതായിരിക്കും. ഓരോ നബിമാരെ ചരിത്രം പഠിക്കുന്ന സമയത്ത് ആ നബിമാരുടെ ലക്കബുകളൊക്കെ നമ്മൾ പഠിച്ചതായിരിക്കും. ഓക്കെ, അപ്പൊ ഒന്ന് റിവൈസ് ചെയ്യാം. ഓക്കെ, നമുക്കറിയാം ഇത് ആരുടെ പേരാണ്? ഷുഐബ് നബിയുടെ ലക്കബാണ് എന്ത്, ഖതീബുൽ അംബിയ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അത് അടുത്തൊരു ചോദ്യമാണ് ഖലീലുള്ള. ഈ ഖലീലുള്ള എന്ന് പറയുമ്പോൾ നമ്മൾ ആ നബിയെ നമ്മൾ പറയലെന്ന് എങ്ങനെയാണ്? ഖലീലുല്ലാഹി, ആ നബിയുടെ പേര് അലൈഹിസ്സലാം, അങ്ങനെ പറയല്. അപ്പോ നമുക്ക് എല്ലാവർക്കും പിന്നെ വളരെ പരിചയമായിട്ടുള്ള ഒരു ലക്കബാണ് അല്ലെ. ഇത് നമ്മൾ കൂടുതൽ സമയം എടുക്കേണ്ട ആവശ്യമില്ല. നമുക്കറിയാം ഖലീലുള്ള എന്ന് പറഞ്ഞാലാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമാണ്. അപ്പൊ നമ്മൾ അമ്പിയാക്കളുടെ ലക്കബുകൾ ഞാൻ പറഞ്ഞു വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾക്ക് തരുന്ന നോട്ട് ഒന്നുകൂടെ നോക്കുക. ഇത് ക്ലിയർ പിന്നെ സ്ക്രീന് ചിലപ്പോൾ ക്ലിയർ കുറവുണ്ടാവും. അപ്പൊ ഇത്രയും പേരുകളൊക്കെ അബുൽ ബഷർ നമുക്കറിയാം ആദൻ നബി അലൈഹി സ്വലാമാണ്. ഷെയ്ഖുൽ മുർസലി എന്ന് പറയുന്ന നൂഹ് നബിയാണ്. അതുപോലെ അബുൽ ഇഫാൻ, പിന്നെ അബുൽ അംബിയ ഇത് ആരാണ്? പിന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമാണ്. കലീമുള്ള മൂസ നബി അറിയാം. ഖലീഫത്തുള്ള എന്ന് പറയുന്നത് ദാവൂദ് നബിയാണ്. പിന്നെ അങ്ങനെ അതിൽ കണ്ടോ ഖതീബുൽ അംബിയ ഷുഐബ് അലൈഹി സ്വലാം. അപ്പൊ ഇതിന്റെ അടിയിൽ നിന്നുള്ള ഒരു സംഭവമാണ് ഇപ്പൊ നമുക്ക് PYK വന്നിട്ടുള്ളത്. അപ്പോ മറ്റ് നബിമാരെ നമ്മൾ എന്ത് ചെയ്യണം? അവരുടെ ലക്കബുകൾ അറിഞ്ഞിരിക്കണം. ഒരു PYK പഠിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആ ഒരു ക്വസ്റ്റ്യൻ വായിക്കുക, അതിന്റെ ആൻസർ പഠിക്കുക. അങ്ങനെയല്ല നമ്മൾ PYK അനലൈസ് എന്ന് പറഞ്ഞാൽ അതല്ല. ബാക്കി 3 ഓപ്ഷനിലൂടെ നമ്മൾ പോകണം. ആ ബാക്കി 3 ഓപ്ഷനിലൂടെ പോയിട്ട് അവരുടെ ലക്കബുകൾ കൂടി പഠിക്കുമ്പോഴേ നമുക്ക് എന്താവുള്ളൂ, നമ്മുടെ PYK പഠനമാവുള്ളൂ. അല്ലാതെ ഒരു ചോദ്യം വായിക്കുക, അതിന്റെ ആൻസർ പഠിക്കുക, അടുത്ത ചോദ്യം വായിക്കുക, അതിന്റെ ആൻസർ പഠിക്കുക എന്നതിലുപരി എന്ത് ചെയ്യണം? ബാക്കി ഓപ്ഷനുകൾ എന്ത് ചെയ്യണം? നമ്മൾ പഠിച്ചാലേ ചിലപ്പോ ആ ഓപ്ഷനിൽ വന്നതായിരിക്കും അടുത്ത എക്സാമിന് ഉണ്ടാവുക. അപ്പൊ ഓരോ നബിമാരുടെ ലക്കബുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് തരുന്ന നോട്ടിലൊക്കെ നിങ്ങൾ നോക്കിയിട്ട് അത് പഠിക്കണം. റസൂലുള്ളാഹിന്റെ ഒരു ലക്കബ് ഉണ്ട്, സ്വാദിഖ് അൽ അമീൻ, ഇബ്നു ദബീഹീൻ, സയ്യിദുൽ അവ്വലിൻ, സയ്യിദുൽ ആഖിരീൻ, ഖാത്തിമുൽ അംബിയ, ഖാത്തിമുൽ മുർസലിൻ. ഇതൊക്കെ നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ലക്കബുകളാണ്. അപ്പോ യൂനിസ് നബിയാണല്ലേ ദിന്നൂൻ. അതേപോലെ പിന്നെ അൽ മലിക് എന്ന് പറയുന്ന സുലൈമാൻ നബിയാണ്. അപ്പൊ ഇത്രയും നബിമാരുടെ ലക്കബുകൾ നിങ്ങൾ എന്ത് ചെയ്യണം? കറക്റ്റ് ഒന്ന് റിവൈസ് 2-3 തവണ വായിച്ചു നോക്കിയത് തന്നെ, കാരണം അതൊക്കെ നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. ഒന്ന് റിവൈസ് ചെയ്തെടുക്കുക. ഓക്കെ, അടുത്തത് മൻ റൂഹുൽ അമീൻ. റൂഹുൽ അമീൻ എന്ന് പിന്നെ വിളിക്കപ്പെട്ട ഒരാളുണ്ട്. ആരാണെന്നുള്ള? അള്ളാഹു താലയുടെ പേരാണോ, അതോ ജിബ്രീൽ അലൈഹി ഇസ്ലാമിന്റെ പേരാണോ, അതോ റസൂലുള്ളാഹിന്റെ പേരാണോ, അതോ ഇവർക്ക് എല്ലാവർക്കും നമ്മൾ റൂഹുൽ അമീൻ എന്ന് പറയുമോ? ജമീഅ മാ ദുക്കർ സ്ഥിരമായിട്ട് വരുന്ന സംഭവമാണ്. ജമീഅ മാ ദുക്കർ കണ്ടാൽ അത് കൊടുക്കുക എന്നുള്ള ഒരു തെറ്റായ ധാരണ ഉണ്ട്. ഓപ്ഷൻസ് കൂടി വായിക്കാതെ ജമീഅ മാ ദുക്കർ കണ്ടിട്ട് എന്ത് ചെയ്യും?
അതില് ഇത് എല്ലാതും ശരിയാണ് എന്നിട്ട് ക്ലിക്ക് ചെയ്യണ ഒരു പ്രവണത ഞങ്ങൾ കേട്ടിട്ട് പഠിക്കുന്ന സമയത്ത് ഡിസ്കസ് ചെയ്യുമ്പോൾ ഈ ബ്രൈറ്റിന്റെ ഒക്കെ മീറ്റ് ചെയ്യണ സമയത്ത് ഞങ്ങൾ 5-6 ആളുകൾ ഉണ്ടാവും. അപ്പോ അതില് അവര് ഈ മീറ്റിൽ ഉണ്ടാറില്ല കേട്ടോ. അവരില് ഇപ്പോഴും കേട്ടറ്റിന് പഠിക്കുന്നവരുണ്ട് കുറച്ച് ആളുകളിൽ. അപ്പൊ അവര് പറഞ്ഞ സംഭവമാണ് ജമീമാദുക്കർ കണ്ട പിന്നെ അത് കൊടുക്കാന്ന്. അപ്പൊ സംഭവം എന്താ വെച്ചാല് അധിക ഓപ്ഷനിലും ജമീമാദുക്കർ ശരിയാവും, പക്ഷെ എല്ലാതും അങ്ങനെ ആവണമെന്നില്ല. ഇപ്പോ ഒന്നുകൂടെ എക്സാമിന്റെ രീതിയൊക്കെ മാറിയോണ്ട് ഈ ജമീമാദുക്കർക്കൊന്നും ഇപ്പൊ എന്തില്ല, പ്രസക്തി ഇല്ല. അപ്പൊ നിങ്ങളത് ജസ്റ്റ് അറ്റൻഡ് ചെയ്യാം. റൂഹുൽ അമീൻ എന്ന് പറയുന്നത് ആരെ പറ്റിയാണ്? അള്ളാഹിനെ പറ്റിയിട്ട് തന്നെയാണോ, അത് ജിബിൽ അലൈഹി സ്വലാം ആണോ, റസൂലുള്ളാഹി ആണോ എന്നുള്ളത്? അതെല്ലാം ശരിയാണ്. ഓക്കെ, അറിയാം ആരാണ് ജിബീൽ അലൈഹി സ്വലാമിനെ കുറിച്ചിട്ടാണ് പിന്നെ റൂഹുൽ അമീൻ എന്ന് പറയുന്നത്. തഫ്സീർ തൊബരിയിൽ ഇങ്ങനെയുള്ളത്, പിന്നെ അന്ന റൂഹൽ അമീൻ ഹുവല്ലദി നസല ബിൽ ഖുർആൻ അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖുർആൻ ഇറക്കി കൊടുത്ത പിന്നെ ആൾക്കാണ് റൂഹുൽ അമീൻ എന്ന് പറയുന്നത്. അതാരംഭ ജിബീൽ അലൈഹി സ്വലാം. തഫ്സീർ തൊബരിയിൽ പറയുന്ന പോയിന്റ് ആണ് ഇത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. 2020 ചോദിച്ചതാണ്. അപ്പൊ നമ്മൾ ഇസ്ലാമിന്റെ പിന്നെ ചരിത്രം പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ മലക്കുകളുടെയും ഈ ഖുർആൻ ഇറങ്ങിയ സംഭവം അങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, ഒരു ഐഡിയ ഉണ്ടായിരിക്കല് നിർബന്ധമാണ്. ഓക്കെ, ഇനി നമ്മുടെ തജ്വീദ് നമുക്കറിയാം. തജ്വീദ് പഠിക്കുന്ന സമയത്ത് അതിൽ കുറെ ഹർഫുകൾ ഉണ്ടാവും അല്ലെ. കൽക്കലത്തിന്റെ ഹർഫുണ്ട്, അങ്ങനെ കുറെ ഹർഫുകളുണ്ട്. ഇതില് ലൈസ മിൻ ഹുറൂഫിൽ കൽക്കലത്തി, കൽക്കലത്തിന്റെ ഹർഫ് അല്ലാത്തത് ഏതാണ്? കാഫ് ആണോ, തോ ആണോ, ബ ആണോ, ഹ ആണോ? ഓക്കെ, പെട്ടെന്ന് അറ്റൻഡ് ചെയ്യാം. AOABCD ഏതാണെന്നുള്ളത് പെട്ടെന്ന് അറ്റൻഡ് ചെയ്യാം. തെറ്റോന്ന് ചോദിച്ചാൽ ആരും അറ്റൻഡ് ചെയ്യാതിരിക്കരുത്, കാരണം തെറ്റുമ്പോഴേ കുറെ ശരിയാവുള്ളൂ. ഓക്കെ, ഇവിടെ ആരും എന്തല്ല പെർഫെക്റ്റ് അല്ല. പെർഫെക്റ്റ് ആണെങ്കിൽ നമുക്കിപ്പോ ഇങ്ങനെ ഒരു മീറ്റിൽ വരേണ്ട ആവശ്യമല്ല. ഓക്കെ, ABCD. ഓക്കെ, കാഫ്, താഹ്, ബാഹ്, ഹ. ഓക്കെ, ഹ ആണ്. നമുക്കറിയാം കൽക്കലത്തിന്റെ അക്ഷരം എന്ന് പറഞ്ഞാലേ അത് നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പോ ഉദാഹരണം പറഞ്ഞാല് നമ്മള് കാഫ്, ത്വാ, ബാ, ജീമ്, ദാല്, കുത്തുബ് ജദി എന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഷോർട്ട് ആക്കിയിട്ട് അങ്ങനെ പഠിക്കാം. ഞങ്ങളൊക്കെ മദ്രസ പഠിച്ചപ്പോൾ ഒരു പിന്നെ പദാണ് പഠിച്ചത്, കുത്തുബ് ജദി എന്ന് പഠിക്കാം. അതെന്താ വെച്ചാൽ നമ്മള് ഇത് വഖഫ് ചെയ്യണ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ആ ഹർഫ് നമ്മള് നല്ല വ്യക്തമാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, വഖഫ് ചെയ്യാം. ഉദാഹരണം പറഞ്ഞാല് പിന്നെ കുൽ ഹുവല്ലാഹു അഹദ് എന്നല്ല പറയാ, കുൽ ഹുവല്ലാഹു അഹദ്. അപ്പൊ ദാല് നമ്മൾ എന്ത് ചെയ്യും, അഹദ് എന്ന് പറയും. അല്ലാഹു സ്വമദ്, സ്വമദ് എന്നല്ല, അല്ലാഹു സ്വമദ്. ലം യലിദ് വലം യൂലദ്. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, വഖഫ് ചെയ്യുക. അപ്പൊ അവസാനം ഖാഫോ, ത്വാഓ, ബാഓ, ജീമോ, ദാലോ ഈ അർഫുകളൊക്കെ വരുന്ന സമയത്ത് എന്ത് ചെയ്യും, നമ്മളവിടെ വ്യക്തമാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, വഖഫ് ചെയ്യും. വഖഫ് ചെയ്യുന്നിടത്ത് മാത്രമല്ല, നമ്മൾ എവിടെ ഓതുന്ന സമയത്തും ഈ അർഫുകൾ നമ്മൾ എന്ത് ചെയ്യണം, കറക്റ്റ് വ്യക്തമാക്കിയിട്ട് നമ്മൾ ഓതണം. ഇങ്ങനത്തെ ഹർഫുകളാണ് കൽക്കലത്തിന്റെ ഹർഫുകൾ എന്ന് പറയുന്നത്. അപ്പൊ അതിൽ പെടാത്തതാണ് ഹ ആണ്. അപ്പോ തജ്വീദിന്റെ ഒരു ബേസിക്, വളരെ ബേസിക്, ഏത് കുട്ടികൾക്കും കിട്ടുന്ന ഒരു ചോദ്യമാണിത്. അപ്പോ ഇതിന്റെയൊക്കെ തജ്വീദിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് അറിഞ്ഞിരിക്കല് പിന്നെ നിർബന്ധമാണ്. ഓക്കെ, ഈ പിന്നെ ഒരു എക്സാമിന് എന്ന് മാത്രമല്ല, നമ്മുടെ ഖുർആാനോത്തൊക്കെ ക്ലിയർ ആവണമെങ്കിൽ തന്നെ നമുക്ക് തജ്വീദ് പഠിക്കൽ മസ്റ്റ് ആണ്. തജ്വീദ് കറക്റ്റ് ആവാതെ ഖുർആൻ ഓതിയാൽ എന്ത് ചെയ്യില്ല, ഖുർആന് സ്വീകാര്യാവൂല. അപ്പൊ ഒരു എക്സാമിനുപരി നമ്മുടെ ജീവിതത്തിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് തജ്വീദ് എന്നുള്ളത്. അപ്പൊ ആ രൂപത്തിൽ എന്ത് ചെയ്യാം, പഠിച്ചാൽ നമുക്ക് എന്ത് ചെയ്യും, രണ്ടിലേക്കും ഉപകാരപ്പെടും. ഓക്കെ, അടുത്തത് ഫിൽ ഖുർആൻ. ഏത് 1-ാം ക്ലാസ്സിലെ കുട്ടികൾക്കും കിട്ടുന്ന സംഭവമാണ് അല്ലെ. ഫിൽ ഖുർആനി 114 സൂറത്ത്, 114 സൂറ, 114 സൂറാത്ത്, 114 സൂറത്തൻ. എങ്ങനെ പറയാം? ഇത് ഒരു നഹ്വിയായിട്ടുള്ള ചോദ്യമാണ് അല്ലെ. ഒരു നഹ്വിയായിട്ട് നമ്മൾ അതത് മഅദൂദിലൊക്കെ വരേണ്ട ഒരു സംഭവമാണത്. എന്നാലും നിങ്ങളെ ഓർമ്മയിലേക്ക് ഇടാൻ വേണ്ടി കൊണ്ടുവന്നതാ. ഖുർആനില് 114 സൂറത്താണ് നമുക്കറിയാം അല്ലെ. അതെങ്ങനെ പറയും എന്നുള്ളതാണ്. ജസ്റ്റ് ഒന്ന് നിങ്ങൾ പിന്നെ അറ്റൻഡ് ചെയ്യാം ഏതാണ് കറക്റ്റ് എന്നുള്ളത്. ഓക്കെ, ഖുർആനിൽ എന്തുണ്ട്, 114 പിന്നെ സൂറത്തുകൾ ഉണ്ട് അല്ലെ. അതപ്പോൾ എങ്ങനെ പറയാം, നമ്മൾ 114 സൂറത്തുൻ എന്നാണ് പറയാം. ഫിൽ ഖുർആനി
അതിൽ എത്ര ഉണ്ട്? 114 സൂറത്തുകളുണ്ട്. ഓക്കെ, നമ്മള് പിന്നെ നഹവിന്റെ ഒരു കാര്യം വരുന്ന സമയത്ത് അതത് മഅദൂദിന്റെ സാറ് പറയുമായിരിക്കും. അവിടെ ഒന്നുകൂടെ എന്ത് ചെയ്യാം, അതത് മഅദൂദിന്റെ കാര്യം ക്ലിയർ ആക്കട്ടോ. ഓക്കെ, അപ്പൊ ഖുർആനെ കുറിച്ച് നമ്മൾ പഠിക്കണം. ഖുർആനിന്റെ അതിന്റെ സ്റ്റാർട്ടിങ് എങ്ങനെയായിരുന്നു? ഇപ്പൊ നേരത്തെ ഒരു ചോദ്യം വന്നല്ലോ, റൂഹുൽ അമീൻ അല്ലെ, ജിബീൽ അലൈഹി ഇസ്ലാമിനെ കുറിച്ചിട്ട്. അതേപോലെ ഖുർആൻ ഇറങ്ങിയത് എവിടെയാണ്? ഖുർആൻ എന്നാണ് ഇറങ്ങിയത്? എത്ര വർഷം എടുത്തിട്ടാണ്? അവ്വലു കിതാബിൻ ദുബിന ഫിൽ ലുഗത്തിൽ അറബിയ, അറബി ഭാഷയിൽ ആദ്യമായി ക്രോഡീകരിക്കപ്പെട്ട കിതാബ് എന്ന് പറയുന്നത് അത് ഖുർആനാണ്. നസലൽ ഖുർആൻ മുനജ്ജമൻ ഫി നഹ്വി 23 സന, അതായത് 23 വർഷം എടുത്തിട്ട്. മുനജ്ജമൻ എന്ന് പറഞ്ഞാല് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എന്ന് പറയുമല്ലോ, ഘട്ടം ഘട്ടമായിട്ട്, അതാണ് മുനജ്ജമൻ. പിന്നെ ഖുർആൻ എന്തല്ല ഒറ്റ ദിവസം കൊണ്ടോ ഒറ്റ രാത്രി കൊണ്ടോ അങ്ങനെ ഇറങ്ങിയതല്ല. 23 വർഷത്തെ ഓരോ ഘട്ടമായിട്ടാണ് ഖുർആൻ ഇറങ്ങിയത്. അപ്പൊ 23 വർഷം എന്നുള്ളത് പിന്നെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അത് നബി തങ്ങളുടെ ജീവിതം എടുത്ത് നോക്കിയാലും മതി. റസൂലുള്ളാഹിക്ക് നബുവത്ത് കിട്ടുന്നതാണ് 40-ാമത്തെ വയസ്സിലാണ്, 63-ാമത്തെ വയസ്സിലാണ് അവിടുന്ന് വഫാത്താകുന്നത്. അപ്പൊ ആ 23 വർഷം തന്നെയാണ് ഖുർആനിന്റെ പിന്നെ ഖുർആൻ ഇറങ്ങിയതും 23 വർഷം എടുത്തിട്ടാണ്. ഓക്കെ, ഇതില് എത്ര വർഷം റസൂലുള്ളാഹ് മക്കിയായിട്ട് എത്ര സൂറത്തുകളുണ്ട്? പിന്നെ എത്ര വർഷം മക്കയിൽ ഉണ്ടായിരുന്നു, എത്ര വർഷം മദീനയിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് റസൂലുള്ളാഹിന്റെ ജീവൻ തന്നെയാണ് നമുക്കറിയാം. അതിനുള്ള ഖുർആൻ. അപ്പൊ സലാസു അശ്റ സനബി മക്ക, അതായത് മക്കയില് 13 വർഷം ഉണ്ടായിരുന്നു. 40-ാമത്തെ വയസ്സ് മുതൽ 53-ാമത്തെ വയസ്സ് വരെ 13 വർഷം ഉണ്ടായിരുന്നു. അഷ്റബിൽ മദീന, മദീനയില് ബാക്കി 10 വർഷം മദീനയിലും ഉണ്ടായിരുന്നു. ഇതിൽ നമുക്കറിയാം സൂറത്തുൽ മക്കിയ ഉണ്ടാവും, സൂറത്തുൽ മദനിയ ഉണ്ടാവും അല്ലെ. ഇങ്ങനെ 2 സൂറത്ത് നമുക്ക് കാണാൻ പറ്റും. തസ്തമിലു മക്കിയും മദനിയും നമുക്കറിയാം ഹിജ്റക്ക് മുമ്പ് ഇറങ്ങിയതും ഹിജ്റക്ക് ശേഷം ഇറങ്ങിയതും. ഹിജ്റക്ക് മുമ്പ് ഇറങ്ങിയതിന് മക്കി എന്ന് പറയും, ഹിജ്റക്ക് ശേഷം ഇറങ്ങിയതിന് നമ്മൾ എന്ത് പറയും? മദനി എന്ന് പറയും. അല്ലാതെ റസൂലുള്ള മക്കയിൽ ഉണ്ടായപ്പോൾ ഇറങ്ങിയതാണ് മക്കി, റസൂലുള്ള മദീനയിൽ ഉണ്ടായപ്പോൾ ഇറങ്ങിയതാണ് മദനി എന്ന് ഒരിക്കലും മനസ്സിലാക്കിയത്. ഹിജ്റയാണ് ഇതിന്റെ ബേസ്. ഹിജ്റക്ക് മുമ്പ് ഇറങ്ങിയത് മക്കിയും ഹിജ്റക്ക് ശേഷം ഇറങ്ങിയത് ഏതാണ്? മദനിയുമാണ്. ഓക്കെ, തസ്തമിലു സുവറൽ മക്കിയ അല ഉസൂലുദ്ദീൻ. സൂറത്തുൽ മക്കി എന്ന് പറയുന്നത് അത് ഉസൂലുദ്ദീനെയാണ് ഉൾപ്പെടുത്തുന്നത്. ഉസൂലുദ്ദീൻ എന്ന് പറഞ്ഞാല് ഈ മക്കിയിലെ നമുക്കറിയാം, മക്കി എന്ന് പറഞ്ഞാല് ഇസ്ലാമിന്റെ പ്രബോധനം തുടങ്ങുന്ന സമയമാണ് അല്ലെ. കുറെ കാലം രഹസ്യമായിട്ട് പ്രബോധനം ചെയ്തു, പിന്നെ പരസ്യമാക്കാൻ തുടങ്ങി. അപ്പോ അവിടെ ജനങ്ങൾക്ക് വേണ്ട എന്താണ്? ദീനിനെ കുറിച്ച് അറിയണം അല്ലെ. ദീൻ എന്താണ്, അള്ളാഹു എന്താണ്, റസൂൽ എന്താണ്, നബിമാരെന്താണ്, ഈമാൻ എന്താണ്, ഇസ്ലാം എന്താണ്, ഇത്തരത്തില് ദീനിന്റെ അസ്ലിയായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ആദ്യം ജനങ്ങൾക്ക് അറിയേണ്ടത്. അതുകൊണ്ട് തന്നെ ഹിജ്റക്ക് മുമ്പുള്ള സൂറത്തുകളൊക്കെ എന്ത് ബേസ് ചെയ്തിട്ടായിരുന്നു? ഉസൂലുദ്ദീൻ ആയിരുന്നു കൂടുതൽ ഉൾപ്പെടുത്തിയിരുന്നത്. നമുക്കറിയാം, നമ്മളിപ്പോ ഖുർആൻ എടുക്കുന്ന സമയത്ത് അതില് മക്കിയും മദനിയും ആയിട്ടുള്ള സൂറത്തുകൾ ഉണ്ടാവും. നിങ്ങൾ ഇനി ജസ്റ്റ് ഒരു ഏതൊരു സൂറത്ത് എടുത്തിട്ട് അത് മക്കിയാണോ മദനിയാണോ നോക്കുക. എന്നിട്ട് അത് ഇങ്ങനെ ഓതി നോക്കുന്ന സമയത്ത് അധികം സൂറത്തുകളും മക്കിയായിട്ടുള്ള ഒരു 90% സൂറത്തുകളും എന്തായിരിക്കും ഉൾപ്പെടുത്തിയിട്ടുള്ളത്? ഉസൂലുദ്ദീൻ ആയിരിക്കും ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ ഹിജ്റക്ക് ശേഷം വന്ന മദനിയായിട്ടുള്ള സൂറത്തിലാണ് ഖുർആനിന്റെ പിന്നെ നമ്മുടെ ഓരോ അഹ്കാമുകളെ കുറിച്ചിട്ടൊക്കെ. കാരണം ഇസ്ലാമിക ഭരണം തുടങ്ങി. അപ്പോ ഒരു ജിനായത്ത്, ഒരു അക്രമം നടന്നാല് അല്ലെ, ഒരു നാട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ നടന്നാല് അതിനെ കുറിച്ചിട്ട് വിധി പറയാനും അങ്ങനത്തെ കാര്യങ്ങളാണ് ഈ ഹിജ്റക്ക് ശേഷം ഖുർആനിന് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ അതൊന്ന് നോക്കി വെക്കുക. ഹിജ്റക്ക് മുമ്പ് എന്തായിരുന്നു? മക്കിയായിട്ടുള്ള സൂറത്ത് ഉൾപ്പെടുത്തിയിരുന്നത് ഉസൂലുദ്ദീൻ ആയിരുന്നു. ഓക്കെ, തസ്തമിലു സുവറൽ മദനിയ അലാ ഉസൂൽ അഹ്കാം. കാരണം ഇസ്ലാമിക ഭരണമൊക്കെ നിലവിൽ വന്നു. മദീന ചാപ്റ്റർ നമുക്കറിയാം. മദീനയിലെ ഇസ്ലാമിക ഭരണത്തിന്റെ, ഇസ്ലാമിക പൊളിറ്റിക്സിന്റെ തന്നെ ഒരു ബിഗിനിങ് എന്ന് പറയുന്നത് മദീനയിൽ വെച്ചിട്ടാണല്ലോ. അപ്പൊ അന്ന് അഹ്കാം, ഓരോ വിധികളെ പറ്റിയിട്ടും അതിന്റെ ഉസൂലുകളായിരുന്നു കൂടുതൽ ഫോക്കസ് ചെയ്ത്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. മക്കിയായതില് ഉസൂലുദ്ദീനും മദനിയായതില് ഉസൂലുൽ അഹ്കാമും വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നെ കാലത്ത് ലോകത്ത് ഖുറൈശ് അസ്ലു ലോകത്തിൽ ഖുർആൻ ഭാഷയുടെ അസ്ല്, അതിന്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് എന്താണ്? അത് ഖുറൈശി ഭാഷയാണ്. സൂറത്തുൽ ദുക്ര ഫിഹാ സ്വഹാബിയുൻ ഹുവ സൂറത്തുൽ അഹ്സാബ്. നമുക്കറിയാം, പിന്നെ ഖുർആനിലാകെ ഒരു സ്വഹാബിയുടെ പേരാണ് പറഞ്ഞിട്ടുള്ളത്. ആ സ്വഹാബിയുടെ പേരെന്നെ പറഞ്ഞിട്ടുള്ളത് ഏത് സൂറത്താണെന്നുള്ളത് ഇത് എനിക്ക് തോന്നുന്നത് ഞാനൊക്കെ കേട്ടിട്ട് ചെയ്ത സമയത്ത്
ഈ ഒരു ചോദ്യം വന്നിട്ടുണ്ട്. ആ സ്വഹാബിയുടെ പേര് പറഞ്ഞ സൂറത്ത് ഏതാണെന്ന് പറഞ്ഞിട്ട് ഏതായിരുന്നു? സൂറത്തുൽ അഹ്സാബ് ആണ്. ഓക്കെ, അപ്പൊ ഖുർആനിന്റെ വളരെ ഷോർട്ട് ആയിട്ടുള്ള പോയിന്റ് മാത്രമേ ഇതിലുള്ളൂ. നമ്മൾ ഖുർആന്റെ ഒരു എന്ത് ചെയ്യണം, ഒരു ബേസിക് ആയിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ. ഇപ്പൊ നമുക്ക് സോഴ്സുകൾ ഇഷ്ടം പോലെ സോഴ്സുകളാണ് നമുക്ക് പഠിക്കാൻ. ഗൂഗിൾ നോക്കിയാൽ അവിടെ ഉണ്ട്. അതുപോലെ നമുക്കൊരു പിന്നെ PDF ധാരാളം ലഭ്യമാണ്. അതുപോലെ നമുക്ക് പിന്നെ പ്രിന്റ് ചെയ്ത ജദാറ പോലത്തെ ഉള്ള പബ്ലിക്കേഷനുകളും കുറെ ഉണ്ട്. അപ്പൊ സോഴ്സുകൾ ഇപ്പൊ കുറവില്ല. അപ്പൊ മാക്സിമം നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ഖുർആനെ കുറിച്ചുള്ള പഠനമാണല്ലോ, നമുക്കൊരു പിന്നെ ഒരു ഉഖറവി ആയിട്ടുള്ള ഒരു പഠനം രൂപത്തിൽ തന്നെ നമുക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഖുർആന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. ആ സൂറത്തുൽ മക്കിയ, അതൊരു ചോദ്യമാണ്, 2019 ചോദിച്ചാണ്. അറ്റൻഡ് ചെയ്യാം. മാ നസലത്ത് ബഅദൽ ഹിജ്റ, മാ നസലത്ത് ഖബലൽ ഹിജ്റ, മാ നസലത്ത് ഫി മക്ക, മാ നസലത്ത് ഫി യസ്രിബ്. ഹിജ്റക്ക് ശേഷമാണോ, ഹിജ്റക്ക് മുമ്പാണോ, അതോ മക്കയിൽ വെച്ചിട്ട് ഇറങ്ങിയതാണോ, അതോ മദീനയിൽ വെച്ചിട്ട്, യസ്രിബ് മദീനയിൽ വെച്ചിട്ട് ഇറങ്ങിയതാണോ? നമുക്ക് അറിയാൻ പറഞ്ഞു. സൂറത്തുൽ മക്കി എന്ന് പറഞ്ഞ എന്തല്ല, മക്കയിൽ വെച്ചിട്ട് ഇറങ്ങിയതല്ല. അതുകൊണ്ട് തന്നെ എന്താണ്, ഹിജ്റക്ക് മുമ്പ് ഇറങ്ങിയതാണ്. മാ നുസിലത്ത് ഖബലൽ ഹിജ്റ അല്ലെ. ഓക്കെ, ബഅദൽ ഹിജ്റ ആകുമ്പോൾ സൂറത്തുൽ മദനിയ എന്ന് പറയും. അൽ ആയത്തുല്ലത്തി നസലത്ത് യൗമ ഹജ്ജത്തുൽ വദാ അല്ലെ. ഹജ്ജത്തുൽ വദായിൽ ഇറങ്ങിയ സൂറത്ത് ഏതാണ് എന്നാണ് ചോദ്യം. കണ്ടോ, ഈ രൂപത്തിൽ. അപ്പൊ ഇവിടെ നമ്മൾ ബുദ്ധി ഉപയോഗിക്കണം. അത് മദനിയാണോ, മക്കിയാണോ, ഹിജാസിയാണോ, അതോ കുല്ല ഖത്താണോ? ഒന്ന് അറ്റൻഡ് ചെയ്യാം. കാരണം ഹജ്ജത്തുൽ വദാ നമുക്കറിയാം നബി തങ്ങളുടെ അവസാന കാലഘട്ടത്താണ് അല്ലെ. പക്ഷെ ആ പ്രസംഗം നടക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? പിന്നെ മദീനയിൽ വെച്ചിട്ടല്ല അല്ലെ, മക്കയിൽ വെച്ചിട്ടാണ് പ്രസംഗം നടക്കുന്നത്. ചോദ്യം ഒരു കൺഫ്യൂസഡ് ആണ് അല്ലെ. ഹജ്ജത്തുൽ വദാ നടന്നത് മക്കയിലാണല്ലോ അല്ലെ, അപ്പോ അത് മക്കിയായിരിക്കും എന്ന് നമുക്ക് തോന്നും. പക്ഷെ എന്തല്ല, മക്കിയല്ല. ഓപ്ഷൻ എ അതെ, കറക്റ്റ് ആണ്, മദനിയാണ്. കാരണം എന്താണ്, ഇതിന്റെ ബേസ് എന്ന് പറയുന്നത് എവിടെ വെച്ചിട്ടാണ് പ്രസംഗം നടക്കുന്നു എന്നല്ല, ആ കാലഘട്ടമാണ് പ്രധാനം. ഹിജ്റക്ക് മുമ്പാണോ ഹിജ്റക്ക് ശേഷമാണോ എന്നുള്ളതാണ് പ്രധാനം. ഓക്കെ, അപ്പൊ ഹജ്ജത്തുൽ വദാഇന്റെ അന്ന് നടന്ന എന്താണ്, ഹിജ്റക്ക് ശേഷമാണ്, നമുക്കറിയാം അതേതാണ്, മദനിയാണ്. ഓക്കെ, പിന്നെ ഖുർആന്റെ അവസാന ആയത്ത് ഇഖ്തലഫൽ മുഫസ്സിറൂന അൻ സൂറത്തുൽ ലത്തി നസലത് അലാ റസൂലില്ലാഹി ഫി ഹജ്ജത്തുൽ വദാ വ ആഖിർ നുസൂലി. അതായത് പിന്നെ മുഫസ്സിരീങ്ങൾ ഇഖ്തിലാഫ് ആയിട്ടുണ്ട്. ഹജ്ജത്തുൽ വദാഇന്റെ സമയത്ത് നബി തങ്ങൾക്ക് ഇറങ്ങിയ ആയത്ത് അല്ലെങ്കിൽ ആ അവസാനം ഇറങ്ങിയ ആയത്ത് ഏതാണ് എന്നതില് പിന്നെ മുഫസ്സിരീങ്ങൾക്ക് ഖിലാഫുള്ള സംഭവമാണ്. ഏതായാലും ഓപ്ഷനിൽ ഏതായാലും ഖിലാഫുള്ള രണ്ടും ഓപ്ഷനിൽ എന്തായാലും കൊടുക്കൂല. അപ്പൊ ഒന്നുകിൽ ഈ വത്തക്കു യോമൻ തുർജഊൻ എന്ന ആയത്ത് ഓപ്ഷനിൽ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ എന്ത് ചെയ്യാം, സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും എന്ന ആയത്തുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യാം. കാരണം ഇതില് മുഫസ്സിരീങ്ങൾക്ക് ഖിലാഫ് ഉണ്ട്, അവസാനം ഇറങ്ങിയ ആയത്ത് ഏതാണെന്നുള്ളതിൽ. അപ്പൊ ഈ രണ്ടാലൊരു ആയത്ത് ഉണ്ടോ എന്ന് നിങ്ങൾ നോക്കുക. വത്തക്കു യോമൻ തുർജഊൻ എന്ന ആയത്ത്, അല്ലെങ്കിൽ അൽ യോമ അക്മൽതു ലക്കും ദീനക്കും എന്ന ആയത്ത് ഉണ്ടോ നോക്കുക. ഈ രണ്ടിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ ആയിരിക്കും പിന്നെ കറക്റ്റ് ആയിട്ട്. ഈ രണ്ടും എന്ത് ചെയ്യില്ല, ഓപ്ഷൻസിൽ ഉണ്ടാവില്ല. കാരണം ഇത് ഖിലാഫുള്ള വിഷയമാണല്ലോ. അപ്പോ ഏതെങ്കിലും ഒന്ന് മാത്രം പഠിക്കരുത്, ഇത് രണ്ടും ആണ് എന്നുള്ളതിൽ മുഫസ്സിരീങ്ങൾക്ക് ഖിലാഫുള്ള വിഷയമാണ്. ഓക്കെ, പിന്നെ ഇത് നോക്കി വെക്കുക. അവ്വലു സൂറത്തിൻ നസലത്ത് കാമില, അതായത് ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സൂറത്ത് എന്ന് പറഞ്ഞാൽ ആദ്യം ഇറങ്ങിയ ആയത്താണെന്നാണ് ചോദിച്ചത്. ഖുർആനിൽ ആദ്യം ഇറങ്ങിയ കംപ്ലീറ്റ് ആയിട്ടുള്ള സൂറത്ത് ഏതാണെന്നുള്ളതാണ്. അപ്പൊ ഓപ്ഷൻസിൽ ചിലപ്പോ ഇഖ്റ ബിസ്മിന്റെ ആയത്ത് ആ സൂറത്തൊക്കെ വരും. അപ്പോ നേരെ ഇഖ്റന്റെ ആ പിന്നെ സൂറത്തിന്റെ പേര് കൊണ്ടുപോയിട്ട് ക്ലിക്ക് പിന്നെ നമ്മൾ ബബിൾ ചെയ്യരുത്. കാരണം കറക്റ്റ് ചോദ്യം എന്താന്ന് നോക്കണം. അവ്വലു സൂറത്ത് എന്ന് പറഞ്ഞ കാമിലായിട്ടുള്ള സൂറത്ത് ഏതാണെന്നാണ് ചോദിച്ചത്. സൂറത്തുൽ മുദ്ദസ്സിറാണ്. അവസാനത്തെ സൂറത്ത് ഏതാണ്? സൂറത്തുൽ നസ്റാണ്. ഇദാ ജാ നസ്റുല്ലാഹി വൽ ഫത്ഹ് എന്ന പിന്നെ സൂറത്താണ്. ഓക്കെ, ഇപ്പോ ഒരു ചോദ്യം കണ്ടിരുന്നു, ഇന്നൊരാള് പിന്നെ എന്നോട് ചോദിച്ചൊരു ചോദ്യമാണ് ഇതേ ചോദ്യം, എങ്ങനെ അവസാനം ഇറങ്ങിയ ആയത്ത് ഏതാണെന്നൊരു ചോദ്യം. അപ്പൊ അതിൽ ഓപ്ഷൻസിലുണ്ട്. ഒരായത്ത് ഇങ്ങനെയാണ്, ഇദാ ജാ നസ്റുല്ലാഹി എന്ന ആയത്തുണ്ട്. രണ്ടാമത്തേല് നമ്മളിപ്പോ നേരത്തെ ഓതിയ അൽ യൗമ അക്മൽതു ലക്കും ദീനക്കുന്നുണ്ട്. പിന്നെ മൂന്നാമത്തെ ഇതില് ഖുൽ അഊദു ബിറബ്ബിന്നാസ് ഉണ്ട്. പിന്നെ വേറൊരു ആയത്തുണ്ട്. അപ്പൊ ചിലപ്പോ ചിലർ എന്ത് ചെയ്യും, ഖുൽ അഊദു ബിറബ്ബിന്നാസ് ആണല്ലേ അവസാനത്തെ ഖുർആനത്തെ ആയത്ത് പിന്നെ സൂറത്ത്, അതായത് ഓർഡർ തെർത്തീബ് പ്രകാരം 114ാമത്തെ സൂറത്ത് ഏതാണ്? സൂറത്തുൻ നാസ് ആണ്. അപ്പൊ ചിലപ്പോ അങ്ങനെ നിങ്ങൾ ചിന്തിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഈ ഖുർആന്റെ നമ്മളിപ്പോ കാണുന്ന തെർത്തീബ് ഓർഡറിലല്ല എന്ത് വന്നത്, ഖുർആൻ ഇറങ്ങിയിട്ടുള്ളത്. ഓക്കെ, അത് ക്രോഡീകരിച്ചു, ആ രൂപത്തിൽ ക്രോഡീകരിച്ചു എന്നുള്ളതാണ്.
അപ്പോ ആദ്യം ഇറങ്ങിയ സൂറത്ത് സൂറത്തുൽ മുദ്ദസ്സിറാണ്. അവസാനം ഇറങ്ങിയ സൂറത്ത് സൂറത്തുൽ നസ്ർ, ഇദാ ജാ നസ്റുല്ലാഹി എന്നുള്ള ആ ഒരു സൂറത്താണ്. ഓക്കെ, ഇദാ ജാ നസ്റുല്ലാഹി വൽ ഫത്ഹ്, അവിടെ ഫത്ഹ് മൽ മുറാദ് ബിൽ ഫത്ഹ് ഫിൽ ഹാദിഹിൽ ആയ, ഈ ആയത്തില് ഈ ഫത്ഹ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നുള്ള ഒന്ന് അറ്റൻഡ് ചെയ്യാം. ഫത്ഹ് മദീനയാണോ, ഫത്ഹുൽ ഹുദൈബിയാണോ, ഫത്ഹ് മക്കയാണോ, ഫത്ഹുൽ ഉൻദുലുസ് ആണോ? ഏതാണ്? 2019 ചോദിച്ച ചോദ്യമാണ്. കാറ്റഗറി 3ക്ക് ചോദിച്ചാണ്. അൽ ഫത്ഹ് എന്നുള്ളത് നമുക്കറിയാം ഏതാണ്. ഇതൊക്കെ നമുക്ക് മദ്രസിലൊക്കെ നമ്മൾ തഫ്സീർ പഠിച്ചതായിരിക്കും അല്ലെ. ഫത്ഹ് മക്കയെ കുറിച്ചിട്ടാണ് ഇദാ ജാ നസ്റുല്ലാഹി വൽ ഫത്ഹ് എന്ന് പറയാം. അപ്പൊ നമുക്ക് ഇദാ ജാ നസ്റുല്ലാഹ് എന്നുള്ള സൂറത്തിൽ 2 കാര്യങ്ങൾ പഠിച്ചു. ഇപ്പോ ഒന്ന്, അവസാനം കാമിലായിട്ടുള്ള സൂറത്തിൽ അവസാനത്തെ സൂറത്താണ്. ഇവിടെ ഫത്ഹ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫത്ഹ് മക്കയാണ് എന്നുള്ളതും പഠിച്ചു. ഓക്കെ, അവ്വലു ഹാദിസത്തിൻ ഖാദത്ത് ഇലാ ജംഇൽ ഖുർആൻ. ഖുർആൻ നമുക്കറിയാം, ജംഉൽ ഖുർആൻ വളരെ പ്രധാനപ്പെട്ടതാണ്. ജംഉൽ ഖുർആനിന് നിരന്തരമായിട്ട് ചോദ്യങ്ങൾ ഇതിന് കാറ്റഗറിന് കാണാറുണ്ട്. അപ്പൊ ഖുർആന് ജംഇ ചെയ്തതിലേക്ക് ആദ്യമായിട്ട് നയിച്ച ഒരു സംഭവം എന്താണെന്നുള്ളതാണ്. ബദർ യുദ്ധമാണോ, അതോ ഉഹുദ് യുദ്ധമാണോ, അതോ മാരിക്കത്തുൽ യമാമ യുദ്ധമാണോ, അതോ അഹ്സാബ് യുദ്ധമാണോ? ഏത് യുദ്ധമാണ് ഖുർആൻ ജംഇ ചെയ്യുക എന്നതിലേക്ക് നയിച്ച സംഭവം എന്താണെന്നുള്ളതാണ്. ഓക്കെ, ബദറാണോ, ഉഹുദാണോ, യമാമയാണോ, അഹ്സാബാണോ? അറിയാമല്ലേ ഏതാണ്? മാരിക്കത്തുൽ യമാമയാണ്. 2023 ചോദിച്ചതാണ്, കഴിഞ്ഞ വർഷം ചോദിച്ച ചോദ്യമാണ്. അപ്പൊ ജംഅൽ ഖുർആൻ വളരെ പ്രധാനപ്പെട്ട. അപ്പൊ നിങ്ങൾക്ക് ഒരു നോട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന ഫോക്കസ് ചെയ്യേണ്ട ഏരിയകളൊക്കെ ഒന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പൊ ജംഅൽ ഖുർആന് അതിന്റെ സ്റ്റാർട്ടിങ്ങും ആരൊക്കെയാണ് ഇത് ജംഇ ചെയ്യാൻ തുടങ്ങിയ ഇത് ഈ ഒരു ചിന്ത ഉദിച്ചത് ആരിലാണ്, ആരുടെ കാലഘട്ടത്താണ് തുടങ്ങിയത്, അത് ആരൊക്കെയായിരുന്നു എഴുത്തുകാര്, പിന്നെ എന്ത് സംഭവമാണ് അതിനോട് പിന്നെ കാരണമായത് ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം. മാരിക്കത്തുൽ യമാമയാണ് അല്ലെ. മാരിക്കത്തുൽ യമാമ ആരെ കാലത്ത് നടന്നാണ്? നമ്മുടെ അബൂബക്കർ അല്ലെ റളിയല്ലാഹു അൻഹുവിന്റെ ആ കാലഘട്ടത്തിൽ നടന്നാണ്. കുറെ ഹാഫിദീങ്ങൾ എന്തായി, ഷഹീദായി. ഹാഫിദീങ്ങൾ ഷഹീദായപ്പോ ഉമർ റളിയല്ലാഹു അൻഹുവാണ് എന്ത് ചെയ്തത്, ആദ്യമായിട്ട് ഇവരോട് പിന്നെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് എന്ത് ചെയ്തത്, ജംഉൽ ഖുർആനെ പറ്റി പറഞ്ഞത്. ഇങ്ങനെ നമുക്ക് ജംഇ ചെയ്യണം, കാരണം കുറെ ഹാഫിദീങ്ങൾ അന്ന് ഖുർആൻ എവിടെ എന്ത് ചെയ്തിട്ടില്ല, ക്രോഡീകരിക്കപ്പെട്ടിട്ടില്ല. കുറെ എല്ലുകളിലും കുറെ കല്ലുകളിലും അതേപോലെ കുറെ സ്വഹാബത്തിന്റെ ഹിഫ്ളായിട്ടൊക്കെ ഉണ്ടായിരുന്നത്. അപ്പൊ കുറെ ഹാഫിദീങ്ങൾ ഇങ്ങനെ മരണപ്പെടുമ്പോൾ സ്വഹാബത്തിന്, പ്രത്യേകിച്ച് ഉമർ റളിയല്ലാഹു ഭയപ്പെട്ടു, എന്ത് ഖുർആൻ ഇല്ലാതെയാകുമെന്ന്. അങ്ങനെയാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് എന്ത് ചെയ്യണത്, ഖുർആൻ ജംഇ ചെയ്യണം എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണ് ഖുർആൻ ജംഇ ചെയ്യുന്നതിന്റെ ആദ്യത്തെ കാര്യങ്ങൾ തുടങ്ങുന്നത് ആരാണ്? അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ്. പിന്നെ നമ്മൾ ഈ കാണുന്ന രൂപത്തിൽ പിന്നെ ഒരു ഖുർആന്റെ അവസ്ഥയിലേക്ക് എത്തിയത് ആരുടെ കാലത്താണ്? ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലാണ്. അതിന് ജംഉ സ്ഥാനി എന്ന് പറയുന്നത്, രണ്ടാം ജം എന്ന് പറയലുണ്ട്. ഓക്കെ, ജമാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖുർആൻ അലാ യദി, അതായത് അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ് എന്ത് ആദ്യമായിട്ട് ഖുർആൻ ജംഇ ചെയ്യാൻ തുടങ്ങിയത്. ഇത് ആരുടെ കരങ്ങളെ കൊണ്ടാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഖുർആൻ ജംഇ ചെയ്തത്? അബ്ദുല്ലാഹിൻ മസ്ഊദ് ആണോ, അബ്ദുല്ലാഹിൻ ഉമർ ആണോ, സെയ്ദ് ബിൻ സാബിത്ത് ആണോ, സെയ്ദ് ബിൻ ഹാരിസ് ആണോ? അറിയാം, ഇതൊക്കെ വളരെ ബേസിക് ചോദ്യമാണല്ലോ അല്ലെ. സെയ്ദ് ബിൻ സാബിത്ത് ആണ്, കാത്തിബുൽ വഹി എന്നൊക്കെ അറിയപ്പെട്ട ഒരു സ്വഹാബിയാണ് ആര്? സെയ്ദ് ബിൻ സാബിത്ത്. അപ്പോ സെയ്ദ് ബിൻ സാബിത്തിനോടാണ് പിന്നെ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഖുർആൻ എന്ത് ചെയ്യണം, ജംഇ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അതിന്റെ എഴുത്തുകൾ തുടങ്ങുന്ന ആരാണ്? സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു ആണ്. ഓക്കെ, ജംഉൽ ഖുർആൻ ഞാൻ പറഞ്ഞു, ജംഉൽ ഖുർആനും അതിന്റെ ക്രോഡീകരണം പഠിക്കൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ജംഉൽ ഖുർആൻ അവ്വലു മർറത്തിൻ ഫി ഖിലാഫത്തി അബൂബക്കർ റളിയല്ലാഹു അൻഹു ബഅദൽ അസ്വത്തിൽ യമാമ. യമാമ യുദ്ധങ്ങൾ പറഞ്ഞു. യമാമ യുദ്ധത്തിന് ശേഷം കുറെ ഹാഫിളീങ്ങൾ മരണപ്പെട്ടപ്പോൾ, ഷഹീദായപ്പോ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്തിന്റെ കാലഘട്ടത്തിലാണ് ആദ്യമായിട്ട് ഖുർആൻ ജംഇ ചെയ്തത്. അപ്പൊ ആദ്യമായിട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലാണ്. ഷഹീദത്ത് ഫിൽ മഅരിക്കത്തി 70 മിൻ റിജാൽ ഹഫാദ്, ഹാഫിളീങ്ങളായിട്ടുള്ള 70ഓളം ഹാഫിളീങ്ങൾ ഈ മഅരിക്കത്തുൽ യമാമയിൽ എന്തായി, ഷഹീദായി. അങ്ങനെ ഹൈസു കല്ലഫൽ ഖലീഫ സ്വഹാബി ഷഹീദ് സെയ്ദ് ബിൻ സാബിത്ത് അൽ അൻസാരി യജ്മഅൽ ഖുർആന ഫീ മുസ്ഹഫിൻ വാഹിദിൻ, ഒരൊറ്റ പതിപ്പായിട്ട് ഖുർആനെ ജംഇ ചെയ്യണമെന്ന് ഖലീഫ ഏൽപ്പിച്ചത് ആരെയാണ്? സെയ്ദ് ബിൻ സാബിത്ത് അൽ അൻസാരിയാണ്. ഓക്കെ, കാനൽ മുസ്ഹഫു ബഅദ ഉമർ ഇന്ദ ഉസ്മാൻ. അങ്ങനെ ഈ മുസ്ഹഫ് എന്തായി, ഉമർ റളിയല്ലാഹുവിന്റെ കാലഘട്ടം കഴിഞ്ഞപ്പോ പിന്നെ ആരെ അടുത്തായിരുന്നു? ഉസ്മാൻ റളിയല്ലാഹുവിന്റെ അടുത്തായിരുന്നു. ബഅദഹു, ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കാലഘട്ടം കഴിഞ്ഞപ്പോൾ ഹഫ്സ റളിയല്ലാഹു അൻഹ, അവരോട് ഹഫ്സ ബീവിയുടെ
അടുത്തുമായിരുന്നു ഖുർആൻ ഉണ്ടായിരുന്നത്. ഓക്കെ, ഈ ജംഉൽ ഖുർആനു സാനി എന്ന് ആരെ പറയാറുണ്ട്? പിന്നെ ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിന് പറയാറുണ്ട്. രണ്ടാം ജം എന്ന് പറയലുണ്ട്. അപ്പൊ അതൊന്നും എന്ത് ചെയ്യാ, ഒന്ന് ഓർത്തു വെക്കുക. ഓക്കെ, അതാ ജംഉൽ ഖുർആൻ സാനി ദുവിന സാനിയം ഫി ഖിലാഫത്തി ഉസ്മാൻ റളിയല്ലാഹു അൻഹു. അപ്പൊ ജംഉൽ ഖുർആൻ അവ്വല് അബൂബക്കർ റളിയല്ലാഹു അൻഹു, സാനി എന്ന് പറയുന്നത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു. ഈ ജംഇ ചെയ്യാൻ നിർദ്ദേശിച്ചത് ആരാണ്? ഉമർ റളിയല്ലാഹു അൻഹു ആണ്. അത് എഴുതാൻ തുടങ്ങിയത് സെയ്ദ് ഇബ്നു സാബിത്ത് ആണ്. അതിലേക്ക് പോയ സംഭവം എന്ന് പറയുന്നത് യമാമ യുദ്ധമാണ്. 70ഓളം ഹാഫിളുകൾ ആ എണ്ണം ഇമ്പോർട്ടന്റ് ആണ്. 70ഓളം ഹാഫിളുകൾ എന്തായിട്ടുണ്ട്? ഷഹീദായിട്ടുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്താൽ മതി? ജംഉൽ ഖുർആനിൽ പഠിച്ചാൽ മതി. ഓക്കെ, ഹലോ സർ, അതോടൊപ്പം തന്നെ ഈ ഉമർ ജംഉൽ റളിയല്ലാഹുവിന്റെ കാലം കഴിഞ്ഞപ്പോൾ ആരെ കയ്യിലേനു? എങ്ങനെ ഉമർ റളിയല്ലാഹുവിന്റെ കാലം കഴിഞ്ഞപ്പോഴേ അത് ആരെ ഇതില് കയ്യിലേനു? സാബീവിന്റെ കയ്യിലേനു? എഴുതിയ ഓർഡർ ചെറിയ വ്യത്യാസം ഉണ്ട് കേട്ടോ. അതായത് ഈ ഹഫ്സ ബീവിന്റെ അടുത്ത് നിന്നല്ലേ ഉസ്മാൻ റളിയല്ലാഹുവിന് കിട്ടുന്നത്? അങ്ങനല്ലേ സാർ വരുന്നേ? അങ്ങനെയാണ് വരുന്നത്. അത് ഇത് എഴുതിയടുത്തുള്ള മിസ്സിംഗ് ആണ്. ഓക്കെ, ഞാൻ അങ്ങനെ വായിച്ചത് തിരിച്ചാണോ വായിച്ചേ? അങ്ങനെയാണ് ഞാൻ കേട്ടത്. ഉസ്മാൻ റളിയല്ലാഹു പിന്നെ അഫ്സാർ എന്ന് പറഞ്ഞത്. കേട്ടോ, ഞാൻ അതിലുള്ള പോലെയാണ് വായിച്ചത് അല്ലേ. ഓക്കെ, സംഭവം എന്റെ അത് ടൈപ്പ് ചെയ്ത് കൊടുത്തുള്ള ഒരു സംഭവമായിരിക്കും. അതായത് ഹഫ്സ ബീവിന്റെ അടുത്ത് നിന്നാണ് പിന്നെ എന്ത് ചെയ്യണത്? ഉസ്മാൻ റളിയല്ലാഹു അൻഹു വാങ്ങിയിട്ട് എന്ത് ചെയ്യണത്? അത് ഒന്നുകൂടെ അതിന്റെ ജംഉ സാനി എന്ത് ചെയ്യുന്നത്? നടത്തുന്നത്. ഓക്കെ ഓക്കെ, ജസാക്കല്ലാഹ്. ഇനി നമ്മള് ഖുർആൻ എഴുതുമ്പോ നമുക്കറിയാം കുത്താബുൽ വഹിയിലെ വഹിയെഴുത്തുകാരെന്ന് പറഞ്ഞിട്ട് ആരൊക്കെയായിരുന്നാണ്? സെയ്ദ് ഇബ്നു സാബിത്ത് ആണോ? മുആദ് ഇബ്നു ജബൽ ആണോ? അബൂബക്കർ സിദ്ദീഖ് ആണോ? ഇവരൊക്കെ കുത്താബുൽ വഹി ആണോ? ഒന്ന് അറ്റൻഡ് ചെയ്യുക. 2019 കാറ്റഗറി 4 ചോദിച്ചതാണ് കുത്താബുൽ വഹി എന്ന് പറയുന്നത് ആരാണെന്ന്. നമുക്കറിയാം, പിന്നെ ഇത് പെട്ടെന്ന് സെയ്ദ് ഇബ്നു സാബിത്ത് എന്ന് കാണുമ്പോൾ എന്ത് ചെയ്യും? സെയ്ദ് ഇബ്നു സാബിത്ത് ആയിരിക്കും എന്ന് ചിലപ്പോ നമ്മള് പിന്നെ ഓപ്ഷൻ കൊടുക്കാൻ സാധ്യതയുണ്ട്. മനസ്സിലാക്കേണ്ടത് സെയ്ദ് ഇബ്നു സാബിത്ത് മെയിൻ കാത്തിബായിരുന്നു. പക്ഷെ ഈ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹും അതുപോലെ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒക്കെ എന്തായിട്ടുണ്ട്? വഹി എഴുത്തുകാരായിട്ടുണ്ട്. അപ്പോ അൽ ജമീ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഈ കാണുന്ന ആളുകളൊക്കെ എന്തായിരുന്നു? വഹി എഴുത്തുകാരായിരുന്നു. സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നു സുബൈർ, സഈദ് ഇബ്നു ആസ്, അബ്ദുറഹ്മാൻ ഇബ്നു ഹാരിസ്, അലി റളിയല്ലാഹു അൻഹു, മുആവിയ റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹിൻ മസ്ഊദ്, ഉബയ്യ് ഇബ്നു കഅബ്, മുആദ് ഇബ്നു ജബൽ, ഈ ആളുകളൊക്കെ എന്തായിരുന്നു? വഹി എഴുത്തുകാരായിരുന്നു. പക്ഷെ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളെന്ന് പറഞ്ഞാൽ സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു തന്നെയായിരുന്നു. ഓക്കെ, അപ്പോ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, ഇനി ഖുർആന്റെ ഓരോ സൂറത്തുകൾക്ക് ഓരോ പേരുകളൊക്കെ ഉണ്ട് അല്ലെ. കൽബുൽ ഖുർആൻ ഉണ്ട്, അങ്ങനെ കുറെ പേരുകളുണ്ട്. അറൂസുൽ ഖുർആൻ എന്ന് പറയുന്ന ഖുർആനിന്റെ പിന്നെ എന്താ പറയാ മണവാളല്ലേ, പുതിയ പുതുമണവാളം എന്നൊക്കെ പറയില്ല, അറൂസ്. അപ്പൊ അറൂസുൽ ഖുർആൻ എന്ന് പറയപ്പെടുന്ന സൂറത്ത് ഏതാണ് എന്നൊരു ചോദ്യമുണ്ട്. സൂറത്തുർ റഹ്മാൻ ആണോ? ഫാത്തിഹ ആണോ? യാസീൻ ആണോ? ഇഖ്ലാസ് ആണോ? അറ്റൻഡ് ചെയ്യാം. ഓക്കെ, അറൂസുൽ ഖുർആൻ, ഖുർആനിന്റെ പിന്നെ ഈ വിവാഹം അന്വേഷിക്കുന്ന ആളുകൾക്കൊക്കെ പിന്നെ ഈ സൂറത്ത് ഓതിയാല് പിന്നെ അതിന്റെ ഒരു ബെനിഫിറ്റ് ഒക്കെ ഉണ്ട് എന്നുള്ളതൊക്കെ കേട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനത്തെ ഒരു സൂറത്താണത്. സൂറത്തുർ റഹ്മാൻ, സൂറത്തുൽ ഫാത്തിഹ, സൂറത്ത് യാസീൻ. ഓക്കെ, കറക്റ്റ് ആൻസർ സൂറത്തുർ റഹ്മാൻ ആണ്. സൂറത്തുർ റഹ്മാൻ ആണ് ഖുർആനിന്റെ അറൂസുൽ ഖുർആൻ എന്ന് അറിയപ്പെടുന്ന സൂറത്ത്. ഓക്കെ, ഇനി ഓരോ സൂറത്തിന്റെ പ്രധാനപ്പെട്ട പേരുകളാണ്. സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ഉമ്മുൽ ഖുർആനി, അസാസുൽ ഖുർആനി, അദ്ദുആ, സൂറത്തുൽ ഹംദ്, സബ്ഉൽ മസാനി, ഇങ്ങനെ പേരുകളൊക്കെ ഉണ്ട്. ഇതൊക്കെ PYക്ക് വന്നിട്ടുണ്ട് കേട്ടോ. എല്ലാ PYക്കും ഉൾപ്പെടുത്തിയാൽ നമ്മളെ ക്ലാസ് പിന്നെ അങ്ങനെ നീണ്ടു പോകുന്നുള്ളതുകൊണ്ടാണ് ഉൾപ്പെടുത്താറുണ്ട്. പിന്നെ സൂറത്തുൽ ബക്കറക്കൽ ഫിസ്ത്വാത്തുൽ ഖുർആനി, സൂറത്തുൽ സഹ്റാ, സൂറത്തുൽ കുർസി എന്നിവരുണ്ട്. അതുപോലെ സൂറത്തുൽ ഇഖ്ലാസിന് സൂറത്തുൽ അസാസി. ഈ അസാസിയും അസാസുൽ ഖുർആനും മാറിപ്പോരുത്. അസാസുൽ ഖുർആൻ ഫാത്തിഹയുടെയാണ്. സൂറത്തുൽ അസാസി സൂറത്തുൽ ഇഖ്ലാസിന്റെയാണ്. സൂറത്തുൽ തൗഹീദ്, സൂറത്തുൽ സമദ്. സമദ് പിന്നെ എന്തായാലും നമുക്ക് തെറ്റൂല അല്ലെ, ആയത്തിലുണ്ടല്ലോ. പിന്നെ സൂറത്ത് യാസീനാണ് കൽബുൽ ഖുർആൻ. സൂറത്തുൽ അലീമത്തിന് ഇൻദല്ലാഹ് അല്ലെ, സൂറത്തു ഹബീബ് നജ്ജാർ, അതുപോലെ സൂറത്തുൽ അസീസ, ഇങ്ങനെയൊക്കെ പേര് ആരുണ്ട്? യാസീന് സൂറത്തിനുണ്ട്. അപ്പൊ ഓരോ സൂറത്തുകളുടെ ഓരോ പ്രസിദ്ധമായ പേരുകളൊക്കെ എന്ത് ചെയ്യാം ഒന്ന് അറിഞ്ഞിരിക്കല് പിന്നെ നല്ലതാണ്. ഓക്കെ,
പിന്നെ നമുക്കറിയാം നമ്മളെ ഉമറൈനി എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആരെ കുറിച്ചിട്ടാണ്? അബൂബക്കർ റളിയല്ലാഹുവിനെ കുറിച്ചിട്ടും അതോടൊപ്പം ഉമർ റളിയല്ലാഹുവിനെ കുറിച്ചിട്ടും ഉമറൈനി എന്ന് പറയാറുണ്ട്. ഫമൽ മുറാദു ബിയ സഹ്റാവൈൻ. പക്ഷെ നമ്മൾ സഹ്റാവൈൻ എന്ന് ഉദ്ദേശിക്കുന്നത് എന്തിനെ കുറിച്ചിട്ടാണ്? ദുനിയാവിനെയും ആഖിറത്തിനെയും കുറിച്ചിട്ടാണോ? അതോ ബുഖാരി മുസ്ലിമിനെ കുറിച്ചിട്ടാണോ? അതോ കൽബു വൽ ഇൻസാൻ മനുഷ്യന്റെ ഹൃദയത്തെ കുറിച്ചിട്ടാണോ? അതോ സൂറത്തുൽ ബക്കറയും സൂറത്ത് ആലിമ്രാനെ കുറിച്ചിട്ടാണോ? അറിയോ? ഒന്ന് അറ്റൻഡ് ചെയ്യാം. ഈ സഹ്റാവൈൻ എന്നുള്ളത് പിന്നെ ഒരാളുടെ കിതാബിന്റെ പേരാണല്ലോ. നമ്മുടെ ഷാവറുല്ലാ ദഹ്ലവിക്കാണോ സഹ്റാവൈൻ എന്ന് പേരുള്ള കിതാബ്? തോന്നുന്നുണ്ട്. അതെ. അതെ ഷാവറുല്ലാ ദഹ്ലവിക്കാണ്. അപ്പോ ആ കിതാബിന്റെ പേരനെ സഹ്റാവൈൻ ആണ്. അതിൽ വരുന്ന സംഭവം തന്നെയാണ്. ഏതാണ്? നമുക്കറിയാം പിന്നെ സൂറത്തുൽ ബക്കറ അതേപോലെ സൂറത്തു ആലിമ്രാൻ ആണ് അല്ലെ? അതാണ് കറക്റ്റ് ആൻസർ. ബുഖാരി മുസ്ലിമിനെ കുറിച്ച് നമുക്കറിയാം. അവിടെ എന്ത് പറയും? മുത്തഫഖുൻ അലൈഹി അതുപോലെ ഷെയ്ഖാനി എന്നൊക്കെ പറയാറുണ്ട് ബുഖാരി മുസ്ലിമിനെ കുറിച്ച്. ഈ ഖുർആനിലെ അഅ്ലമു ആയത്ത് ഫിൽ ഖുർആൻ വറദത്ത് ഫീ സൂറത്ത്. ഖുർആനിലെ ഏറ്റവും വലിയ ആയത്ത് എന്ന് പറയുന്നത് ഏതാണ്? നമുക്കറിയാം സൂറത്തു ആയത്തു ദൈൻ ആണ് അല്ലെ? ദൈനെ കുറിച്ചിട്ടുള്ള ആയത്താണ്. അത് ഏത് സൂറത്തിലാണ് വന്നിട്ടുള്ളത്? നമുക്കറിയാം ഖുർആനിലെ ഏറ്റവും വലിയ സൂറത്ത് ഏതാണ്? ഏറ്റവും വലിയ സൂറത്തിൽ തന്നെയാണ് ഏറ്റവും വലിയ ആയത്തുള്ളത്. അങ്ങനെ പഠിച്ചാൽ മതി. അപ്പൊ ഏതാണ്? സൂറത്തുൽ ബഖറയാണ്. പിന്നെ ഓക്കെ. അതോടൊപ്പം അബസ വതവല്ല അൻജാഉൽ അഅമ സൂറത്ത് നമുക്കറിയാം. മനിൽ മുറാദു ബിൽ അഅമ ഫി ഹാദിഹിൽ ആയ. ഇവിടെ അഅമ എന്ന് ഉദ്ദേശിക്കുന്നത് ആരെ കുറിച്ചിട്ടാണ്? സാർ ഒന്ന് ആ വോയിസിൽ ഒന്ന് മ്യൂട്ട് ചെയ്യട്ടാ. ഓക്കെ. നമുക്കറിയാം ആരാണ് അബസ അഅമ എന്ന് പറയുന്നത്? അബ്ദുല്ലാഹിബ്നു ഉമ്മു മക്തൂമിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇതൊക്കെ നമുക്ക് അറിയുന്നതാണ്. ഞാൻ പറഞ്ഞു അറിയുന്ന കാര്യങ്ങൾ നമ്മളൊന്ന് ഓർത്തെടുക്കുക എന്ന് മാത്രമേ നമ്മൾ ഈ സെഷനിൽ ഉദ്ദേശിക്കുന്നുള്ളൂ. ഓക്കെ. ഉമ്മു മക്തൂമാണ്. യാ അയ്യുഹല്ലദീന ആമനു ഇദാ ജാഅക്കും ഫാസിഖും ബിനബഇൻ ഫതബയ്യനു. അല്ലെ? ഈ ആയത്ത് ഇറങ്ങിയത് ആരിലാണ്? അതായത് നിങ്ങളിലേക്ക് ഒരു ഫാസിഖ് വന്നിട്ട് നിങ്ങളോട് എന്തെങ്കിലും ഒരു കാര്യം ഒന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഫതബയ്യനു. നിങ്ങൾ അതിനെ കുറിച്ച് അതിന്റെ വ്യക്തത നിങ്ങൾ മനസ്സിലാക്കണം, നിജസ്ഥിതി മനസ്സിലാക്കണം. അല്ലാതെ ഒരാളൊരു കാര്യം വന്ന് പറയുമ്പോൾ അത് നേരെ മറ്റുള്ളവർക്ക് ഫോർവേഡ് ചെയ്യുന്നതിന് പകരം ആ കാര്യത്തെ കുറിച്ച് ഇത് ഉള്ളതാണോ ഇല്ലതല്ലേ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന് അറിഞ്ഞിരിക്കണം എന്നൊരു പ്രസക്തിയുള്ള ഒരു ആയത്താണ്. ഈ ആയത്ത് ഇറങ്ങിയത് ആരിലാണെന്ന്? വലീദ് ഇബ്നു ഉഖബയാണോ? ഖാലിദ് ബിൻ വലീദ് ആണോ? അതോ മുനാഫിഖുകളെ പറ്റിയിട്ടാണോ? അതോ ഇതെല്ലതും സ്വയാണോ? 2023 ചോദിച്ച ചോദ്യമാണ്. ഓക്കെ. ഇത് വലീദ് ഇബ്നു ഉഖബയിലാണ് ഇത് ഇറങ്ങിയിട്ടുള്ളത്. അപ്പൊ ഖുർആനിന്റെ ഇതെല്ലാ ആയത്തിലും നമുക്ക് സബബുൻ നുസൂൽ ഉണ്ടാവില്ല. ഇപ്പോ നമ്മൾ അബ്ദുല്ലാഹിബ്നു ഉമ്മു മക്തൂമിനെ കണ്ടല്ലോ. ഏത്? അൻജാഉൽ അഅമ. ഇപ്പോ അടുത്താണ് ഏത്? ഈ ഫാസിക്ക്. ഇതോട് ഉദ്ദേശിക്കുന്ന ആരാണ്? അപ്പൊ ഇത്തരത്തില് ഖുർആനിലെ പ്രധാനപ്പെട്ട ചില ആയത്തുകളൊക്കെ ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് അത് എളുപ്പം കിട്ടാന് ഒരു മാർഗം എന്ന് പറഞ്ഞാല് നിങ്ങളെ കയ്യിൽ പിന്നെ തഫ്സീറുൽ ജലാലയുടെ PDF ഉണ്ടെങ്കിൽ അതില് ഈ സഞ്ജയ് സാറേ മ്യൂട്ട് ആയിട്ടുണ്ട് കേട്ടോ. വോയിസ് കേൾക്കുന്നില്ല കേട്ടോ. ഓക്കെ. ഇത് ആരാണ് മ്യൂട്ട് ആക്കിയെന്ന് അറിയില്ല കേട്ടോ. ഞാൻ മ്യൂട്ട് ആക്കിയിട്ടില്ല. ഇപ്പൊ ഓക്കെ അല്ലേ സൗണ്ട്? ഓക്കെയാണ്. ഓക്കെ. അത് ആരോ മ്യൂട്ട് ആക്കിയതാണ്, ഞാൻ ചെയ്തതല്ല. ഞാൻ സ്ക്രീനിലാണ് ഉള്ളത്, എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഓക്കെ. അപ്പൊ നമ്മള് പ്രധാനപ്പെട്ട ഈ സബബുൻ നുസൂൽ അറിഞ്ഞിരിക്കണം. അതോടൊപ്പം അടുത്തൊരു സബബുൻ നുസൂലാണ് അല്ലെ? ഈ പിന്നെ ഖുർആനില് ഫീ ജീദിഹ ഹബ്ലുൻ മിൻ മസദ് തബ്ബത് യദാ അല്ലെ? ആ സൂറത്തില് ഇറങ്ങിയിട്ടുള്ള ഫീ ജീദിഹ എന്ന് പറഞ്ഞിട്ട് ഹബ്ലുൻ മിൻ മസദ്. അവിടെ മൻ ഹാദിഹിൽ മർഅത്ത്, ഏതാണ് സ്ത്രീ? നമുക്കറിയാം ആ സൂറത്തൊന്ന് അതിന്റെ സ്റ്റാർട്ടിങ് ഓതി നോക്കിയാൽ മതി, അപ്പൊ തന്നെ മനസ്സിലാവും ഇത് ആരതാണെന്നുള്ളത് അല്ലെ? ഉഖ്തുൽ വഹ്ഷിയുടെ സഹോദരിയാണോ? അബു ലഹബിന്റെ ഭാര്യയാണോ? അബൂ സുഫിയാന്റെ ഭാര്യയാണോ? അബൂ ജഹലിന്റെ മകളാണോ? അല്ലെ?
ആ സൂറത്ത് നമ്മളൊന്ന് സ്റ്റാർട്ടിങ് ഓതി വെക്കിയാൽ മതി. തബ്ബത്ത് യദാ അബീ ലഹബിലെ. അപ്പൊ അബീ ലഹബിന്റെ ഭാര്യയാണ്, സൗജത്തു അബീ ലഹബാണ്. മനസ്സിലായോ? അപ്പോ ഇതൊക്കെ കാണുമ്പോൾ മനസ്സിലാവും ഇത്രയും പിന്നെ സിമ്പിൾ ആണോ. അപ്പോ നിങ്ങളുടെ ആദ്യമേ പറഞ്ഞാണ് ഇത്രയും സിമ്പിൾ ആണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് അറിയ കാര്യം തന്നെ നമ്മളൊന്ന് റിപ്പീറ്റ് ചെയ്ത് നോക്കണം. ഓക്കെ. സാറേ സബബ് നുസൂൽ ഇട്ട എന്താ പറഞ്ഞ സാറ് കേട്ടില്ല. ജലാലിനിന്റെ സബബുൻ നുസൂലിന് നമുക്ക് ഒന്നെന്താ വെച്ചാൽ നമ്മൾ തഫ്സീർ കൃത്യമായിട്ട് പഠിക്കുക എന്നുള്ളതാണ് സബബുൻ നുസൂൽ പഠിക്കാനുള്ള മാർഗം. അപ്പൊ അതിന് നമ്മൾക്കിപ്പോ ഏറ്റവും ഷോർട്ടായിട്ടുള്ള ഒരു തഫ്സീർ എന്ന് പറഞ്ഞാല് ഏറ്റവും ഷോർട്ടായിട്ട്, അതിനേക്കാളും ഷോർട്ടായിട്ട് ഞാൻ ഇതുവരെ ഒരു തഫ്സീർ കണ്ടിട്ടില്ല. പിന്നെ നമ്മുടെ ഉസ്താദ്മാര് പറയുന്നതാണ് ഏറ്റവും ഷോർട്ടായിട്ടുള്ള തഫ്സീർ എന്ന് പറഞ്ഞാൽ തഫ്സീർ ജലാലൈനിയാണ് അല്ലെ. തഫ്സീർ ജലാലൈനിയാണ് ഏറ്റവും ഷോർട്ടായിട്ടുള്ള തഫ്സീർ കണ്ടതിൽ വെച്ചിട്ട്. അപ്പൊ അത് ഖുർആൻ ഓതുന്ന പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, തഫ്സീർ നോക്കാൻ പറ്റും. നിങ്ങള് അത് നമുക്ക് വാങ്ങാൻ കിട്ടും. ചെറിയൊരു ഖുർആന്റെ അതേ അത്ര കട്ടിയുള്ള ഒരു കിതാബാണ്. അപ്പൊ അതിന്റെ ഒരു ഭാഗം ഖുർആനും ഉണ്ടാവും. അത്രേ ഉള്ളൂ. ഖുർആനിന്റെ അതേ കണ്ടന്റിനെ നേരെ സൈഡിൽ ഉണ്ടാവും. അപ്പൊ അത് ഏതേലൊക്കെ നമുക്ക് ഒഴിവുള്ള സമയത്ത് ഖുർആൻ ഓതുമ്പോ ഇത് ഓതിയാൽ മതി. മനസ്സിലായോ? ആ ഒരു പേജ് ഓതുമ്പോ ജസ്റ്റ് നോക്കുക. അപ്പൊ അതിലുണ്ടാവും പിന്നെ നസലത്ത് ഫീ എന്ന് പറഞ്ഞിട്ട് ഇത് ഇയാളിൽ ഇറങ്ങിയതാണ്, ഇത് ഇയാളിൽ ഇറങ്ങിയതാണ്. പക്ഷെ അത് എല്ലാ ആയത്തിലൊന്നുമില്ല, വളരെ കുറച്ചുള്ളൂ. അങ്ങനെ ഇറങ്ങിയത് നസലത്ത് എന്ന് കാണുന്ന സംഭവങ്ങൾ മാത്രം എന്ത് ചെയ്താൽ മതി, പ്രത്യേകം നോട്ട് ചെയ്തിട്ട് ഒരു നോട്ടിലേക്ക് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യും, പ്രധാനപ്പെട്ട ആയത്തുകൾ ഇത് ആരിൽ ഇറങ്ങിയതാണെന്ന് കിട്ടും ചെയ്യും. പിന്നെ ആൻസർ എത്താൻ പറ്റും. കാരണം ഇതിപ്പോ 2023 വരെ ചോദിച്ചിട്ടുണ്ട് ഈ സബബുൻ നുസൂലിന്റെ സംഭവം. ഓക്കെ. അപ്പോ മറ്റു തഫ്സീറൊക്കെ നോക്കിയാലും കുറെ സബബുൻ നുസൂൽ കിട്ടും. പക്ഷെ ഏറ്റവും നിങ്ങൾക്ക് ഷോർട്ട് ആയിട്ടുള്ള ഒരു തഫ്സീർ ആണ് തഫ്സീർ ജലാലൈനി. അതുകൊണ്ടാണ് അത് സജസ്റ്റ് ചെയ്തത്. ഓക്കെ. അടുത്തത് നിങ്ങൾ തെറ്റിക്കാൻ കൂടുതൽ സാധ്യതയുള്ള ചോദ്യമാണ് റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സ്വഗീറ. ഇത് പിന്നെ ഇബ്നു മസ്ഊദ് പറഞ്ഞതാണോ അതോ റസൂലുള്ളാഹിന്റെ ഹദീസാണോ അതോ ഇബ്നു അബ്ബാസ് പറഞ്ഞാണോ അതോ ഖുർആൻ ആയത്താണോ? വളരെ ഇത് ഞാൻ പറഞ്ഞല്ലോ ഇത്തരത്തിൽ കൺഫ്യൂസ്ഡ് ആവും. ഇത് ഞാൻ വേറൊരു സ്ഥലത്ത് ചോദിച്ച സമയത്ത് രണ്ട് ആൻസറൊക്കെ വന്നിരുന്നു. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സ്വഗീറ. ഇത് ഡൗട്ട് വരുന്നത് ഇത് ഹദീസാണോ ഖുർആനാണോ എന്നുള്ളതാണ്. ഓക്കെ. അറിയാം ഇതെന്താണ്, ഖുർആൻ ആയത്താണ്. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സ്വഗീറ എന്നുള്ളത് ഖുർആൻ ആയത്താണ്. അപ്പോ ഏതൊക്കെയാണ് ഖുർആൻ ആയത്തുകൾ, ഏതൊക്കെയാണ് ഹദീസ് എന്നുള്ളത് അറിഞ്ഞിരിക്കണം. അപ്പൊ അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഇന്ന് മുതൽ ഖുർആൻ ഓതുന്ന ഒരു ശീലം ഉണ്ടാക്കിയെടുക്കണം എന്നാണ്. അത് നിങ്ങൾ കുറെ പേജുകളൊന്നും ഓതിയിട്ടില്ലെങ്കിലും ഖുർആൻ ഓതുന്ന ഒരു ശീലം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഡെയിലി ഏറ്റവും ബെറ്റർ സമയം എന്ന് പറഞ്ഞാല് ഒന്ന് പിന്നെ ഇതാണ് സുബിഹി നിസ്കരിച്ച ഉടനെ, പിന്നെ മഗ്രിബ് നിസ്കരിച്ച ഉടനെയാണ്. ഈ രണ്ട് സമയത്ത് ഒന്ന് രാവിലെ 2 പേജും അല്ലെങ്കിൽ നിങ്ങൾക്ക് കഴിയുന്ന ഒരു കുറച്ച് പേജുകൾ ഓതിയാൽ എക്സാമിന് മാത്രമല്ല മൊത്തത്തിൽ നമുക്ക് ജീവിതത്തിൽ എന്ത് ചെയ്യും, ഒരു ബറക്കത്തുണ്ടാവും. ഓക്കെ. അപ്പൊ ഖുർആൻ ആയത്തുകൾ ഏതൊക്കെയാന്ന് അറിയണമെങ്കിൽ ഖുർആൻ നമ്മൾ എന്ത് ചെയ്യണം, ഒരു വട്ടെങ്കിലും നമ്മൾ ഓതിയിരിക്കണം. ഇത്തരത്തിൽ കുറെ ആയത്തുകൾ ചോദിക്കാറുണ്ട് കേട്ടോ, ഇത് ഖുർആൻ ആയത്താണോ എന്നുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത്, അതാകെ ഒരു PVക്ക് ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഇനി ഹദീസിനെ കുറിച്ചൊരു ബേസിക് ആയിട്ടുള്ള കാര്യം നമുക്ക് അറിഞ്ഞിരിക്കണം. എന്താണ് ഹദീസ്? നമുക്കറിയാം, പ്രവൃത്തി അല്ലെങ്കിൽ വാക്ക് അല്ലെങ്കിൽ റസൂലുള്ളാഹിന്റെ അവിടുത്തെ സമ്മതം, ഇതിനെ കുറിച്ചിട്ടാണ് നമ്മൾ എന്താ പറയാ ഹദീസ് എന്ന് പറയുന്നത്. ഖുർആന് ശേഷം നമ്മുടെ രണ്ടാമത്തെ അസ്ല് എന്ന് പറയുന്ന, ഒന്നാമത്തെ അസ്ല് എന്ന് പറഞ്ഞാൽ ഖുർആനാണ്. രണ്ടാമത്തെ അസ്ല് എന്ന് പറയുന്നത് ഏതാണ്? നമ്മുടെ ഹദീസുൻ നബവിയാണ്. ഇന്ന അബൂ ഹുറൈറ കാന അക്സറ നാസി മിൻ ഹദീസിൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹിന്ന് കുറെ ആളുകൾ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം ബുഖാരി ഒക്കെ എടുത്ത് നോക്കുമ്പോൾ ബുഖാരിയിൽ നമുക്കറിയാം പിന്നെ നമ്മളൊരു 50 ഹദീസും എടുക്കുകയാണെങ്കിൽ അതിലൊരു 30 ഹദീസും റിപ്പോർട്ട് ചെയ്ത ആരായിരിക്കും? അന്നബി ഹുറൈറ എന്നായിരിക്കും. അപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആണ് ഏറ്റവും കൂടുതൽ ഹദീസുകൾ റസൂലുള്ളാഹിൽ നിന്ന് കേട്ട് പിന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അവലുമൻ ഹദീസ റസ്മിയൻ ഹുവ ശിഹാബുദ്ദീൻ സുഹ്രി. അതായത് ആദ്യമായിട്ട് ഹദീസുകൾ ഔദ്യോഗികപരമായിട്ട് ഹദീസ് ക്രോഡീകരിച്ച ആരാണ്? ശിഹാബുദ്ദീൻ സുഹ്രി എന്നവരാണ്. ഫി അവാഖിറിൽ ഖർനിൽ അവലി പിന്നെ ഇംതിസാലി അംരി ഉമർ ബിൻ അബ്ദുൽ അസീസ്. ഉമർ ബിൻ അബ്ദുൽ അസീസിന്റെ അദ്ദേഹത്തിന്റെ പിന്നെ നിർദ്ദേശം സ്വീകരിച്ച് 1-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ശിഹാബുദ്ദീൻ സുഹരി എന്നവരാണ് ഔദ്യോഗികപരമായിട്ട് റസ്മിയായിട്ട് ഖുർആൻ എന്ത് ചെയ്തത് പിന്നെ ക്രോഡീകരിച്ചിട്ടുള്ളത്. യുഅ്തബറു അൽ മുവത്ത ലിൽ ഇമാം മാലിക് ബിൻ അനസ് അവ്വൽ കിതാബിൻ കാമിൽ ഫിൽ ഹദീസ്. നമുക്കറിയാം ഒരു ഹദീസിലെ ആദ്യമായിട്ട് ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഗ്രന്ഥം എന്ന് പറയുന്നത് ഏതാണ്? ഇമാം മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹുവിന്റെ
മുവത്തഹ് എന്ന ഗ്രന്ഥമാണ്. വളരെ ചെറിയൊരു ഗ്രന്ഥമാണ് അല്ലെ? മുവത്തഹ് നിങ്ങൾ ഓതിയിട്ടുണ്ടെങ്കിൽ അറിയാം, ചെറിയൊരു ഗ്രന്ഥമാണ്. ഈ ഗ്രന്ഥമാണ് ഹദീസിലെ ആദ്യമായിട്ട് ക്രോഡീകരിക്കപ്പെട്ടിട്ടുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഗ്രന്ഥം എന്ന് പറയുന്നത് അതാണ് ഇമാം മാലിക് ബിൻ അനസിന്റെ മുവത്തഹ് ആണ്. ഇതൊക്കെ PYQ വന്നിട്ടുള്ളതാണ് കേട്ടോ. റസൂലുള്ളാഹിനെ കുറിച്ചിട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ബേസിക് ആയിട്ടുള്ള നോളജ് നമുക്ക് ഉണ്ടായിരിക്കണം. റസൂലുള്ള ജനിച്ചതെന്നാണ്, വഫാത്തായതെന്നാണ്, എന്നാണ് നുബുവത്ത് കിട്ടിയത്, എത്ര കാലം മക്കയിൽ ജീവിച്ചു, എത്ര കാലം മദീന ജീവിച്ചു, എന്നാണ് ഹിജ്റ പോയത്, പിന്നെ അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ ഉലിദ മുഹമ്മദ് അബ്ദുല്ലാ ബിൻ അബ്ദുൽ മുത്തലിഫ് മക്ക ഉമ്മുൽ ഖുറ എന്നൊക്കെ മക്കൾക്ക് പേരുണ്ട് അല്ലെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചതെന്നാണ് മീലാദിയ 571 പിന്നെ റസൂലുള്ള വഫാത്താകുന്നത് 632 മീലാദിയയിലാണ്. പിന്നെ റബീഉൽ അവ്വൽ 12 ഹിജ്റ 11 വർഷം. അപ്പൊ ഹിജ്റ എത്രാം വർഷം എന്നുള്ളത് നോക്കി വെക്കുക, 11ാമത്തെ വർഷമാണ്. അപ്പൊ ഇത് പഠിക്കാൻ വേറൊരു മെത്തേഡ് ഉണ്ട്. കാരണം ഖിലാഫത്തുർ റാഷിദ് അല്ലെ, ഖുലഫാഉർ റാഷിദുകൾ ഭരണം തുടങ്ങുന്നത് എന്താണ്? ഹിജ്റ 11 കാരണം റസൂൽ വഫാത്തായ ആ വർഷം തന്നെയാണല്ലോ പുതിയ ഭരണം വേണമല്ലോ. ഹിജ്റ 11 മുതൽ 40 വരെയാണ് ഖിലാഫത്തുർ റാഷിദ് ഉള്ളത്. അപ്പൊ ആ വർഷമാണ് റസൂൽ വഫാത്തായിട്ടുള്ളത്. അർദാത്ത് നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹലീമ ബിൻത്ത് ഹലീമ ബീവിയാണ് റസൂലുള്ളാഹിക്ക് മുല കൊടുത്ത് നമുക്കറിയാം. അതോടൊപ്പം ആയിഷ ബീവി റസൂലുള്ളാഹിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ഈ ഒരു വരി, കാന ഖുലുഖുൻ നബി അൽ ഖുർആൻ, നബിയുടെ സ്വഭാവം എന്ന് പറഞ്ഞതാണ് ഖുർആൻ തന്നെയാണ്. അപ്പൊ കാന ഖുലുഖുൻ നബി അൽ ഖുർആൻ എന്ന് പറഞ്ഞത് ആരാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അത് ആയിഷ ബീവിയാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരുടെ പേര് ഒക്കെ നമുക്കറിയാം. നമ്മള് പിന്നെ ചെറുപ്പത്തിലൊക്കെ ബൈത്തുകളാക്കിയിട്ടൊക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലെ. ഉമായിഷത്തുൻ ഹഫ്സത്തും സൗദ എന്നൊക്കെ പറഞ്ഞിട്ടൊരു ബൈത്തൊക്കെ ഉണ്ടായില്ലേ. അപ്പോ ഇതൊന്ന് നമുക്കറിയാലോ, ഖദീജ ബീവി, സൗദ ബീവി, ഹഫ്സ ബീവി, സൈനബ, ഈ പിന്നെ ആളുകളെ റസൂലുള്ളാഹിന്റെ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ എന്നറിയപ്പെടുന്ന റസൂലുള്ളാഹിന്റെ അസ്വാജ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇതൊന്ന് എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം. ഇതൊക്കെ നമുക്ക് വളരെ ഉള്ള കാര്യമാണ്. ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്താൽ മതി, ഒന്ന് റിവൈസ് ചെയ്താൽ മതി. ഓക്കെ. തസവ്വജ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നത അബീ ബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇസ്മഹ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകളായിട്ടുള്ള ഒരു മകളെ റസൂൽ വിവാഹം കഴിച്ചിട്ടുണ്ട്. അവളുടെ പേരെന്താണെന്നുള്ളതാണ് അല്ലെ, അറിയാലോ ആരാന്നുള്ളത്. ഓക്കെ, ആയിഷ ബീവിയാണ്. ഇതുണ്ട് 2020 ചോദിച്ചതാണ്. അപ്പൊ അടുത്ത് ചോദിച്ച ചോദ്യങ്ങളാണ്. അവ്വലു ഇസ്തിദാമിൻ ജദ്ദിയും ബൈനൽ മുസ്ലിമീനോ ഖുറൈശിൻ ഹിയ, മുസ്ലിമീങ്ങളും ഖുറൈശികളും തമ്മിൽ നടന്നിട്ടുള്ള ആദ്യത്തെ പോരാട്ടം ഏതാണ്? നമുക്കറിയാം ഏതാണ്, ബദർ യുദ്ധമാണ് അല്ലെ. 2023 HSST ചോദിച്ചതാണ്. മനസ്സിലായോ? അപ്പോ അത്രയും നല്ല ഒരു പ്രാധാന്യത്തോടുള്ള എക്സാമിന് ചോദിച്ച ചോദ്യമാണ് ബദർ. ഇനി റസൂലുള്ള മദീനയിലേക്ക് വരുന്ന സമയത്ത് അവിടുത്തെ മദീനയിലുള്ള ആളുകള് പാടിയൊരു ബൈത്ത് ഉണ്ടായിരുന്നു അല്ലെ, ത്വല അൽ ബദ്റു അലൈന മിൻ സനിയാത്തിൽ വദാ വജബ ശുക്രു അലൈന എന്ന് പറഞ്ഞിട്ട് ഒരു ബൈത്ത് ഉണ്ട്. ആ ബൈത്തില് പിന്നെ വദാ മിൻ സനിയാത്തിൽ വദാ എന്ന് ഉദ്ദേശിക്കുന്ന ആ വദാഇന്റെ മായന ഉദ്ദേശം എന്താണെന്നുള്ളതാണ്. ഫിറാഖ് എന്നാണോ, ഇൻസിറാഫ് എന്നാണോ, റുമാൽ എന്നാണോ, ജബൽ എന്നാണോ? നമ്മളിലേക്കൊരു ചന്ദ്രൻ നമ്മളിലേക്ക് വന്നു എന്നൊക്കെ പറഞ്ഞിട്ട്, ഉദിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അവര് പാടുകയാണ് അല്ലെ, മിൻ സനിയാത്തിൽ വദാ. അതായത് അവര് റസൂൽ ഇങ്ങനെ ഒരു പർവ്വതം മലനിരകൾക്കിടയിലൂടെ ഇങ്ങനെ വരികയാണ്. അപ്പോഴാണ് ഇത് പാടുന്നത്. ഇവിടെ വദാ എന്നോട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ജബലാണ്. ഓക്കെ. അൽ ഹദീസു നബവി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഹദീസ് എന്താണെന്നുള്ളത് നോക്കി. ഇനി ഹദീസുകൾ പല ടൈപ്സ് ഉണ്ട്. ഖുദ്സിയായിട്ടുള്ള ഹദീസ് ഉണ്ട്. ഖുദ്സിയ ഹദീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓ ഹദീസു ലഫ്ലുഹു മിൻ ഇൻദി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ മഅനാഹു മിൻ അല്ലാഹി സുബ്ഹാനഹു വ തആല. അതായത് അല്ലാഹു തആല റസൂലുള്ളാഹിലേക്ക് എന്ത് ചെയ്യും, ഒരു കാര്യം പറയുമ്പോൾ അതിന്റെ ആശയം അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയിച്ചു കൊടുക്കും. പക്ഷെ അത് നബിയുടെ എന്തായിരിക്കും? ലഫ്ദ് നബിയുടേതായിരിക്കും. ആശയം അല്ലാഹു തആല റസൂലുള്ളാഹിക്ക് പ്രത്യേകം പിന്നെ അറിയിച്ചു കൊടുത്തായിരിക്കും. ഇങ്ങനെ പറയുന്ന ഹദീസുകൾക്കാണ് ഹദീസുൽ ഖുദ്സി എന്ന് പറയുന്നത്. ഇനി എന്താണ് സനദുൽ ഹദീസ്, എന്താണ് മത്നുൽ ഹദീസ് അല്ലെ? സനദുൽ ഹദീസ് എന്ന് പറഞ്ഞാൽ ഹുവ ത്വരീഖുൽ മുവസ്സലത്തുല മത്നുൽ ഹദീസ്. നമുക്ക് ഈ മത്തിന് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഈ കാണുന്ന ടെക്സ്റ്റ് ഉണ്ടല്ലോ. ഉദാഹരണം പറഞ്ഞാല് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നമൽ അഅമാലു ബിന്നിയാത്ത് എന്ന ഒരു ടെക്സ്റ്റ് ഉണ്ടല്ലോ, അതിനാണ് മത്തിന് എന്ന് പറയാം. ഈ മത്തിനിലേക്ക് എത്തുന്ന ഒരു വഴിയുണ്ട്. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാല് അൻ അബീ ഹുറൈറ അൻ അബ്ദുല്ലാഹിൻ മസ്ഊദ് എന്ന് പറഞ്ഞിട്ട് കുറെ സ്വഹാബത്തിന്റെ നിര ഇങ്ങനെ പറഞ്ഞിട്ടുള്ള ഹദീസ് പറയാം. ആ മത്തിനിലേക്ക് എത്തുന്ന വഴികൾക്കാണ് എന്ത് പറയാ, നമ്മൾ സനദുൽ ഹദീസ് എന്ന് പറയാം. അതായത് ഹദീസിന്റെ റാവിമാര്, ആ ഒരു പിന്നെ ത്വരീഖ് ഉണ്ടല്ലോ,
അതിലാണ് സനദുൽ ഹദീസ് എന്ന് പറയാ. മത്നുൽ ഹദീസ് എന്ന് പറഞ്ഞാൽ മാ ഇൻതഹാ ഇലൈഹി സനദുഹു, അതായത് നമ്മൾ ഈ പറഞ്ഞ ത്വരീഖ് ഉണ്ടല്ലോ, അത് ഏതിലേക്കാണോ ചെന്നെത്തുന്നത്, മാ ഇൻതഹാ ഇലൈഹിലെ ഏതിലേക്കാണോ ചെന്നെത്തുന്നത്, അൽഫാദു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഅഫ്അലുഹു ഔ തക്രീറുഹു, അതായത് നബിയുടെ ലഫ്ദുകളായിരിക്കാം, അല്ലെങ്കിൽ നബിയുടെ പ്രവൃത്തികളായിരിക്കാം, അല്ലെങ്കിൽ നബിയുടെ സമ്മതം ആയിരിക്കാം, തക്രീർ ആയിരിക്കാം. അതിനാണ് എന്ത് പറയാ, മത്നുൽ ഹദീസ് എന്ന് പറയാം. ഈ ഹദീസുകളിലെ സ്വഹീഹ് ഉണ്ട്, ഹസൻ ഉണ്ട്, വഈഫ് ഉണ്ട് അല്ലെ. സ്വഹീഹ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, ഹദീസുൽ ഇസ്തമല അഅ്ലാ സിഫാത്തുൽ ഖബൂലി, അതായത് ഒരാളുടെ വിശേഷണം എന്ന് പറഞ്ഞാൽ അവന്റെ ഏറ്റവും ഉന്നതി ഹൈ ക്വാളിറ്റി പിന്നെ വിശേഷണം ഒത്ത ആളുകളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസുകൾക്കാണ് നമ്മൾ എന്ത് പറയാ, സ്വഹീഹ് എന്ന് പറയാം. ലോബത്തൻ താമായിരിക്കും അവരുടെ മിൻ മബ്ദൽ ഹദീസ് ഇലാ ആഖിരി, ഒരു ഹദീസ് തുടങ്ങുന്ന അതിന്റെ പിന്നെ സനദ് തുടങ്ങുന്ന ഏരിയ മുതൽ അതിന്റെ അവസാനം വരെയുള്ള ആളുകളുടെ എല്ലാ വിശേഷണങ്ങളും എന്തായിരിക്കും, പക്ക 100% അവരുടെ ജീവിതം പ്യുവർ ആയിരിക്കും. ഇങ്ങനെയുള്ള ആളുകളിൽ നിന്ന് ഒരു പോരായ്മ അവരുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല. പോരായ്മ മീൻസ് പിന്നെ മാസൂമികളൊന്നല്ലല്ലോ, മറ്റു പോരായ്മകളോ, ഒരാൾ പിന്നെ കളവ്, ആ രൂപത്തിലുള്ള മാനുഷിക പ്രശ്നങ്ങളുണ്ടല്ലോ, ഇതൊന്നും ഇല്ലാത്ത ആളുകളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസുകൾക്കാണ് നമ്മൾ സ്വഹീഹായ ഹദീസ് എന്ന് പറയാം. ഇനി ഹസനായ ഹദീസ് ഉണ്ടാവും. ഹസൻ എന്ന് പറഞ്ഞാല് അവരെന്താവൂല, അവരൊരു പിന്നെ മൈത്തസല സനദുഹു ബിനക്കിൽ അതിൽ പിന്നെ ലോബത്തൻ വൈറ താമിൻ, അവര് നമുക്കൊരു 100% എന്ന് പറയാൻ പറ്റില്ല. 100% നമ്മൾ താമ് എന്ന് പറയാം. ഇവര് വൈറു താമായിരിക്കും, അതായത് ഇവർക്കൊരു ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ, അല്ലാതെ ഒരു വലിയൊരു സംഭവമല്ല, ചെറിയ ന്യൂനതകളൊക്കെ ഉണ്ടാവും. അങ്ങനത്തെ ആളുകളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തു വരുന്ന ഹദീസുകൾക്കാണ് നമ്മൾ ഹസനായ ഹദീസ് എന്ന് പറയാം. ഇനി ലൊഈഫായ ഹദീസുകൾ ഉണ്ടാവും, അതായത് നമ്മൾ ഈ പറഞ്ഞ സ്വഹീഹായ ഹദീസും ഹസനായ ഹദീസും അല്ലാത്ത മറ്റെല്ലാ ഹദീസുകൾക്കും എന്താണ് പറയാ, ലൊഈഫ് ആയിട്ടുള്ള ഹദീസ് എന്ന് പറയും. മാലം തജ്തമി ഫീഹി സിഫാത്തുൽ ഹദീസ് സ്വഹീഹി വൽ ഹദീസുൽ ഹസനി, അതായത് സ്വഹീഹായ ഹദീസിനും ഹസനായ ഹദീസിനും അവരിലില്ലാത്ത അവരുടെ സിഫത്തുകളൊന്നും ഒരുമിച്ച് കൂട്ടാത്ത ആളുകൾക്കാണ് എന്ത് പറയാ, ലൊഈഫ് ആയിട്ടുള്ള ഹദീസുകൾ എന്ന് പറയാം. ഓക്കെ, അൽ ഹദീസുല്ലദി അഖ്റജഹു ഷെയ്ഖാൻ, ഞാൻ നേരത്തെ പറഞ്ഞു പിന്നെ ഷെയ്ഖാനി എന്ന് പറയുന്നത് അൽ ബുഖാരി മുസ്ലിമൊക്കെയാണ് ഷെയ്ഖാൻ എന്ന് പറയാം. ഇങ്ങനെ ചെയ്യുന്ന ഹദീസുകൾക്കാണ് നേരത്തെ നമ്മൾ പറഞ്ഞാണ് എന്താണ്, മുത്തഫഖുൻ അലൈഹി എന്ന് പറയും. ചില ഹദീസിൽ രണ്ട് മുത്തഫഖുൻ അലൈഹി എന്നുണ്ടാവും, അതിനർത്ഥം എന്താണ്, അത് രണ്ട് പിന്നെ ഇമാം ബുഖാരി ഇമാം മുസ്ലിം എന്താണ് റിപ്പോർട്ട് ചെയ്ത ഹദീസുകൾക്കാണ് മുത്തഫഖുൻ അലൈഹി എന്ന് പറയാം. ഓക്കെ, അടുത്തത് കാലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുൻ ഫി ദുനിയ കഅന്നക വരീബുൻ ഔ. അപ്പോ അടുത്ത നിങ്ങൾ നോട്ട് ചെയ്തു വെക്കുക, ഹദീസുകൾ, പ്രധാനപ്പെട്ട ഹദീസുകൾ നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം അത് പൂരിപ്പിക്കാൻ ചോദിക്കാറുണ്ട്. ഇപ്പൊ ഞാൻ കേട്ടിട്ട് 2023 മെയ്യിലാണ് ഞാൻ കേട്ടിട്ട് എഴുതിയ എക്സാമിന് ചോദിച്ച ചോദ്യമാണിത്. കുൻ ഫി ദുനിയ കഅന്നക വരീബുൻ അല്ലെ, ഔ മുസാഫിർ എന്നാണോ, ഇബ്നു സബീൽ എന്നാണോ, ആബിർ സബീൽ എന്നാണോ, ആബിർ തുർക്ക് എന്നാണോ, അറ്റൻഡ് ചെയ്യാം. അപ്പൊ നിങ്ങളോട് പറയാനുള്ളത് പ്രധാനപ്പെട്ട ഹദീസുകൾ, അത് നിങ്ങൾക്ക് ഈ ഹദീസിന്റെ കിതാബുകളൊന്നും നിങ്ങളെ കയ്യിൽ ഇല്ലെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ തന്നെ, വോയിസിൽ ഇഷ്ടം പോലെ ഉണ്ട്, ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കാം. പിന്നെ അൽ ഹദീസുൽ മുഹിമ്മ, ഏറ്റവും പ്രധാനപ്പെട്ട ഹദീസുകളൊക്കെ നോക്കിയാൽ ഇഷ്ടം പോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹദീസുകൾ കളക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ജസ്റ്റ് നോക്കുക, അതിന്റെ സ്റ്റാർട്ടിങ് മേടിയുടെ ലഫ്ദുകളൊക്കെ ശ്രദ്ധിക്കുക, അത് പൂരിപ്പിക്കാനുണ്ടാവും. ഇതെല്ലാം എക്സാമിൽ ചോദിക്കുന്നതാണ്. ഓക്കെ, ഔ ആബിർ സബീൽ, ഓപ്ഷൻ സി ആണല്ലേ, ആബിർ സബീലാണ് കറക്റ്റ് ആൻസർ അല്ലെ. അപ്പൊ ഹദീസ് അങ്ങനെയാണ് പൂർത്തിയാക്കുക. അടുത്തത് ഷഹീദ്, അതായത് ഒരു അന്ധനായിട്ടുള്ള ആളായിരുന്നു, പക്ഷെ അദ്ദേഹം എന്തായിട്ടുണ്ട്, ഷഹീദായിട്ട് മാറിയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ ഒരു അയമയാണ് അല്ലെ, അബ്ദുല്ലാഹിബിനു ആരാണ്, ഉമ്മക്തുമാണ്. നമ്മൾ എന്ന് പറഞ്ഞല്ലോ, അതേ ഉമ്മക്തുമിനെ കുറിച്ച്. അപ്പൊ ഈ ഉമ്മക്തുമിനെ കുറിച്ച് 2 ചോദ്യങ്ങൾ ഇപ്പോ നമ്മൾ ഓൾറെഡി PYQ നോക്കിയിട്ടുണ്ട് അല്ലെ. അപ്പോ അദ്ദേഹം ആമായിരുന്നു, പക്ഷെ അദ്ദേഹം ഷഹീദായിട്ടുണ്ട്. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ പറഞ്ഞും കൂടെ നേരത്തെ, PYQ നോക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, ജസ്റ്റ് ഇതിന്റെ ആൻസർ മാത്രം നോക്കുന്നതിന് പകരം ബാക്കിയുള്ള ഓപ്ഷനുകളോടെ നോക്കണം. ഇതിൽ നമ്മൾ ഓപ്ഷൻ എയും ബിയും ഇതിന് പ്രസക്തി ഉണ്ട്. കാരണം നമുക്കറിയാം അബുൽ അലാൽ മാരി അദ്ദേഹം അന്ധനായിരുന്നു, പിന്നെ തോഹ ഹുസൈൻ നമുക്കറിയാം അദ്ദേഹം അന്ധനായിരുന്നു. അപ്പൊ അവര് വെറുതെ അവർക്ക് ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് 2 ആൾക്കാരെ ഓപ്ഷനിൽ ഇട്ടതല്ല, അവര് ഇതിനോട് കണക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അവർ ഇടാറുള്ളൂ. ചിലപ്പോൾ ഞാൻ അടുത്ത എക്സാമിൽ ചോദിക്കുന്നത് തോഹ ഹുസൈന് പിന്നെ ആമയായിരുന്നു, അദ്ദേഹത്തിന്റെ ഏതെങ്കിലും സിഫത്ത് വെച്ചിട്ടായിരിക്കും ചോദ്യങ്ങൾ വരിക. അപ്പൊ ആ രൂപത്തിൽ എന്ത് ചെയ്യണം, PYQ
അനലൈസ് ചെയ്ത് നോക്കണം. അങ്ങനെ ചെയ്യുമ്പോഴേ നമ്മൾ എന്താവുള്ളൂ, യഥാർത്ഥ PYQ അനലൈസിങ് ആവുള്ളൂ. ഓക്കെ, അപ്പൊ അവർക്ക് ഈ ഓപ്ഷനിൽ എന്തുണ്ട്, ആയിട്ട് കണക്ഷൻ ഉണ്ട്, അതുകൊണ്ടാണ് ഓപ്ഷനിൽ ഇട്ടത്. അബ്ദുല്ലാഹി ഇബ്നു മക്തൂമാണ് ഷഹീദായിട്ടുള്ള പിന്നെ ആയമ എന്ന് പറയുന്നത്. ഓക്കെ, മാരിക്കത്തുൽ ഖാദിസിയയിലാണ്, ഖാദിസിയ യുദ്ധത്തിലാണ് അദ്ദേഹം എന്തായിട്ടുള്ള ഷഹീദായിട്ടുള്ളത്. ഓക്കെ, അടുത്തത് തർജമാനുൽ ഖുർആൻ എന്നറിയപ്പെടുന്ന സ്വഹാബി ആരാണ്? ഖുർആനിന്റെ തഫ്സീറൊക്കെ അല്ലെ, ഏത് ആയത്തിറങ്ങിയാലും സ്വഹാബത്ത് നേരെ വന്ന് ചോദിക്കുന്നത് ഈ ഒരു സ്വഹാബിയോടെ ആയിരിക്കും, എന്താണ് അതിന്റെ ഉദ്ദേശം അല്ലെ എന്ന് ചോദിക്കുന്നതായിരിക്കും. അതേതാണ് സ്വഹാബി? ഏതാണ് നമുക്കറിയാം, ആരാണ്? ഇബ്നു അബ്ബാസ് ആണ്. ഇത് 2020 ചോദിച്ചിട്ടുണ്ട്. മനിൽ മഅറൂഫ് ബി റഈസിൽ മുഫസ്സിരീൻ എന്നറിയപ്പെട്ട ആളാരെന്ന് ചോദിച്ചിട്ടുണ്ട്. അതേപോലെ മൻ ഹുവ സ്വഹാബിയു മഅറൂഫ് ബി ജബ്രിൽ ഉമ്മ എന്നൊക്കെ ചോദിക്കപ്പെട്ടതാണ് ഇബ്നു അബ്ബാസിനെ കുറിച്ചിട്ടാണ്. നമുക്കറിയാം, ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് എന്ന ആയത്ത് ഇറങ്ങിയ സമയത്ത് എല്ലാവരും ഫത്ഹ് മക്കയെ കുറിച്ച് ഇങ്ങനെ ചർച്ച ചെയ്ത സമയത്ത് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞ എന്താണ്, ഈ ഒരു സൂറത്ത് റസൂലുള്ളാഹിന്റെ വഫാത്തിന്റെ ഒരു സൂചന നൽകുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു വ്യത്യസ്തമായ ഒരു തഫ്സീറിന് കൊടുക്കുന്നുണ്ട്. അപ്പൊ അത്തരത്തിൽ ഖുർആനിന്റെ നല്ല തഫ്സീറത്ത് ഉള്ള ഒരു ബസീറത്തുള്ള ഒരു മുഫസ്സിറാണ് ആര്? അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് എന്ന് പറയുന്നത്. അദ്ദേഹമാണ് തർജമാൽ ഖുർആൻ എന്ന് അറിയപ്പെട്ട സ്വഹാബി. ഓക്കെ, സ്വഹാബിയുടെ ലക്കബുകൾ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കണം നല്ലതാണ്. എല്ലാം കൂടി നമ്മളിപ്പോ വായിക്കുന്നില്ല, നമ്മുടെ സമയം പരിമിതി ഉണ്ട്. അപ്പൊ നിങ്ങൾ നോട്ടിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കൂടുതൽ നോക്കുക അല്ലെ. ഇതിലിപ്പോ അബൂബക്കർ റളിയല്ലാഹു സിദ്ദീഖ്, ഉമർ റളിയല്ലാഹു ഫാറൂഖ്, ദുന്നൂറൈൻ ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അലി അബൂ തുറാബ്, നമുക്കറിയാം റസൂലുള്ളാഹിന്റെ പിന്നെ റസൂലുള്ളാഹി ഹിജ്റ പോണ സംഭവമൊക്കെ, മുഅദ്ദിൻ റസൂൽ ബിലാൽ റളിയല്ലാഹു അൻഹു ആണ്. ഇതിലെല്ലാം നോക്കേണ്ട ആവശ്യം, ഇതൊക്കെ നമുക്ക് അറിയുന്നതാണ്. അറിയാത്ത പോയിന്റുകൾ എന്ത് ചെയ്യുക, പഠിക്കാം. മനസ്സിലായോ? ഖത്തീബുൻ നബി സാബിത്ത് ബിൻ കൈസ്, ഷാഇറുൻ നബി ഹസ്സാൻ ബിൻ സാബിത്ത്, ഇങ്ങനെയുള്ള ഈ പോയിന്റുകൾ എല്ലാം ഇപ്പൊ വായിക്കുന്നില്ല കേട്ടോ. ഓക്കെ, നിങ്ങൾ നോട്ടിൽ എന്ത് ചെയ്യാം, ഉപയോഗപ്പെടുത്തിയിട്ട് പിന്നെ അത് ശ്രദ്ധിക്കാം. അപ്പൊ സ്വഹാബത്തിന്റെ ലക്കബുകൾ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ സ്വഹാബത്തിന്റെ ലക്കബും അംബിയാക്കളുടെ ലക്കബ് എന്ത് ചെയ്യണം, നിങ്ങൾ നോക്കണം. മാഹുവൽ ഇസ്മുൽ ഹക്കീഖിലി അബൂബക്കർ. ഇനി നമ്മള് ഖിലാഫത്തു റാഷിദ, നമ്മളിപ്പോ ഏകദേശം ഇസ്ലാമിന്റെ കാലഘട്ടം, ഖുർആന്, ഹദീസ് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞ് ഇനി ഖുലഫാ റാഷിദീങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ആദ്യമായിട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ യഥാർത്ഥ പേര് ഇസ്മുൽ ഹക്കീഖി എന്താണെന്നുള്ളതാണ്. അബ്ദുല്ലാഹിബിൻ അമ്ര എന്നാണോ, അതോ ഉബൈദുല്ലാഹിബിൻ ഖുബൈലിദ് ആണോ, അബ്ദുല്ലാഹിബിൻ അബി ഖുഹാഫ ആണോ, ഉസ്മാൻ ആണോ? എല്ലാവർക്കും അറിയാലേ, അബൂ ഖുഹാഫ എന്ന് കേട്ടാൽ തന്നെ ആരാണ്? അത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് അല്ലെ. അപ്പൊ അബ്ദുല്ലാഹിബിനു അബി ഖുഹാഫ 2023 ചോദിച്ചതാണ്. മനസ്സിലായോ? അബ്ദുല്ലാഹിബിൻ അബി ഖുഹാഫയാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ യഥാർത്ഥ പേര് എന്ന് പറയുന്നത്. ഇനി ഖിലാഫത്തു റാഷിദയില് നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രധാനത്തോടെ കാണേണ്ടത് 4 ഖലീഫമാരില് ഏറ്റവും കുറവ് കാലം ഭരിച്ചത് ആരാണ്, ഏറ്റവും കൂടുതൽ കാലം ഭരിച്ചത് ആരാണെന്നുള്ളത് അറിഞ്ഞിരിക്കണം. ഓക്കെ, മുദ്ദത്തു ഖിലാഫ ഡാഷ് കാനത്ത് ഖസീറത്തും ബിന്നിസ്ബതി ഇലാ സാഇരിൽ ഖുലഫാ റാഷിദീൻ. മറ്റെല്ലാ ഖലീഫമാരിലേക്ക് നോക്കുമ്പോൾ വളരെ കുറച്ചു കാലം ഭരണം നടത്തിയിട്ടുള്ള ആൾ ആരാണെന്നാണ്. അതായത് ഈ ചോദ്യം ഇപ്പൊ എന്താണ്, ഏറ്റവും കുറവ് കാലം ഭരണം നടത്തിയ ഖലീഫ ആരാണെന്നുള്ളതാണ്. നമുക്കറിയാം ആരാണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. വളരെ 2 വർഷത്തോളം കുറഞ്ഞ കാലം എന്ത് ചെയ്തിട്ടുള്ളൂ, ഭരണം നടത്തിയിട്ടുള്ളൂ. ഏറ്റവും കൂടുതൽ കാലം ഭരണം നടത്തിയ ആരാന്നറിയോ? ആരെങ്കിലും ഒന്ന് വോയിസ് ഓൺ ആക്കി പറയോ? കൂടുതൽ കാലം ഭരണം നടത്തിയത് ഉസ്മാൻ ബിൻ അഫ്ഫാൻ. ഉസ്മാൻ 12 വർഷം. ഓക്കെ ഒന്ന് മ്യൂട്ട് ചെയ്യാം. അതിന് കറക്റ്റ് ആണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആണ് ഏറ്റവും കൂടുതൽ കാലം ഭരണം നടത്തിയിട്ടുള്ളത്. അപ്പൊ അത് നോക്കി വെക്കാം. കുറഞ്ഞ കാലം അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ്, കൂടുതൽ കാലം ഉസ്മാൻ റളിയല്ലാഹു അൻഹു. അൽ ഖുലഫാഉർ റാഷിദൂൻ ആരൊക്കെയാണെന്നുള്ളത് നമുക്ക് ഇപ്പൊ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, അറിയാലോ. 4 ഖലീഫമാരെ കുറിച്ച് നമുക്കറിയാം. അബൂബക്കർ ഇതില് ഓരോരുത്തരുടെ കാലഘട്ടം ഉണ്ട്. അതിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു 2 വർഷവും 2.5 വർഷം അല്ലെ. ഉമർ റളിയല്ലാഹു അൻഹു 10 വർഷമാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു 12 വർഷം. അലി റളിയല്ലാഹു അൻഹു അവസാനത്തെ 5 വർഷം അല്ലെ. ആ കാലഘട്ടമാണ് ഇവരുടെ മുദ്ദത്തു ഖിലാഫത്ത് എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ ഏറ്റവും കുറവ് അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ്, ഏറ്റവും കൂടുതൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആണ്. ഓക്കെ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞാല് പേര് നമ്മൾ നേരത്തെ പഠിച്ചു, അബ്ദുല്ലാഹിബിനു അബി ഖുഹാഫ. ഉലിദ ഫി മക്ക. റസൂലുള്ളാഹി ജനിച്ചിട്ട് 2 വർഷം കഴിഞ്ഞിട്ടാണ് ആര് ജനിക്കുന്നത്? അബൂബക്കർ റളിയല്ലാഹു അൻഹു ജനിക്കുന്നത് 573-ലാണ്. അവലുമൻ അസ്ലാമിന്റെ റിജാൽ അല്ലെ, പുരുഷന്മാരെ കൂട്ടത്തില് അല്ലെ ഇസ്ലാം സ്വീകരിച്ച ആളുകൾ എന്ന് പറഞ്ഞാല് പുരുഷന്മാരെ കൂട്ടുന്നുണ്ട്.
കുട്ടികളെ കൂട്ടുന്നുണ്ട്, സ്ത്രീകളെ കൂട്ടുന്നുണ്ട്, അതുപോലെ അടിമത്ത് മോചിപ്പിക്കപ്പെട്ട ആളുകളെ കൂട്ടുന്നു, അങ്ങനെയൊക്കെ ഉണ്ട്. അത് 4ഉം നോക്കി വെക്കണം അല്ലെ. അപ്പൊ അതില് പുരുഷന്മാരെ കൂട്ടത്തിന് ആദ്യം ഇസ്ലാമിലേക്ക് വന്ന ആളാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു, അവ്വലു ഖുലഫാഉർ റാഷിദീനാണ്. ഇസ്തമറത്ത് ഖിലാഫത്ത് നേരത്തെ പറഞ്ഞു 2.5 വർഷമാണ് ഭരണത്തിന്റെ കാലഘട്ടം. ഓക്കെ. കുട്ടികളുടെ കൂട്ടുന്നവരാണ് അലി റളിയല്ലാഹു അൻഹു ആണ്. സ്ത്രീകളെ കൂട്ടുന്ന ഖദീജ ബീവിയാണ്. ഓക്കെ. ലുക്കിബ ബി സിദ്ദീഖ് അവ്വലുമൻ ആമന റസൂൽ, ഇതൊക്കെ നമുക്ക് അറിയുന്ന പോയിന്റാണ്. സിദ്ദീഖ് എന്ന ലഖബ് ഉണ്ട്. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലെ ആദ്യമായിട്ട് വിശ്വസിച്ചാണ്. റസൂൽ എന്ത് പറഞ്ഞാലും അല്ലെ, ഇപ്പോ കാഫിര്യങ്ങളൊക്കെ വന്നിട്ട് എന്ത് ചെയ്യും, സിദ്ദീഖ് തന്നെ പരീക്ഷിക്കാറുണ്ട്. മുഹമ്മദ് ഇങ്ങനെ കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട്. അപ്പോ സിദ്ദീഖ് തിരിച്ചു പറയൽ എങ്ങനെയാണ്, റസൂൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എങ്കിൽ ഞാൻ അതിന് വിശ്വസിക്കുന്നു എന്നല്ല. അപ്പൊ അത്രക്കും റസൂലിനെ വിശ്വസിച്ചിട്ടുള്ള ഒരു സ്വഹാബിയായിരുന്നു. ഓക്കെ. രണ്ടാമത്തെ ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു ആണ്. ഉമർ ഇബ്നുൽ ഖത്താബ് അല്ലെ, ഖത്താബ്. പിന്നെ വൽ ഖലീഫത്തു സാനി മിനൽ ഖുലഫാഉർ റാഷിദീൻ യതവല്ല ഖിലാഫ ഫീ സനത്തി 634. ഇതൊന്നും ചിലപ്പോ അങ്ങനെ ഇമ്പോർട്ടന്റ് അല്ല, കാരണം അവർ ഖിലാഫത്ത് എടുത്ത മീലാദിയ വർഷമൊന്നും ചിലപ്പോ അത്ര പ്രാധാന്യമില്ല. ഓക്കെ. അദ്ദേഹത്തിന്റെ ഭരണം 10 വർഷക്കാലമായിരുന്നു ഉമർ റളിയല്ലാഹു ഭരണം ഉണ്ടായിരുന്നത്. ഫാറൂഖ് എന്നൊരു ലക്കബ് ഉണ്ട്. പിന്നെ അതോടൊപ്പം ഇതൊരു PYക്ക് ചോദിച്ചിട്ടുണ്ട്. അവലുമൻ ലുക്കിബ ബിൽ അമീറുൽ മുഅ്മിനീൻ, അമീറുൽ മുഅ്മിനീൻ എന്ന ആദ്യമായിട്ട് ലക്കബ് കൊടുക്കപ്പെട്ടതാർക്കാണ്, ഉമർ റളിയല്ലാഹു അൻഹു. PYക്ക് വന്നിട്ടുള്ള ഈ ലുക്കിബ ബിൽ ഫാറൂഖും, ലുക്കിബിൽ ഫാറൂഖും, ഫാറൂഖ് എന്ന പേര് നമുക്ക് ഓൾറെഡി നമുക്ക് അറിയാം. ഉമർ റളിയല്ലാഹു എന്ന് പറയുമ്പോ തന്നെ നമുക്ക് ഓർമ്മ വരുന്ന ഒന്നെന്താണ്, ഫാറൂഖ് എന്നൊരു പിന്നെ ലക്കബ് തന്നെയാണ്. ഓക്കെ. ഔവലുമൻ ദവാബിൻ ഇസ്ലാം, ഇസ്ലാമിൽ ഈ ദീവാനുകളൊക്കെ ആദ്യമായിട്ട് കൊണ്ടുവന്നത് ആരാണ്, പിന്നെ ഉമർ റളിയല്ലാഹു അൻഹു ആണ്. ഈ സൈന്യങ്ങളുടെ പിന്നെ കാര്യങ്ങളൊക്കെ ഒന്ന് തർത്തീബാക്കാൻ വേണ്ടിയിട്ട് പിന്നെ ആദ്യമായിട്ട് ഓഫീസ് ഈ സംവിധാനം കൊണ്ടുവന്നവരാണ് ഉമർ റളിയല്ലാഹു അൻഹു. അതോടൊപ്പം ഹിജ്റ കലണ്ടർ മുഅസ്സിസു തഖ്വീമുൽ ഹിജ്രി, ഹിജ്റ കലണ്ടർ കൊണ്ടുവന്ന അതിന്റെ ഫൗണ്ടർ ആരാണെന്ന് പറയാം, ഉമർ റളിയല്ലാഹു അൻഹു ആണ്. ഓക്കെ. അദ്ദേഹം കൊല്ലപ്പെടുന്ന നമുക്കറിയാം. പിന്നെ അബൂൽ ഉലുവ എന്ന ആള് പിന്നെ ഒരു സുബ്ഹി ജമാഅത്ത് നടക്കുന്ന സമയത്ത് ബാക്കിൽ നിന്ന് കുത്തേറ്റില്ലേ, അങ്ങനെ പിന്നെ അതിന്റെ കാരണത്താലാണ് എന്ത് ചെയ്യുന്നത്, ഉമർ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെടുന്നത്. അബൂൽ ഉലുവ എന്ന മജൂസി ആയിട്ടുള്ള ഒരാൾ വന്നിട്ടാണ് ഉമർ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്യുന്നത്, കുത്തിക്കൊല്ലുന്നത്. ഓക്കെ. ആ ഒരു കുത്താണ് മരണത്തിലേക്ക് കാരണമായത്. അൽ ഫാറൂഖ് ലക്കബുല്ലി നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല, നമുക്കറിയാം ആരാണ് ഫാറൂഖ് എന്ന് പറഞ്ഞാൽ തന്നെ ആരാണ്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ്. ഓക്കെ. ഉമർ റളിയല്ലാഹു അൻഹു വഫാത്തായിട്ടുള്ളത് എവിടെ വെച്ചിട്ടാണെന്നുള്ള ജസ്റ്റ് അറ്റൻഡ് ചെയ്യാം. കൂഫയിലാണോ, മക്കയിലാണോ, ത്വായിഫിലാണോ, മദീനയിലാണോ? ഓക്കെ. ഇത് പഠിക്കാൻ വേറൊരു മെത്തേഡ് എന്താ വെച്ചാല്, റസൂലുള്ളാഹിന്റെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഖബറുകളാണ് അതൊക്കെ, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെയും ഉമർ റളിയല്ലാഹു അൻഹുവിന്റെയും അല്ലെ. അപ്പോ റസൂലുള്ളാഹി വഫാത്തായത് ഓൾറെഡി എവിടെയാണ്, മദീനയിലാണല്ലോ. അപ്പോ നമ്മുടെ ഉമർ റളിയല്ലാഹു അൻഹു വഫാത്താകുന്നതും എവിടെ വെച്ചിട്ടാണ്, പിന്നെ മദീനയിൽ വെച്ചിട്ടാണ്. ഓക്കെ. മദീനയിൽ വെച്ചിട്ടാണ്. ഉസ്മാൻ, അടുത്ത നമ്മൾ ഇപ്പൊ 2 ഖലീഫമാരെ നമ്മൾ ചർച്ച ചെയ്തു. അടുത്തത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു മുസ്ലിം ആയത് ആരെ കരങ്ങളെ കൊണ്ടാണെന്നാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു മുസ്ലിം ആക്കിയത് ആരാണ്, അലി റളിയല്ലാഹു അൻഹു ആണോ, അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണോ, പിന്നെ ഉമർ റളിയല്ലാഹു അൻഹു ആണോ, അതോ ഖദീജ ബീവി ആണോ? ഒന്ന് അറ്റൻഡ് ചെയ്യാം. ഓക്കെ. ആരാണ്, അറിയാം അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ മുസ്ലിം ആക്കിയത് അല്ലെ. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അബു അബ്ദുല്ല ഉസ്മാൻ ബിൻ അഫ്ഫാൻ അൽ ഉമവിൽ ഖുറശി, സാലിസുൽ ഖുലഫാഉർ റാഷിദീൻ, 3ാമത്തെ ഖലീഫയാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ദുന്നൂറൈൻ എന്നൊരു ലഖബ് ഉണ്ട്. കാരണം എന്താ, റസൂലുള്ളാഹിന്റെ 2 പെൺമക്കളായിട്ടുള്ള റുഖയ്യ അതുപോലെ ഉമ്മു കുൽസും ഇവരെ വിവാഹം ചെയ്തുകൊണ്ട് 2 നൂറുകൾ അല്ലെ, അതുകൊണ്ട് നൂറൈൻ എന്ന് പറഞ്ഞത്. അപ്പൊ 2 പിന്നെ മക്കളെ വിവാഹം കഴിച്ചതുകൊണ്ട് ദുന്നൂറൈൻ എന്ന ലഖബ് വന്നിട്ടുള്ളത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനാണ്. ഏറ്റവും കൂടുതൽ കാലം ഭരണം നടത്തിയത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവാണ്, 12 വർഷമാണ്. കാമബി ജംഇൽ ഖുർആനി സാനി ഫി അഹദിഹിലെ, നമ്മൾ നേരത്തെ ജമ്മുൽ ഖുർആന്റെ അവിടെ വായിച്ചു. ജമ്മുൽ ഖുർആൻ സാനി എന്ന് പറയുന്നത് ആരെ കാലത്താണ്, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്താണ്. അസ്ലം അല യദി അബീബക്കർ, അത് PYക്ക് നമ്മൾ പിന്നെ ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ. അൽ ഖലീഫത്തു സാലിസ് അല്ലദി ഇസ്തശ്ഹദ ഫി സബീലില്ലാഹ്, അതായത് പിന്നെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഷഹീദായിട്ടുള്ള 3ാമത്തെ ഖലീഫ. 3ാമത്തെ ഖലീഫ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഇനി വേറെ നോക്കേണ്ട ആവശ്യമില്ല, ആരാണ്, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആണ്.
അല്ലെ. അതുപോലെ ഇൻകസമൽ മുസ്ലിമൂന അഹ്സാബൻ, മുസ്ലിമീങ്ങള് പല പാർട്ടികളായിട്ട് മാറി ഏത് കാലത്താണ്? റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷമാണോ, അതോ ഉഹുദ് യുദ്ധത്തിന് ശേഷമാണോ, ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കൊലപാതകത്തിന് ശേഷമാണോ, അതോ അലി റളിയല്ലാഹുവിന്റെ ഭരണകാലത്താണോ? ഇത് വളരെ ശ്രദ്ധിക്കണം. കാരണം പിന്നെ നിങ്ങൾ അറ്റൻഡ് ചെയ്യാം. റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷമാണോ, ഉഹുദ് യുദ്ധത്തിന് ശേഷമാണോ, ഉസ്മാന്റെ കൊലപാതകത്തിന് ശേഷമാണോ, അതോ അലി റളിയല്ലാഹുവിന്റെ ഖിലാഫത്ത് സമയത്താണോ മുസ്ലിമീങ്ങൾ പല പാർട്ടികളായത്? ഇതിലിപ്പോ ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കൊലപാതകവും അലി റളിയല്ലാഹുവിന്റെ ഖിലാഫത്തും ഒക്കെ എന്നാണ്? ബഅദ വഫാത്തിൻ നബിയാണ് അല്ലെ. അതൊക്കെ നബിയുടെ വഫാത്തിന് ശേഷമാണ്. അപ്പൊ നിങ്ങൾ പിന്നെ 4 ഓപ്ഷൻസ് കാണുന്ന സമയത്ത് ചെയ്യേണ്ടത് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതാണോ അത് കൊടുക്കാണ് വേണ്ടത്. അപ്പോ ആരെ കാലത്താണ്, ഏത് സമയത്താണ് മുസ്ലിമീങ്ങൾ പല പാർട്ടികളായത്? ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കൊലപാതകത്തിന് ശേഷമാണ് അല്ലെ മുസ്ലിമീങ്ങൾ പല പാർട്ടികളായിട്ട് മാറിയത്. അൽ ഖലീഫത്തു റാബിഉ അലി ഇബ്നു അബി ത്വാലിബ് ഇഷ്തഹറ. ഇത് ഇമ്പോർട്ടന്റ് ആണ്. അലി റളിയല്ലാഹു അൻഹു മഷ്ഹൂർ ആയിട്ടുള്ള മേഖല ഏതാണെന്നാണ്? ഷായിറാണോ, അതോ മുജാഹിദാണോ, ഖതീബാണോ, കുല്ലു ഷൈആണോ? അതായത് കവിയാണോ, അതോ നല്ലൊരു യോദ്ധാവ് അല്ലെ, പിന്നെ യോദ്ധാവാണോ, അതോ ഒരു പ്രാസംഗികനാണോ, അതോ എല്ലാം ശരിയാണോ? അറ്റൻഡ് ചെയ്യാം ഏതാണെന്നുള്ളത്. അദ്ദേഹം നല്ലൊരു പ്രാസംഗികരാണ്, നമുക്കറിയാം. നഹിജുൽ ബലാഗ എന്നൊരു ഗ്രന്ഥമൊക്കെ അദ്ദേഹത്തിന്റെ പ്രസംഗമൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഒരാൾ എഴുതിയിട്ടുണ്ട്. ആരോ ഷരീഫ് റലി എന്ന് പറഞ്ഞിട്ടുള്ള ആളല്ലേ. അപ്പൊ അദ്ദേഹം ഒരു ഖത്തീബാണെന്ന് അറിയാം. പിന്നെ നല്ലൊരു യോദ്ധാവാണ് നമുക്കറിയാം അല്ലെ. അദ്ദേഹം എന്തായിരുന്നു? നല്ല അലി റളിയല്ലാഹു അലി പുലി എന്നൊക്കെ പറയാനുണ്ട് അല്ലെ. നമ്മളിപ്പോ പ്രാസംഗികരൊക്കെ നമ്മളെ ഇസ്ലാമിക് മലയാളത്തിൽ പറയുമ്പോ അലി പുലി എന്നൊക്കെയാണ് പറയല്. അപ്പൊ അത്രയും നല്ല യോദ്ധാവാണ്. അപ്പോ ഖത്തീബ് മുജാഹിദ് എന്താണെന്ന് അറിയാം, ഷായിർ കൂടിയാണ്. അദ്ദേഹം നല്ല ബൈത്തുകൾ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, രചിച്ചിട്ടുണ്ട്. നല്ല ഇൽമുള്ള ആളായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇൽമിന്റെ പട്ടണമാണെങ്കിൽ അതിന്റെ വാതില് അലിയാണ് എന്ന് റസൂൽ എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കുല്ല് സ്വഹീഹ്, അദ്ദേഹം ഷായിറാണ്, മുജാഹിദാണ്, അദ്ദേഹം ഖത്തീബാണ്. ഓക്കെ. അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം പിന്നെ ബിലാ ഖലഫിൻ അഖ്തബുൽ മുസ്ലിമീൻ അല്ലെ. ആർക്കും തർക്കല്ല, മുസ്ലിമീങ്ങളിൽ ഏറ്റവും നല്ല പ്രാസംഗികൻ ആരാന്നില്ലയിൽ അലി റളിയല്ലാഹു അൻഹു എന്നില്ല ആർക്കും എന്തില്ല, സംശയമല്ല. ഇബ്നു അമ്മി നബി, റസൂലുള്ളാഹിന്റെ അമ്മിന്റെ മകനാണ്. അതുപോലെ വസവ്വജഹു ഇബ്നതഹു ഫാത്തിമ, റസൂലുള്ളാഹിന്റെ മകളായിട്ടുള്ള ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ അവർ വിവാഹം ചെയ്തു കൊടുത്തിട്ടുണ്ട്. അല്ലത്തി വലത്ത് ലഹു അൽ ഹസൻ ഹുസൈൻ, ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു അവരിൽ നിന്നുണ്ടായതാണ്. ഓക്കെ, നമുക്ക് അറിയുന്ന പോയിന്റ് ആണ്. ഇനി അടുത്തൊരു പോയിന്റ്, ഇതിലിപ്പോ നിങ്ങൾ ഇതും നോട്ട് ചെയ്ത് വെക്കാം. ഈ അലി റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ കൂടെ എല്ലാ യുദ്ധത്തിലും പങ്കെടുത്തിട്ടുണ്ട്. പക്ഷെ ഒരു യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുള്ള അത് തബൂക്ക് യുദ്ധമാണ്. ഇത് PYQ വന്നിട്ടുള്ളതാണ്. തബൂക്ക് യുദ്ധമല്ലാത്ത എല്ലാ യുദ്ധത്തിലും അലി റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ കൂടെ എന്ത് ചെയ്തിട്ടുണ്ട്, പങ്കെടുത്തിട്ടുണ്ട്. ഓക്കെ. ലോഹറൽ ഖവാരിജു ഫി അഹദി, ഇതും PYQ ആണ്. ഖവാരിജുകള് ലോഹിറായത് ആരെ കാലഘട്ടത്തിലാണ് അല്ലെ? ഇസ്ലാമിൽ പുതിയൊരു കാറ്റഗറി വന്നാണ് ഖവാരിജികള്. ഈ ഖവാരിജികള് ലോഹിറായത് ആരോ കാലഘട്ടത്താണ്? അത് അലി റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലാണ്. അങ്ങനെ ഇസ്തശ്ഹദ അല യദി അബ്ദുറഹ്മാൻ മുലജ്ജമിന്റെ കൈകളെ കൊണ്ടാണ് ആര് ഷഹീദായത്? അലി റളിയല്ലാഹു അൻഹു ഷഹീദായത്. നമ്മൾ നേരത്തെ ഉമർ റളിയല്ലാഹു പഠിച്ചിരുന്നു, അബുലുലിയാണ് കൊന്നത്, പിന്നെ അദ്ദേഹത്തിന്റെ കരങ്ങളാണ്. പിന്നെ അബ്ദുറഹ്മാൻ മുലജ്ജമിന്റെ കൈകളെ കൊണ്ടാണ് അലി റളിയല്ലാഹു അൻഹു ഷഹീദായിട്ടുള്ളത്. അടുത്ത ഞാൻ നേരത്തെ പറഞ്ഞതാണ്, അദ്ദേഹം നല്ല പ്രാസംഗികനായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളൊക്കെ നഹിജുൽ ബലാഗ എന്ന കിതാബിൽ ജംഅ ചെയ്തിട്ടുണ്ട്. അഷ്ശരീഫ് റളി എന്ന് പറഞ്ഞ ആള് അദ്ദേഹത്തിന്റെ നഹിജുൽ ബലാഗ എന്ന ഗ്രന്ഥത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, അലി റളിയല്ലാഹുവിന്റെ പിന്നെ പ്രസംഗങ്ങളൊക്കെ ജംഅ ചെയ്തിട്ടുണ്ട്. ഓക്കെ. നഹ്ജുൽ ബലാഗ മജ്മുഅത്തുൻ ഖുത്ബ അല്ലെ, ഖുത്ബയുടെ മജ്മുഅയാണ്. ആരുടെയാണ്? അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. അപ്പൊ നഹ്ജുൽ ബലാഗ എഴുതിയ ആളെ നോക്കുക, പിന്നെ ആരുടെ പ്രസംഗമാണെന്നുള്ളതും ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ. അലി ഇബ്നു അബി ത്വാലിബ് ഇബ്നു അമ്മി നബി ആണോ, സൗജ് ബിൻത്ത് നബി ആണോ, അതോ വാരിദു സൗജ, എന്താന്നുള്ളതും ഉറപ്പില്ല. അല്ല അവ്വലു വസ്താനിമായൻ, ഒന്നും രണ്ടും കറക്റ്റ്. നമുക്കറിയാം അല്ലെ, റളിയല്ലാഹു അൻഹു പറഞ്ഞാൽ റസൂലിന്റെ അമ്മിന്റെ മകനാണ്. അതോടൊപ്പം റസൂലുള്ളാഹിന്റെ മകളുടെ എന്തുവാണ്, ഭർത്താവുമാണ്. അപ്പോ അല്ല അവ്വലു വസ്താനിമ എന്നുള്ളതാണ് കറക്റ്റ്. ഓക്കെ. ഞാൻ നേരത്തെ പറഞ്ഞു റളിയല്ലാഹു അൻഹു നല്ല ബൈത്തുകളൊക്കെ എഴുതിയിരുന്നു. അതിൽ പെട്ടൊരു ബൈത്താണ് PYQ വന്നിട്ടുള്ളത്. ലൈസൽ ജമാലു ബി അസ്വാബി തസയ്യുനിന അല്ലെ, ഇന്നൽ ജമാല അൽ അക്ലു വല്ലതബു. അതായത് നമ്മുടെ ഈ കാണുന്ന ഈ ഭംഗി, നമ്മൾ ഈ കാണുന്ന സംഭവങ്ങളൊന്നല്ല പിന്നെ ഭംഗി എന്ന് പറഞ്ഞാൽ, യഥാർത്ഥ ഭംഗി എന്ന് പറഞ്ഞാൽ അത് അക്കിലും അദബുമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് പറഞ്ഞതാരാണ്? അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ആണ്. അപ്പൊ നല്ല ബൈത്തുകളൊക്കെ രചിച്ചിട്ടുള്ള ആള് കൂടിയാണ് ആര്? അലി റളിയല്ലാഹു അൻഹു. ഓക്കെ.
അപ്പൊ നമ്മള് ഖുലഫാഉർ റാഷിദുകളുടെ കാലഘട്ടവും കഴിഞ്ഞു. ഇനി നമ്മൾക്ക് ഇസ്ലാമിക്കലി അവസാനമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഭാഗം എന്ന് പറഞ്ഞാല് അശൂറാവുൽ മുഖ്ലറമൂൻ ആണ് അല്ലെ. അപ്പൊ ഷൂറാവുൽ മുഖ്ലറമൂൻ എന്ന് പറയുന്ന ആരാണ്? ഇതൊരു PYK ആണ്. ഇത് ആരാണെന്നുള്ളത്. ഒന്നാമത്തത്, അവര് ജാഹിലിയും ഇസ്ലാമിക കാലഘട്ടത്തിൽ ജീവിച്ചിട്ടുണ്ട്. അവര് ജാഹിലിയ കാലഘട്ടത്തിൽ കവിത പാടി. രണ്ടെന്താണ്, അവര് ഇസ്ലാമിക കാലഘട്ടത്തിൽ ജീവിച്ചു, കവിത പാടി. മൂന്ന്, അവർ ജാഹിലിയയിലും ഇസ്ലാമിലും ജീവിച്ചു, അവർ രണ്ട് കാലത്തും കവിത പാടി. നാല്, അവര് റസൂലുള്ളാനെ മദ്ഹ് ചെയ്തിട്ടുള്ള ആളുകളാണെന്ന് പറഞ്ഞിട്ട്. നമുക്കറിയാം മുഖ്ലറം എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, രണ്ട് കാലത്തും ജീവിച്ചിട്ട് രണ്ട് കാലത്തും കവിതകൾ പാടിയിട്ടുള്ള ആളുകൾക്കാണ് അല്ലദീന ആഷു ഫിൽ ജാഹിലിയത്തി വൽ ഇസ്ലാം വഖാലു ഫീഹിമ ശിഅറൻ എന്നുള്ളതാണ് നമ്മൾ ശുഅറാഉൽ മുഖ്ലറമൂൻ എന്ന് പറയുന്നത്. ശുഅറാഉൽ മുഖ്ലറമൂൻ എന്ന് പറഞ്ഞാൽ ഉലൈകല്ലദീന, അവരെങ്ങനെയാണ്? ആഷു ഫിൽ ജാഹിലിയത്തി വൽ ഇസ്ലാം, രണ്ട് കാലത്തും ജീവിച്ചവരാണ്. വഖാലു ഫീഹ ശിഅറൻ, അതിൽ അവരെന്ത് ചെയ്തിട്ടുണ്ട്? കവിതകൾ പാടിയിട്ടുണ്ട്. വമിൻ അഷ്ഹുരിം ഹസ്സാൻ വഖൻസാ വകാബിൻ സുഹർ ഹുത്തൈയ. ഈ നാലാളുകളെ പറ്റിയുള്ള ബേസിക് ആയിട്ടുള്ള പോയിന്റുകൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ഹസ്സാൻ ഇബ്നു സാബിത്ത്, ഖൻസാ, കാബിൻ സുഹൈർ, ഹുത്തൈയ. ഓക്കെ, ഹസ്സാൻ ഇബ്നു സാബിത്ത് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരുന്നത് ഷാഇറുൻ നബിയാണ് അല്ലെ. അഷ്ഹറു ശുഅറാഉൽ മുഖ്ലറമീൻ, മുഖ്ലറമീൻ ഏറ്റവും പ്രസിദ്ധനായുള്ള കവിയാണ്. അദ്ദേഹത്തിന് ഷാഇറുൻ നബി എന്നൊരു ലക്കബുണ്ട്, ഷാഇറുർ റസൂൽ ഉണ്ട്, ഷാഇറുൽ ഇസ്ലാം എന്ന ലക്കബുകളൊക്കെ ഉള്ള ആളാണ് ഹസ്സാൻ ഇബ്നു സാബിത്ത്. കാനമിൻ അഹ്ലുൽ യമൻ അല്ലദീന ഹാജറു ഇലൽ മദീന കബില മീലാദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി ജനിക്കുന്നതിന് മുമ്പ് തന്നെ മദീനയിലേക്ക് ഹിജ്റ പോയിട്ടുള്ള ഒരു ആളാണ് ആര്? യമരുകാരിൽപ്പെട്ട ആളാണ് ആര്? ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. ഒരു പിന്നെ വനശഅ ഫിൽ ജാഹിലിയ അല്ലെ. അദ്ദേഹം എന്തായിട്ടുണ്ട്? അദ്ദേഹം ജാഹിലിയ കാലത്ത് വളർന്നിട്ടുള്ള ഒരു പിന്നെ കവിയാണ് ആര്? പിന്നെ ഹസ്സാൻ ഇബ്നു സാബിത്ത് എന്ന് പറയുന്നത്. ആശ, അദ്ദേഹം 120 കാലം അദ്ദേഹം ജീവിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ കാലഘട്ടം സിമ്പിൾ ആയിട്ട് പഠിക്കണം. 120 വർഷമാണ്. അതിൽ പകുതി ജാഹിലിയയും പകുതി ഇസ്ലാമുമാണ്. സിത്തൂന ഫിൽ ജാഹിലിയ സിത്തൂന ഫിൽ ഇസ്ലാം. ഓക്കെ, ദഖലൽ ഇസ്ലാമു കാന ഉമറുഹു 60. 60-ാം വയസ്സിൽ അദ്ദേഹം എന്ത് ചെയ്യുന്നത്? ഇസ്ലാമിലേക്ക് വരുന്നത്. അക്സറു ശഅരി ഫിൽ ഹജാജ്, അദ്ദേഹം നന്നായിട്ട് ഹജാജ് ചെയ്യുന്ന ആളായിരുന്നു. ഈ ഹജാജ് ചെയ്ത് അദ്ദേഹം ഖുറൈശികളൊക്കെ ഹജാജ് ചെയ്യുന്ന സമയത്താണ് റസൂലുള്ളാഹി ഹസ്സാൻ ഇബ്നു സാബിത്തിനോട് ചോദിച്ചത്, നീ എങ്ങനെയാണ് പിന്നെ ഖുറൈശികളെ ഹജാജ് ചെയ്യുക? ഞാനൊരു ഖുറൈശി അല്ലേ എന്ന് റസൂലുള്ളാഹി ചോദിക്കുന്നുണ്ട്. ഓക്കെ അല്ലെ, അത് ഇവിടെ പറയുന്നുണ്ട്. മദഹൽ ഒസാസിന വൽ മുനാദിറ ഫിൽ ഹീറ, അദ്ദേഹം കുറെ പിന്നെ ഈ അന്നത്തെ അയ്യാമുൽ അറബിൽ നമുക്ക് പഠിക്കാണ്ടല്ലോ, കുറെ രാജ കുടുംബങ്ങളും അല്ലെ, ഓരോ ഏരിയകളൊക്കെ, അവരൊക്കെ നന്നായിട്ട് ഒസാസിനെയും മുനാദിറയൊക്കെ നന്നായിട്ട് മദ്ഹ് ചെയ്ത ആളായിരുന്നു ഹസ്സാൻ സാബിത്ത്. അദ്ദേഹത്തിനോട് ഖുറൈശികളെ ഹജാജ് ചെയ്ത സമയത്താണ് കാല നബിയു, റസൂലുള്ളാഹി ചോദിച്ചത്, കൈഫ തഹ്ജൂഹും അന മിൻഹും, നീ എങ്ങനെയാണ് ഖുറൈശികളെ ഹജാജ് ചെയ്യുക? കാരണം ഞാനും അതിൽ പെട്ടതല്ലേ എന്ന് ചോദിച്ചിട്ട് അപ്പയാണ് ഹസ്സാൻ റളിയല്ലാഹു അൻഹു ഈ പ്രസിദ്ധമായിട്ടുള്ള ഇത് പറയുന്നത് അല്ലെ, അസ്ലുക്കു മിൻഹും കമാ തസ്ലു ശഅറത മിൻ ലജി എന്ന് പറഞ്ഞിട്ട്, നമ്മളൊരു മാവിൽ നിന്നും ഒരു മുടി നമ്മൾ എടുക്കുന്ന ആ രൂപത്തില് പിന്നെ നിങ്ങളെ അതിൽ നിന്ന് രക്ഷിക്കും എന്ന രൂപത്തില് പിന്നെ അതായത് നമ്മളിപ്പോ ഖുറൈശികളെ നമ്മൾ ഹജാജ് ചെയ്യുകയാണെങ്കിൽ റസൂലുള്ളാഹിനെ ഒരു ബാധിക്കാത്ത രൂപത്തിലായിരിക്കും ഹജാവ് ഉണ്ടാവുക എന്നൊരു മറുപടി ആര് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു കാര്യം പറഞ്ഞത് ആരാണ്, ആരോടാണ് എന്നുള്ള ചോദ്യം വന്നിട്ടുണ്ട്. ഹസ്സാൻ ഇബ്നു സാബിത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞിട്ടുള്ളതാണ്. ഓക്കെ, അദ്ദേഹത്തിന്റെ കുറെ ബൈത്തുകൾ ഉണ്ട്. അതിൽ പെട്ട ലിസാനി സ്വാരിമുൻ ലാ ഐബ ഫീഹി വബഹരി ലാ തഖ്ദിറു ദലാ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ബൈത്ത്. അപ്പോ അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായിട്ടുള്ള ബൈത്താണ്. അപ്പൊ അത്തരത്തിൽ അദ്ദേഹത്തിന്റെ ബൈത്തുകളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കാം. ഓക്കെ, രണ്ടാമത് നമ്മൾ പഠിക്കേണ്ട ആളാണ് അൽ ഖൻസാ അല്ലെ. ഖൻസാവിന്റെ പേരെന്താണ്? തമാലർ ബിൻത്ത് അംർ എന്നാണ്. ആ പേര് ഇമ്പോർട്ടന്റ് ആണ്. ചിലപ്പോ നമ്മൾ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് അതിൽ ഖൻസാവ് ഉണ്ടാവില്ല ഓപ്ഷനിൽ, ചിലപ്പോ ഇങ്ങനെ തമാലർ ബിൻത്ത് അംർ എന്നായിരിക്കും. ഓക്കെ, അപ്പൊ തമാലർ ബിൻത്ത് അംർ ബിൻ ഷെയ്ദ് സലമി, പിന്നെ ഖൻസാവിന്റെ പൂർണ്ണമായിട്ടുള്ള പേര് ഷായിറത്തുർ റസാ ഫിൽ ജാഹിലിയ. അതായത് ജാഹിലിയ കാലത്ത് നമുക്കറിയാം ഹസ്സാന് ഹജായിന്റെ ആളായിരുന്നു. പിന്നെ ഖൻസാ എന്താണ്? റസാ ആണ്. കാരണം ഹൻസാന്റെ ജീവിതത്തിൽ സഹോദരന്മാര് കൊല്ലപ്പെട്ടു, സ്വന്തം 4 മക്കള് കൊല്ലപ്പെട്ടു. ഇങ്ങനെയൊക്കെ കൊല്ലപ്പെട്ടുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും വിലാപകാവ്യങ്ങളായിരിക്കും കൂടുതൽ ഉണ്ടാവുക. അപ്പോ ഒരു ഷായിറത്തുർ റസ ആണ് ജാഹിലിയ കാലഘട്ടത്തിൽ ഖൻസാ എന്ന് പറയുന്നത്. ഖൻസാ എന്ന് ലക്കബ് വന്ന് എന്തുകൊണ്ടാണ്? അന്ന ഇർത്തിഫ അർനബി അൻഫിഹ ലി ജമാലി അൻഫിഹ, ഇത് രണ്ടും ചോദിച്ചിട്ടുണ്ട്. അവിടെ മൂക്കൊക്കെ നല്ല ഭംഗിയുള്ളതായിരുന്നു ഒക്കെ, അപ്പോ അതുകൊണ്ടാണ് ഖൻസാ എന്ന് ലക്കബ് വന്നതൊക്കെ
പറയുന്നുണ്ട്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എന്തുകൊണ്ടാണ് ഷായിറത്തു റസാഖ് എന്ന് പറയുന്നത്. കാരണം ഉത്തില അഖവൈഹിമ സൊഹ്റു മുആവിയ ഫി ഹർബി യൗമുൽ കിലാബ്, കിലാബ് യുദ്ധത്തിൽ അദ്ദേഹത്തിന്റെ അവളുടെ സഹോദരന്മാരായിട്ടുള്ള സൊഹ്റു മുആവിയ എന്തായിട്ടുണ്ട്, പിന്നെ കൊല്ലപ്പെട്ടപ്പോ ഈ സൊഹ്ർ എന്ന് പറഞ്ഞാൽ കൂടുതൽ അവരുടെ അടുപ്പുള്ള ഒരു സഹോദരനാണ്. അപ്പൊ സൊഹറിനെ കുറിച്ചിട്ടൊക്കെ ധാരാളം പിന്നെ ബൈത്തുകൾ എഴുതിയിട്ടുള്ള ഒരു കവിയത്രിയാണ് ആര്, ഖൻസാഗ്. ബക്കത്ത് അലൈഹ വാഹദ് തനല്ലമ ഫീഹി റസാഖ്, അങ്ങനെ അവരിലെ റസാഖിന്റെ ഇതൊക്കെ പാടിയിട്ടുണ്ട്. അക്സറു ഷേരി റസാഖുലി സൊഹ്ർ, കൂടുതൽ പിന്നെ റസാഖ് പിന്നെ ഇത് പാടിയിട്ടുള്ളത് ആരിലായിരുന്നു, സൊഹറിലായിരുന്നു. സഹോദരനായിട്ടുള്ള സൊഹർ എന്ന സഹോദരനെ കുറിച്ചിട്ടായിരുന്നു കൂടുതൽ എഴുതിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ. അതുപോലെ തന്നെ ഇസ്തഷ്ഹദ് ഔലാദഹൽ അർബഅ ഫി ഹർബിൽ ഖാദിസിയ, ഖാദിസിയ യുദ്ധത്തിൽ 4 മക്കൾ എന്തായിട്ടുണ്ട്, ഷഹീദായിട്ടുണ്ട്. ഈ ഷഹീദായ സമയത്ത് നമുക്കൊക്കെ ഒരു പാഠമായിട്ടുള്ള ഒരു കൗല് കൂടിയാണ്. അത്രയും പിന്നെ ദുരന്തം ജീവിതത്തിൽ നടന്നിട്ടും സ്വന്തം സഹോദരന്മാർ കൊല്ലപ്പെട്ടു, 4 മക്കൾ കൊല്ലപ്പെട്ടു, ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടും ഖൻസാഗ് പറഞ്ഞത് വളരെ നമുക്കൊക്കെ ഒരു പാഠാണ്. എന്ത്, അൽഹംദുലില്ലാഹി ലദി ശറഫനി ബി ഖത്ലിഹിൽ, അവരുടെ കൊല്ലപ്പെട്ട് എന്നെ മഹത്വമാക്കി, എന്നെ ഷറഫ് അല്ലെ, എനിക്ക് കൂടുതൽ എന്നെ പിന്നെ എനിക്ക് സ്ഥാനം നൽകിയ അള്ളാഹുവിന് പിന്നെ അൽഹംദ്, സ്തുതി എന്ന് പറഞ്ഞിട്ട് അർജു മിൻ റബ്ബി യജ്മഅനി ബിഹിം ഫീ മുസ്തഖിർ റഹ്മത്തിഹി, അതായത് സ്വർഗലോകത്ത് ഞങ്ങളൊക്കെ ഒരുമിച്ച് കൂട്ടണേ, ഞങ്ങളൊക്കെ ഒരുമിച്ച് കൂടുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്ന രൂപത്തിൽ പറഞ്ഞിട്ട് അത്രയും ക്ഷമയുള്ള ഒരാൾ കൂടിയായിരുന്നു ആര്, ഖൻസാഗ്. കാലൻ നാബിക പറയുന്നുണ്ട്, അൽ ഖൻസാഉ അഷ്അറുൽ ജിന്നി വൽ ഇൻസി, അല്ലെ, നമുക്ക് ടോട്ടൽ ജിന്നി ഇൻസ് വിഭാഗം ഒക്കെ എടുത്തു നോക്കിയാൽ അത് ഏറ്റവും കവിത അറിയുന്ന ആള് ഖൻസാ ആണ് എന്ന് നാബിക ഖൻസാഗിനെ കുറിച്ച് പറയുന്നുണ്ട്. ഖൻസാഗിന്റെ കുറെ ബൈത്തുകളാണ്. അത് ഒന്നാമത്തെ ബൈത്ത് നമുക്ക് അറിയാൻ സുഖമാണ്, കാരണം അലായ സൊഹ്ർ, ഈ സൊഹ്ർ എന്ന് കണ്ടാൽ തന്നെ ഖൻസാഗിന്റെ സഹോദരനാണ്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ. ബൈത്തുകളൊക്കെ കുറെ ബൈത്തുകൾ ഉണ്ട്. അപ്പോ ബൈത്തുകളൊക്കെ ജസ്റ്റ് നിങ്ങൾ കിട്ടുന്ന സമയത്ത് എന്ത് ചെയ്യുക, ഖൻസാഗിനെ കുറിച്ച് സെർച്ച് ചെയ്തിട്ടോ അല്ലെങ്കിൽ നോട്ടിലൊക്കെ ബൈത്തുകൾ ജസ്റ്റ് എന്ത് ചെയ്യുക, 1-2 വട്ടം ഒന്ന് വായിച്ചു നോക്കാം. ഓക്കെ. മൂന്നാമത്തെ മുഹ്ദറമി കവിയാണ് ആര്, കഅബ് ഇബ്നു സുഹൈർ റളിയല്ലാഹു അൻഹു, അല്ലെ. അബുൽ മുളറബ്, അബു അക്കബ് എന്നൊക്കെ പേരുണ്ട്, അബു ഉഖബ. പിന്നെ അബുൽ മുളറബ് എന്നുള്ളത് PYക്ക് വന്നിട്ടുണ്ട്. അബുൽ മുളറബ് എന്ന് കുഞ്ഞത്തുള്ള പിന്നെ കവി ആരാണെന്ന് ചോദിച്ചിട്ടുണ്ട്. നശഖഫി വത്തുഫാനാണ് അദ്ദേഹം വളർന്നത്. ഇദ്ദേഹം നമുക്കറിയാം കഅബ് ഇബ്നു സുഹൈർ, അദ്ദേഹത്തിനെ കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ബാനത്ത് സ്വാദാണ് ഓർമ്മ വരുന്നത്, അല്ലെ. അദ്ദേഹം ആദ്യം ഹജൻ നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം വൽ ഇസ്ലാമ ഫഹദർ റസൂല ദമഹു, അദ്ദേഹം ആദ്യകാലത്ത് ഇസ്ലാമിലേക്ക് വരുന്നതിന്റെ മുമ്പ് റസൂലുള്ളാഹിനെയും ഇസ്ലാമിനെയൊക്കെ ധാരാളം എന്ത് ചെയ്തിരുന്നു, ഹജാവ് ചെയ്തിരുന്നു. എത്രത്തോളം, റസൂൽ അദ്ദേഹത്തിനെ കൊല്ലാൻ വരെ പറഞ്ഞിരുന്നു. ആ രൂപത്തിൽ ഇസ്ലാമിനെ ഹജാവ് ചെയ്ത ആളായിരുന്നു ആര്, കഅബ് ഇബ്നു സുഹൈർ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ സഹോദരൻ നമുക്കറിയാം ബുജൈർ, അല്ലെ. ബുജൈർ എന്നൊരു സഹോദരനുണ്ട്. നമ്മുടെ സുഹൈർ ബിൻ അബി സലമയുടെ മക്കളാണ് ഇവരൊക്കെ, ബുജൈറും കഅബും. അദ്ദേഹത്തിന്റെ ആഷിക്കത്താണ് സുആദ്. അപ്പോ അത് കിട്ടാൻ അദ്ദേഹത്തിന്റെ ബൈത്ത് തുടങ്ങുന്നതിന് ബാനത്ത് സുആദ് എന്നാണല്ലോ. അപ്പൊ അവിടെ ആ ബാനത്ത് സുആദ് എന്ന് പറയുന്ന സുആദ് ആരാണ്, അദ്ദേഹത്തിന്റെ ആഷിക്കത്താണ്. ഓക്കെ. ദഖലൽ ഇസ്ലാമ വ മദഹർ റസൂല ബിലാമിയതിഹിൽ മഷ്ഹൂറ ബാനത്ത് സുആദ് ഫിൽ ബഹ്റിൽ ബസീത്ത്, അദ്ദേഹം ഇസ്ലാമിലേക്ക് പ്രവേശിച്ചു. റസൂലുള്ളാഹിനെ അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായിട്ടുള്ള ലാമിയാണ്, അതായത് ഈ ബാനത്ത് സുആദ് എന്ന് പറയുന്നത് ലാമിയാണ്. അതിന്റെ ബൈത്തുകളൊക്കെ നമുക്കറിയാം, അത് താഴെ കൊടുത്തിട്ടുണ്ട്. ബസീത്ത് ബഹറിലാണുള്ളത്. അപ്പൊ അത് പഠിക്കാൻ സുഖമാണ്. ബാനത്ത് സുആദ് തുടങ്ങുന്ന ബാവ് കൊണ്ടാണ്, അതിന്റെ ബഹറും എന്താണ്, ബസീത്താണ്. അത് 58 ബൈത്തുകളാണുള്ളത്. അതിന്റെ സ്റ്റാർട്ടിങ് ഇങ്ങനെയാണ്, ബാനത്ത് സുആദ് വ ഖൽബിൽ യൗമത്തുബൂൽ മക്ഹൂൽ, കാരണം ലാമിയ അതുകൊണ്ട് ലാമു കൊണ്ടാണ് അവസാനിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായിട്ടുള്ള ബൈത്താണ്. ഓക്കെ. അതിൽ അദ്ദേഹം പിന്നെ റസൂലുള്ളാഹിനെ കുറെ മദ്ഹ് ചെയ്യുന്നുണ്ട്. അൻബത്തന്ന റസൂലുള്ളാഹി അദ്നി വല്ലഫു ഇൻദ റസൂലില്ലാഹി മഅ്മൂൽ, അതുപോലപ്പം ഇന്നർ റസൂല ലനൂറുൻ യുസ്തളാഉ ബിഹി മുഹന്നദും മിൻ സുയൂഫില്ലാഹി മസ്ലൂൽ. ഈ ബൈത്ത് പാടിയപ്പോഴാണ് റസൂൽ എന്ത് ചെയ്തത്, അദ്ദേഹത്തിന് ഒരു പുതപ്പൊക്കെ കൊടുത്തത്. അങ്ങനെ ഈ പുതപ്പ് എന്ത് ചെയ്യുന്നുണ്ട്, ഇസ്തറ ബുർദതഹു മുആവിയ ബി 40,000 ദിർഹം, 4000 ദിർഹം കൊടുത്തിട്ട് മുആവിയത്ത് അബി സുഫിയാൻ എന്ത് ചെയ്യുന്നുണ്ട്, ആ പുതപ്പ് ഈ ഇദ്ദേഹത്തിൽ നിന്ന് വാങ്ങുന്നുണ്ട്. ഓക്കെ. അപ്പൊ അത് ഈ ബൈത്ത് ഇമ്പോർട്ടന്റ് ആണ്. അദ്ദേഹത്തിന് ആ പുതപ്പ് കൊടുക്കാനുണ്ടായ ആ ബൈത്ത് ഏതാണ്, ഇന്നർ റസൂല നൂറു യുസ്തളാഉ ബിഹി എന്ന ബൈത്താണ്. ആ പുതപ്പ് ആര് വാങ്ങിയിട്ടുണ്ട്, മുആവിയ റളിയല്ലാഹു അൻഹു വാങ്ങിയിട്ടുണ്ട്. ഓക്കെ.
അദ്ദേഹത്തിന്റെ റസൂലുള്ളാഹിനെ പറ്റിയുള്ള മദ്ഹ് പറഞ്ഞിട്ടുള്ള മറ്റു ബൈത്തുകളാണ് ഇത്. ഫഖദ് അതൈതു റസൂലല്ലാഹി മഅദിറതൻ വല്ലുത്തുഫു മിൻ ഷിയമി സാദാത്തി മഅമൂൽ എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹിനെ കുറിച്ചുള്ള മദ്ഹാണ്. ഓക്കെ, അപ്പോൾ മൂന്നാളുകളെ ഡിസ്കസ് ചെയ്തു. നാലാമത്തെ നമ്മുടെ ഹുത്തയ്യ അല്ലെ, അതായത് ഹജ്ജായിൽ ഏറ്റവും പ്രസിദ്ധനായിട്ടുള്ളതാണ്. എത്രത്തോളം നാള് സ്വന്തം ഹജ്ജാജ് ചെയ്ത ആളാണ്. സ്വന്തം ഹജ്ജായും ഭാര്യ മക്കളെയും ആരൊക്കെ പിന്നെ വഴിയിൽ കാണുന്നുണ്ടോ അവരെയൊക്കെ ഹജ്ജാജ് ചെയ്യുന്ന ആളായിരുന്നു അവർ ഹുത്തയ്യ. ജനങ്ങൾ പൊറുതിമുട്ടിയിരുന്നു. വളരെ രസകരമായ കുറെ സംഭവം ഉണ്ട്, നമ്മൾ നോട്ടിലുണ്ടെങ്കിൽ പറയാം. ഓക്കെ, അബൂ മുലൈക്ക അദ്ദേഹത്തിന്റെ, അത് വളരെ ഇമ്പോർട്ടന്റ്. അബൂ മുലൈക്ക ജറുവൽ ബിൻ ഔസ് അതാണ് അദ്ദേഹത്തിന്റെ പേര്. റായിദു ഷീറുൽ ഖസസി, ഷീറുൽ ഖസസി നമുക്കറിയാം കഥാരൂപത്തിൽ എഴുതുന്ന കവിതല്ലേ, അതാണ് ഷീറുൽ ഖസസി. അതിന്റെ റായിദായിട്ട് അറിയപ്പെടുന്നത് ഹുത്തയ്യാണ്. ലുക്കിവൽ ഹുത്തയ്യിൽ കസ്രിഹി വൽ ദമാമത്തി, അദ്ദേഹത്തിന്റെ ഹൈറ്റ് വളരെ കുറവാണ്. വളരെ ഹൈറ്റ് കുറവായതുകൊണ്ട് അദ്ദേഹത്തിന് ഹുത്തയ് എന്ന ലക്കബ് അദ്ദേഹത്തിന് വരുന്നത്. അദ്ദേഹത്തിന്റെ പ്രത്യേകത ആണ് അദ്ദേഹം ഹജ ഉമ്മഹു വമ്രതഹു ബനി ഹത്താ നഫ്സഹു, ഉമ്മാനെയും പിന്നെ ഭാര്യയെയും മക്കളെയും സ്വന്തം ശരീരത്തിനെ വരെ അദ്ദേഹം എന്ത് ചെയ്യും ഹജ്ജായി ചെയ്യുന്ന ആളായിരുന്നു. അപ്പൊ മിൻ തലാമി സുഹൈർ ബിൻ അബി സലമയുടെ ശിഷ്യന്മാരിൽപ്പെട്ട ആളാണ് ഹുത്തയ്യ. കാന ഷാഇറുൽ മുർത്തദീന ഫി ഹുറൂബി റിദ്ദത്തി ഫി അഹദി അബൂബക്കർ റളിയല്ലാഹു അൻഹു സുമ്മ അസ്ലമ. അബൂബക്കറിന്റെ കാലത്ത് നമുക്കറിയാം മുർത്തദീങ്ങളുടെ യുദ്ധം നടന്നിട്ടുണ്ട്, ഹുറൂബി റിദ്ദത്ത്. അതില് മുർത്തദീങ്ങളുടെ ഷാഇർ ആയിരുന്നു ആര്, ഈ ഹുത്തയ്യ എന്നത്. പിന്നെ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, പിന്നെയും ഇസ്ലാമിലേക്ക് വരുന്നുണ്ട്. അതായത് ആദ്യം അദ്ദേഹം റസൂലുള്ളാഹിന്റെ കാലത്ത് ഇസ്ലാമിലേക്ക് വരുന്നുണ്ട്. റസൂൽ വഫാത്തായപ്പോ എന്തായി, ഇസ്ലാം എന്ന് പിന്നെയും മുർത്തദായി. പിന്നെയും എന്താ ചെയ്യുന്നുണ്ട്, അദ്ദേഹം ഇസ്ലാമിലേക്ക് തന്നെ കടന്നു വരുന്നുണ്ട്. ഓക്കെ, ഹബസ ഉമർ റളിയല്ലാഹു അൻഹു ലി ഹജ ആമിൽ ഉമർ റളിയല്ലാഹു അൻഹു സബർഖാൻ ബിൻ ബദർ. അത് ഉമർ റളിയല്ലാഹുവിന്റെ ആമിലായിട്ടുള്ള ഈ സബർഖാൻ ബിൻ ബദർ എന്ന ആളെ അദ്ദേഹം ഹജ്ജായി ചെയ്ത കാരണത്താൽ ഉമർ റളിയല്ലാഹു അദ്ദേഹത്തിന് എന്ത് ചെയ്യുന്നുണ്ട്, ജയിലിൽ അടക്കുന്ന ഒരു സംഭവം ഉണ്ട്. അതോടൊപ്പം ഇസ്തറാമിൻ ഉമർ റളിയല്ലാഹു അൻഹു അറാദൽ മുസ്ലിമീന 3000 ദിർഹം ലി കനഫി അറാദൽ മുസ്ലിമീൻ. മുസ്ലിമീങ്ങളുടെ, അതായത് ഇയാൾ ഇങ്ങനെ ഹജ്ജായി ചെയ്തിട്ട് അയാൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, 3000 ദിർഹം വരെ കൊടുക്കുന്നുണ്ട് മുസ്ലിമീങ്ങളെ ഹജ്ജാന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി. അത്രത്തോളം ഹജ്ജാവ് കൊണ്ട് പൊറുതിമുട്ടിച്ച ഒരാള് കൂടിയായിരുന്നു ആര്, ഹുത്തയ്യ എന്ന് പറയുന്നത്. എത്രത്തോളം എന്ന് പറഞ്ഞാല് ഇതില് ആ നോട്ട് വന്നിട്ടില്ല. എത്രത്തോളം എന്ന് പറഞ്ഞാല് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് കുറേശ്ശി കുടുംബങ്ങൾ എന്ത് ചെയ്യും, പൈസ കൊണ്ടേ കൊടുക്കും. പൈസ കൊണ്ടേ കൊടുത്തിട്ട് പറയും, ഈ പൈസ ഈ കുടുംബക്കാരെന്നാണ്, ഈ പൈസ ഈ കുടുംബക്കാരെന്നാണ്, ഈ ദീനാർ ഇവര് എന്നാണ്. അതെന്തിനാ പറയുന്നത്, ഈ ആ പൈസ കൊടുത്ത ആളുകളെ ഹജ്ജായി ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്. അത്രത്തോളം ആളുകൾക്ക് എന്തായിരുന്നു, പൈസ കൊടുത്തിട്ട് ഇയാളെ തൃപ്തിപ്പെടുത്തിയിരുന്നു ഹജ്ജായി ചെയ്യാതിരിക്കാൻ വേണ്ടി. അത്രത്തോളം ഹജ്ജായി ചെയ്യുന്ന ആളാണ് ആര്, ഹുത്തയ്യ എന്ന് പറയുന്നത്. ഓക്കെ, ചോദ്യങ്ങളാണ്. ഹസ്സാൻ ബിൻ സാബിത്ത് ഇസ്തഹറബി എന്തായിട്ട് അറിയപ്പെടുന്നത് നമുക്കറിയാം, മദ്ഹുൻ നബിയിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ഷാഇറുൻ നബി, ഷാഇറുർ റസൂലി എന്നൊക്കെ അറിയപ്പെടുന്ന ആളാണല്ലോ. മനിൽ മുലക്കബി ഷാഇറുൻ നബി, ആരാണ് ഷാഇർ നബി എന്നറിയപ്പെടുന്നത്? ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു ആണ്. അടുത്തതിൽ അസ്ലുക മിൻഹും കമാ തസ്ല ഷഅറത മിനൽ അജീൻ, അല്ലെ, ഒരു മാവിൽ നിന്നും മുടിയൊക്കെ എടുക്കുന്ന പോലെ എന്ന് പറഞ്ഞിട്ട് അത് ആരോട് പറഞ്ഞു, അല്ലെ, അത് ആര് പറഞ്ഞതാണെന്നാണ് ചോദ്യം. അപ്പോൾ അത് ഇമ്പോർട്ടന്റ് ആണ്. 2023 കഴിഞ്ഞ LPS ചോദിച്ചാണ്. ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു ആണ്. ഓക്കെ, അടുത്ത ഷാഇറുൽ അൻസാർ ഫിൽ ജാഹിലിയ, ഷാഇറുൻ നബി ഫിൽ നുബുവ, ഷാഇറുൽ യമാനി ഫിൽ ഇസ്ലാം. അല്ലെ, ഇസ്ലാമിക കാലത്ത് ഷാഇറുൽ യമാനി ആയിരുന്നു, നുബുവത്തിന്റെ കാലത്ത് ഷാഇറുൻ നബി ആയിരുന്നു, ജാഹിലിയുടെ കാലത്ത് ഷാഇറുൽ അൻസാർ ആയിരുന്നു. അത് നമുക്കറിയാം, ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു ആണ്. അതോടൊപ്പം പിന്നെ ഒരു ബൈത്താണ്, ലിസാനി സ്വാരിമുല്ല ഐബ ഫി ബഹ്രിലാ തക്ദിറുഹു ദലാ. അല്ലെ, ഈ ബൈത്ത് രചിച്ച നേരത്തെ നമ്മൾ ബൈത്തുകൾ വളരെ പ്രധാനപ്പെട്ട ബൈത്ത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹുവിന്റെ ബൈത്താണ് ഈ പിന്നെ ഇത്. ഓക്കെ, അടുത്തത് ഹൻസാന്റെ യഥാർത്ഥ പേര്. ഞാൻ പറഞ്ഞു ചിലപ്പോ ഓപ്ഷനിൽ ഹൻസാന്ന് ഉണ്ടാവില്ല, ഈ പേരായിരിക്കും ഉണ്ടാവുക. എന്താണ്? തമാദർ ബിൻത്ത് അംർ എന്നാണ്. ഓക്കെ, പിന്നെ ഷാഇറുൽ മർസിയത്ത് ഫിൽ അസ്ൽ ജാഹിലിയ, ഞാൻ നേരത്തെ പറഞ്ഞു അവരുടെ ജീവിതത്തിൽ മുഴുവൻ എന്തായിരുന്നു, പിന്നെ ഇങ്ങനെ സ്വന്തം ആളുകൾ കൊല്ലപ്പെട്ടിരുന്നു, അല്ലെ, സഹോദരന്മാരും മക്കളൊക്കെ കൊല്ലപ്പെട്ടുകൊണ്ട് തന്നെ കൂടുതൽ മർസിയത്ത് എഴുതിയ കവിയത്രിയാണ്. ആരായിരുന്നു നമുക്കറിയാം, ഹൻസ ആണ്. അൽ ഹൻസ തമാദർ ബിൻത്ത് അംർ. ഓക്കെ, 2 ഹൻസ ഉണ്ട് കേട്ടോ. സുഹൈറിന് ഒരു സഹോദരി ഹൻസ ഉണ്ട്, അത് ഈ ഹൻസ അല്ല. ടോട്ടൽ 2 ഹൻസ ഉണ്ട്. അതില് സുഹൈറിന്റെ സഹോദരി ഹൻസ ഉണ്ട്, അത് ഈ ഹൻസ അല്ല. നമുക്ക് പഠിക്കാനുള്ള ഹൻസ ആരാണ്? അൽ ഹൻസ തമാദർ ബിൻത്ത് അംർ എന്നുള്ളതാണ്. ഓക്കെ, അത് ഹൻസ പിന്നെ എന്നൊരു ലക്കബ് വന്നത് ഇതിന്റെ കാരണം എന്താണെന്നാണ്. അതിന്റെ ശബ്ദം ഭംഗിയുള്ളതാണോ, ഷഫത്ത് ഭംഗിയാണോ,
ചോദിച്ചിട്ടുണ്ട്. നമ്മൾ അവിടെ ഉൾപ്പെടുത്തിയിരുന്നു ജമാലി അംഫിഹ എന്ന് പറഞ്ഞിട്ട് അല്ലെ. അപ്പൊ ജമാൽ അംഫാണ് കറക്റ്റ്. പിന്നെ ഇന്നർ റസൂൽ സൈഫുൻ യുസ്തളാഉ ബിഹി മുഹന്നദു മിൻ സുയൂഫില്ലാഹി മസ്ലൂലു. ഇത് ഈ ബൈത്ത് പാടിയപ്പോൾ റസൂൽ എന്ത് ചെയ്തിട്ടുണ്ട്? പുതപ്പ് കൊടുത്തിട്ടുണ്ട് അല്ലെ. അത് ആരാണ് പാടിയത്? നമുക്കറിയാം, കഅബ് ഇബ്നു സുഹൈറാണ്. അദ്ദേഹത്തിന്റെ ബാനത്ത് സുവാദ് എന്ന ആ കസീദയിലുള്ളതാണ്. കഅബ് ഇബ്നു സുഹൈർ റളിയല്ലാഹു അൻഹുവിന്റെ ലഖബ് എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞിരുന്നു. അബുൽ മുളറബ് എന്ന് വായിച്ച് പറഞ്ഞിരുന്നു. ഇത് PYക്ക് വന്നിട്ടുള്ളതാണ് 2018. ഓക്കെ, അബുൽ മുളറബി എന്നാണ് അദ്ദേഹത്തിന്റെ ലഖബ്. ഓക്കെ, മഹ്ലൻ ഹദാക്കല്ലദി അഅത്വാക നാഫിലത്തൽ ഖുർആനി ഫീഹാ മവാഇദും വതഫ്സീൽ. ഇത് ആരോട് പറഞ്ഞു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോ ഇത് നേരത്തെ നോട്ടിൽ ഉൾപ്പെടുത്തേണ്ടായിരുന്നു, വിട്ടുപോയതാണ്. ഇത് കഅബ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനോട്, കഅബ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനോട് പറയുന്ന ഒരു ഖൗലാണ്. മഹ്ലൻ ഹദാക്കല്ലദി അഅത്വാക നാഫിലത്തൽ ഖുർആനി ഫീഹാ മവാഇദും വതഫ്സീൽ എന്നിട്ട് റസൂലുള്ളാഹിനെ പറ്റിയിട്ടുള്ള നല്ലൊരു കാര്യമാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, അൽ ഹുത്തൈമിൻ ഷുറായ നമുക്കറിയാം ആരാണ്? മുഖ്ലറമി കവിയാണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ 2023 ചോദിച്ചാണ്, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇസ്ലാമിക് ലിറ്ററേച്ചർ ഇത്രേ ഉള്ളൂ. ആരും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. വളരെ സിമ്പിൾ ആണ്. പക്ഷെ പിന്നെ ഇതുണ്ടല്ലോ, സിമ്പിൾ ആണ് പക്ഷെ പവർഫുൾ ആണ്. ആ ഒരു സംഭവമാണിത്. നമ്മൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ ജാഹിലിയും ഇതൊക്കെ പഠിക്കുന്നത് പോലെ തന്നെ നമ്മൾ പിന്നെ എന്ത് ചെയ്യണം, ആ ഒരു പ്രാധാന്യത്തോടു കൂടെ കാണണം. ഓക്കെ, അപ്പോ നിങ്ങൾ നോട്ടുണ്ടെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. പറയാനുള്ളത് ഒന്ന്, നമ്മൾ ഇന്ന് മുതൽ നമ്മുടെ എക്സാമിന്റെ തലേന്ന് വരെ ഖുർആൻ ഓതുന്ന ശീലം ഉണ്ടാകുന്നത് നല്ലതാണ്. നമ്മൾ അറിയുന്ന സൂറത്ത് ഓതണം, പുറമെ അറിയാത്ത ഏതെങ്കിലും ഒരു സൂറത്തിനെ കുറിച്ച് ഓതുക. അപ്പോ ഇന്ന് മുതൽ എന്ത് ചെയ്യാ, എക്സാമിന്റെ അന്ന് വരെ ഖുർആൻ ഓതുന്ന ശീലം നല്ലതാണ്. രണ്ടാമത്തെ നിർദ്ദേശം, ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഹദീസിന്റെ കിതാബുകൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാ, പ്രധാനപ്പെട്ട ഹദീസുകൾ നിങ്ങൾ നോക്കി വെക്കുക. കാരണം പൂരിപ്പിക്കാനുണ്ടാവും. മൂന്നാമത്തത് എന്ത് ചെയ്യാ, അമ്പിയാക്കളുടെ ലക്കബുകൾ, സ്വഹാബത്തിന്റെ ലക്കബ്, ഇത് നോക്കി വെക്കണം. പിന്നെ ഖുർആനെ കുറിച്ചുള്ള ബേസ് ഉണ്ടായിരിക്കണം, ഹദീസിനെ കുറിച്ചുള്ള ബേസ് ഉണ്ടായിരിക്കണം, റസൂലുള്ളാഹിനെ കുറിച്ചുള്ള ബേസ് ഉണ്ടായിരിക്കണം. ഓക്കെ, ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ ഇതിലുള്ള ഈ നോട്ടിലുള്ള പോയിന്റ് പഠിച്ചാൽ മതിയാവും. ഖലാഫത്തുർ റാഷിദ് ആണെങ്കിലും മുഖ്ലറമി ആണെങ്കിലും ഇതിലുള്ള രൂപത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോ എല്ലാവരും ഉഷാറാക്കി പഠിക്കാം. ഇൻഷാ അല്ലാഹ് മനസ്സിലാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അജു സാർ, റസ്മിൻ ടീച്ചർ ഉണ്ടാവും, വീട്ടിലുണ്ടാവും. ടീച്ചർ ഉണ്ടോ എന്നുള്ള ഒരു ഡൗട്ടാണ്. ടീച്ചർ പുറത്താണെന്ന് തോന്നുന്നു. പൊതുവെ നമുക്ക് ശുക്രൻ ജസീലൻ സാർ വളരെ മനോഹരമായി കൊണ്ട് ഒരു 1.25 മണിക്കൂർ ഏകദേശം ചെലവഴിച്ചിട്ടുണ്ട്. ഒരു ഭാഗം, വലിയൊരു ഭാഗമാണ് അദബുൽ ഇസ്ലാമിക ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. അതിനെ വളരെ മനോഹരമായി കൊണ്ട് സാർ നമുക്ക് കൈകാര്യം ചെയ്തതെന്ന് അല്ലാഹു തആല